കൃഷ്ണ, എല്ലാവർക്കും പ്രണാമം. ഹരേ കൃഷ്ണ മാതാജി. ഹരേ കൃഷ്ണ. ഹരേ ഹരേ കൃഷ്ണ. കൃഷ്ണ ശിഷ്ണത മാതാജി. കോവിഡ് മംഗളൂരിന്റെ ഗീതാധ്യയനത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഓം അജ്ഞാനതിമിരാന്ധസ്യ ജ്ഞാനാഞ്ജനശലാകയാ ചക്ഷുരുന്മിലിതം യേന തസ്മൈ ശ്രീഗുരവേ നമഃ. ശ്രീചൈതന്യമനോഭീഷ്ടം സ്ഥാപിതം യേന ഭൂതലേ സ്വയം രൂപ കഥാ മഹ്യം ദദാതി സ്വപദാന്തികം വന്ദേഹം ശ്രീഗുരോ ശ്രീയുതപദകമലം. ശ്രീഗുരോन् വൈഷ്ണവാംശ്ച ശ്രീരൂപം സാഗ്രജാതം സഹഗണा രഘുനാഥാन्वितं तं सजीवं साद्वैतं सावधूतं परिजनसहितं कृष्णचैतन्यदेवं श्रीराधाकृष्णपादान् सहगणा श्रीललिता विशाखान्वितांश्च हे कृष्णा करुणा सिन्धो दीनबन्धो जगत्पते गोपेश गोपिका कान्ता राधा कान्त नमोस्तुते तप्त काञ्चन गौरांगी राधे वृन्दावनेश्वरी वृषभानुसुते देवी प्रणमामि हरिप्रिये वाञ्छाकल्पतरुभ्यश्च कृपा सिन्धुभ्य एव च पतितानां पावनेभ्यो वैष्णवेभ्यो नमो नमः. नमो विष्णुपादाय कृष्णपृष्ठाय भूतले श्रीमते भक्तिवेदान्त स्वामिनिति नामिने. नमस्ते सारस्वती देवे गौरवाणी प्रचारिणे निर्विशेष शून्यवादी पाश्चात्यदेशतारिणे. जय श्री कृष्ण चैतन्य प्रभु नित्यानंद श्री अद्वैत गदाधरा श्रीवासादि गौर भक्तवृंद. हरे कृष्णा कृष्ण कृष्ण हरे हरे ഹരേ രാമ 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 ഹരേ ഹരേ. ഹരേ കൃഷ്ണ. എല്ലാവർക്കും പ്രണാമം. അധ്യായം 2, 3-ാം ഭാഗം, തേർഡ് പാർട്ട്. 44 ശ്ലോകം. ഹരേ കൃഷ്ണ അതന്നല്ലേ? അതെ. ഹരേ കൃഷ്ണ. അപ്പോൾ നമുക്ക് 2-ാം അധ്യായത്തിൽ ഭഗവാൻ അർജുനനെ പ്രേരിപ്പിക്കുകയാണ് യുദ്ധത്തിന് വേണ്ടിയിട്ട്. അപ്പൊ ഉപദേശങ്ങൾ കൊടുക്കുകയാണ്. ഇപ്പൊ 2-ാം അധ്യായം എന്ന് പറയുമ്പോൾ ഇത് നമുക്ക് ഭഗവത്ഗീതയുടെ സാരമാണ്. കാരണം ഇതിൽ എല്ലാം ഉൾക്കൊള്ളുന്നുണ്ട്. നമ്മൾ പറഞ്ഞു കർമ്മമുണ്ട്, ഇതില് ജ്ഞാനമുണ്ട്, ഇവിടെ ഭഗവാൻ ഭക്തിയെ കുറിച്ചും പറയുന്നുണ്ട്. അപ്പൊ എല്ലാം ഉൾക്കൊള്ളുന്നതുകൊണ്ട് ഇത് ഭഗവത്ഗീതയുടെ സാരമാണ്. ഇത് 2-ാം അധ്യായം. അപ്പൊ ഇവിടെ ഭഗവാൻ അർജുനനോട് യുദ്ധം ചെയ്യാതിരിക്കുന്ന അർജുനനോട് യുദ്ധം ചെയ്യാൻ വേണ്ടിയിട്ട് ഓരോ ഉപദേശങ്ങൾ നൽകാണ്. ഇപ്പൊ ആത്മജ്ഞാനമൊക്കെ നമുക്ക് ഈ അധ്യായത്തിലാണ് ഭഗവാൻ കൊടുത്തത്. ഇപ്പൊ 44-ാമത്തെ ശ്ലോകം എന്താ ഭഗവാൻ പറയുന്നത്? ഭോഗൈശ്വര്യ പ്രസക്താനാം ദയാപകൃത ചേതസാം വ്യവസായാത്മിക ബുദ്ധി സമാധൗ ന വിധീയത്തെ. ഭൗതിക ഐശ്വര്യത്തിലും സുഖാനുഭവങ്ങളിലും അത്യാസക്തരായവർക്കും ഇവകളിൽ പരിഭ്രാന്തരായവർക്കും ഭക്തിപൂർവ്വം ഭഗവത് സേവനം നടത്താൻ വേണ്ടുന്ന നിശ്ചയദാർഢ്യം ഉണ്ടാവില്ല. സമാധവ് എന്ന് പറയുമ്പോൾ നിശ്ചയദാർഢ്യം അല്ലെങ്കിൽ മനോനിയന്ത്രണം എന്ന് പറയാം. വ്യവസായാത്മിക ബുദ്ധി എന്ന് പറയുമ്പോൾ എന്താണ്? നമുക്ക് ഭക്തിയുത സേവനം, ഭഗവാന് വേണ്ടിയിട്ട് ഭക്തിയുത ആ ഭഗവാന് വേണ്ടിയിട്ടുള്ള ആ സേവനം അനുഷ്ഠിക്കാനുള്ള ആ ഒരു ഉത്സാഹം അതുണ്ടായിരിക്കില്ല. ആർക്കുണ്ടായിരിക്കില്ല? 2 കാര്യങ്ങൾ. അതായത് ഭൗതിക ഐശ്വര്യത്തിലും സുഖ അനുഭവങ്ങളിലും ആസക്തരായവർക്ക്. എന്താണ്? ഇവകളിൽ പരിഭ്രാന്തരായവർക്ക്. അതായത് ആർക്കാണോ കൂടുതൽ ഭൗതികമായിട്ടുള്ള ആസക്തികളുണ്ട്, അതായത് ഒന്ന് കഴിഞ്ഞാൽ മറ്റൊന്ന് ആഗ്രഹങ്ങൾ, ഇങ്ങനെ ഭൗതികമായിട്ട് ഞാൻ ഒരുപാട് അനുഭവിക്കണം, അതായത് ശാരീരികമായിട്ടുള്ള ആ തലത്തിൽ ചിന്തിക്കുന്നവർക്ക് എന്താണ്? എപ്പോഴും തന്റെ ഇന്ദ്രിയങ്ങളെ സംതൃപ്തിപ്പെടുത്തണം എന്നുള്ള ആ ഒരു ആഗ്രഹം ഉണ്ടായിരിക്കും. അപ്പൊ അങ്ങനെ ആ ഒരു സുഖാനുഭവങ്ങൾ അനുഭവിക്കാൻ മാത്രമായിട്ടുള്ള ആഗ്രഹം ആസക്തരായവർക്ക് എന്താണ്? അതിൽ പരിഭ്രാന്തരായവർക്ക് എന്താണ്? എപ്പോഴും നമ്മുടെ മനസ്സ് എന്താണ്? നമ്മുടെ മനസ്സും ബുദ്ധിയൊക്കെ നമ്മൾ എന്തിലാ കേന്ദ്രീകരിക്കുക? നമ്മുടെ ആഗ്രഹങ്ങളിലും അത് അനുഭവിക്കാനുള്ള ആ സുഖത്തിലും ആ സുഖം അനുഭവിക്കാനുള്ള ഒരു ആസക്തി ഉണ്ടായിരിക്കും. അപ്പൊ അങ്ങനെയുള്ളവർക്ക് എന്താണ് ഭഗവാൻ പറയുന്നത്? ഭഗവത് സേവനം നടത്താൻ വേണ്ടുന്ന ആ ഒരു നിശ്ചയദാർഢ്യം, അതാണ് പറയുന്നത് സമാധൗ ന വിധീയത്തെ. ആ ഒരു നിശ്ചയദാർഢ്യം അല്ലെങ്കിൽ മനോനിയന്ത്രണം അവർക്ക് ഉണ്ടായിരിക്കില്ല. കാരണം നമുക്ക് ഭക്തി എന്ന് പറയുമ്പോൾ എന്താണ്? അവിടെ കുറച്ച് മനസ്സുണ്ടായിരിക്കണം, അല്ലെങ്കിൽ നമുക്ക് ഭക്തിയിൽ നിന്ന് നമ്മൾ വീണുപോകും. കാരണം നമുക്ക് അതിലൊരു ഉത്സാഹം വരില്ല, നമുക്ക് ഭക്തിയിൽ ഇൻട്രസ്റ്റ് തോന്നില്ല. കാരണം എന്താണ്? നമുക്ക് രണ്ടും കൂടി ഒരുമിച്ച് നടക്കില്ലല്ലോ. അപ്പൊ നമുക്ക് ഭഗവാനെ പ്രാപിക്കണമെങ്കിൽ ഭൗതികമായിട്ടുള്ള ഇന്ദ്രിയ ആസക്തി നമുക്ക് കുറയണം. പക്ഷെ അത് നമ്മൾ പ്രയത്നിച്ചുകൊണ്ട് സാധിക്കില്ല. പക്ഷെ നമ്മൾ ഭക്തിയിൽ ഏർപ്പെട്ട നിമിഷം എന്താണ് സംഭവിക്കുക? അത് ഭഗവാന്റെ കൃപയാൽ അത് തനിയെ നമുക്ക് കുറഞ്ഞു വരും. അത് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. ത്രൈഗുണ്യ വിഷയ വേദ നിസ്ത്രൈഗുണ്യോ ഭവാർജുന നിർദ്വന്ദ്വോ നിത്യ സത്വസ്ഥോ നിർയോഗ ക്ഷേമ ആത്മവാൻ. ഭഗവാൻ പറയുന്നു പ്രകൃതിയുടെ 3 ഗുണങ്ങളാണ് വേദങ്ങളുടെ മുഖ്യ വിഷയം. അപ്പോ ഈ വേദങ്ങൾ എന്ന് പറയുന്നത് നമുക്കെല്ലാം വേദങ്ങൾ അറിയാം. തന്നിട്ടുള്ളത് ആരാണ്? ഭഗവാൻ തന്നെ നമ്മുടെ വ്യാസമഹർഷിയായിട്ട് വന്ന് വേദങ്ങൾ നമുക്ക് തന്നിട്ടുണ്ട്. അപ്പോൾ ഈ വേദങ്ങളുടെ മുഖ്യ വിഷയം എന്താണ്? അതെന്താണ്? ഈ 3 ഗുണം.
പ്രകൃതിയുടെ 3 ഗുണങ്ങളാണ്. അർജുന, നീ അവയെ അതിക്രമിക്കണം. കാരണം എന്താണ്? 3 ഗുണങ്ങൾക്ക് മുകളിൽ കയറിയാൽ മാത്രമാണ് നമുക്ക് അതീന്ദ്രിയ അവസ്ഥയിൽ എത്താൻ പറ്റൂ. വസുദേവ ശബ്ദിതം നമ്മൾ പറയില്ലേ, അത് ഭഗവാന്റെ അവസ്ഥയിലെത്തി നമുക്ക് ഭഗവാനെ പ്രാപിക്കാൻ സാധിക്കുള്ളൂ. 3 ഗുണങ്ങളും നമ്മളെ ബന്ധിക്കുന്നതാണ്. അപ്പൊ ഭഗവാൻ പറഞ്ഞു, ദ്വന്ദ്വങ്ങളിൽ നിന്നും ലാഭനഷ്ടങ്ങളെ കുറിച്ചുള്ള ഉത്കണ്ഠകളിൽ നിന്നും തികച്ചും മുക്തനായി ആത്മാവിൽ മനസ്സുറപ്പിക്കുക. ഭഗവാൻ ആത്മജ്ഞാനം കൊടുത്തു. 2-ാം അധ്യായത്തിലെ അല്ലെ തുടക്കത്തിൽ നമ്മൾ കണ്ടു, ഭഗവാൻ ആത്മാവാണ്, നമ്മൾ ശരീരമല്ല എന്നൊക്കെ ഭഗവാൻ ആ ജ്ഞാനം കൊടുത്തു ഭഗവാൻ അർജുനന്. ഇപ്പൊ ഭഗവാൻ പറയുന്നു, 3 ഗുണങ്ങൾക്ക് അതീതനായിട്ട് ഈ ദ്വന്ദ്വങ്ങൾ, ജയം, ലാഭം, സുഖം, ദുഃഖം, തോൽവി, അല്ലെ, പിന്നെ ലാഭനഷ്ടം, തോൽവി, ജയം, ഇങ്ങനെയുള്ള ഈ ദ്വന്ദ്വങ്ങളിൽ നിന്ന് ഉയരാൻ പറയുന്നു ഭഗവാൻ. ആ ഉത്കണ്ഠകളിൽ നിന്ന് ഉയരാൻ പറയുന്നു. മുക്താത്മാവായിട്ട് അതിൽ മുക്തി നേടി ആത്മാവിൽ സ്ഥിതി ചെയ്യുക. അതായത് ഈ ശാരീരിക തലത്തിൽ ചിന്തിക്കുന്നതിനെ ഉപേക്ഷിക്കാനാണ് ഭഗവാൻ പറയുന്നത്. ഉപേക്ഷിച്ച് മനസ്സുറപ്പിക്കാൻ. കാരണം അല്ലാതെ എന്താണ് പറയുന്നത്, ആ നിശ്ചയദാർഢ്യം ഇല്ലെങ്കിൽ എന്താണ്, നമുക്ക് ഭഗവാനെ പ്രാപിക്കാൻ സാധിക്കില്ല, ഭക്തിയുടെ സേവനം അനുഷ്ഠിക്കാനും സാധിക്കില്ല. അതിന് വേണം എന്താണ്, നമുക്ക് മനസ്സിന്റെ ആ നിയന്ത്രണം. അർജുനൻ അതീന്ദ്രിയ മേഖലയിലേക്ക് ഉയരണം എന്നാണ് കൃഷ്ണൻ ഉപദേശിക്കുന്നത്. അതാണ് കൃഷ്ണന്റെ ആഗ്രഹം. അപ്പൊ അർജുനൻ ഒരു നിമിത്തമാണ്, ഇത് നമുക്കും കൂടിയിട്ടുള്ള ഉപദേശമാണ്. അപ്പൊ നമ്മളും കൂടി ഭഗവാനെ പ്രാപിക്കണമെങ്കിൽ നമുക്ക് എന്താണ്, മനോനിയന്ത്രണം ആവശ്യമാണ്, നിശ്ചയദാർഢ്യം ആവശ്യമാണ്. അപ്പൊ നമുക്ക് അതീന്ദ്രിയ മേഖലയിലേക്ക് ഉയരണം. അതാണ് ഭഗവാൻ ഇപ്പോൾ ആഗ്രഹിക്കുന്നത്. അതിനായുള്ള ആദ്യത്തെ കാൽവയ്പാണ് ബ്രഹ്മ ജിജ്ഞാസ, അഥവാ സർവോന്നതമായതിനെ കുറിച്ചുള്ള അന്വേഷണം, അല്ലെങ്കിൽ ആഗ്രഹം, അറിയാനുള്ള ആഗ്രഹം. ഇപ്പൊ എന്താണ് സർവോന്നതമായിട്ടുള്ളത്, എന്താണ്, ആത്മാവാണ്. കാരണം ഈ അഥതോ ബ്രഹ്മ ജിജ്ഞാസ എന്ന് പറയുന്നത് എന്താണ്, ഒരു വേദാന്ത സൂത്രമാണ്. അപ്പൊ ആ വേദാന്ത സൂത്രം എന്താ പറയുന്നത്, അതായത് അഥതോ ബ്രഹ്മ ജിജ്ഞാസ എന്ന് പറയുമ്പോൾ ഞാൻ ആരാണ്, ഞാനും ഭഗവാൻ ആരാണ്, ഭഗവാനും ഞാനുമായിട്ടുള്ള ആ ബന്ധം എന്താണ്, ബന്ധം അറിഞ്ഞ് ഞാൻ എന്താണ് പ്രവർത്തിക്കേണ്ടത്, മരിക്കും മുന്നേ ഞാൻ എന്ത് ചെയ്യണം, മരിച്ചു കഴിഞ്ഞാൽ ഞാൻ എവിടെ പോകും, ഇതൊക്കെ നമ്മൾ അറിഞ്ഞിരിക്കണം. കാരണം അതുകൊണ്ടാണ് ഭഗവാൻ നമുക്ക് കൂടുതൽ ബുദ്ധിശക്തി തന്നിട്ടുള്ളത്. അത് ഇതിനു വേണ്ടി ഉപയോഗിക്കണം. ഇല്ലെങ്കിൽ എന്താണ്, നമ്മൾ കൃപണനായി പോവും. നമ്മൾ ആ മനുഷ്യ ജീവിതം കിട്ടിയിട്ടും നമ്മൾ ഉപയോഗിക്കുന്നില്ല ശരിയായ രീതിയിൽ. അപ്പൊ ഇതാണ് അഥതോ ബ്രഹ്മ ജിജ്ഞാസ. അതായത് ശരീരത്തിന് അപ്പുറമായിട്ട് നിൽക്കുന്നത് എന്താണ്, ആത്മാവ്. അതിനെക്കുറിച്ച് നമ്മൾ ചിന്തിക്കണം. സുഖ ദുഃഖ, അപ്പോഴാണ് നമ്മൾ ആ സർവോന്നതമായത് എന്താണ്, ആത്മാവാണ്. അതിനെക്കുറിച്ച്, കാരണം അത് അനശ്വരനാണ്. അപ്പൊ സുഖ ദുഃഖങ്ങളെയും ശീതോഷ്ണങ്ങളെയും പോലുള്ള ആ ദ്വന്ദ്വങ്ങളെ തിദിക്ഷ എന്ന് പറയുമ്പോൾ നമുക്ക് ആ ഒരു ക്ഷമയോടെ സുഖം വരുമ്പോഴും ദുഃഖം വരുമ്പോഴും ഒരേ മാനസികാവസ്ഥ. സുഖം വരുമ്പോൾ ഒരുപാട് സന്തോഷിക്കുക, ദുഃഖം വരുമ്പോൾ ഒരുപാട് ദുഃഖിക്കുക. ഇതൊക്കെ എന്താണ്, മാനസികമായിട്ടുള്ള ആ അസ്വസ്ഥത, അല്ലെങ്കിൽ നമുക്ക് ആ ക്ഷമ ഇല്ലായ്മയാണ് കാണിക്കുന്നത്. അപ്പൊ നേരിടാൻ പരിശീലിക്കണം. ഭഗവാൻ ഇവിടെ എന്താ പറയുന്നത്, ഒറ്റയടിക്ക് നമുക്ക് സംഭവിക്കുന്ന ഒന്നല്ല ഇത്. അതുകൊണ്ടാണ് ഭഗവാൻ പരിശീലിക്കണം എന്നുള്ള വാക്ക് ഉപയോഗിക്കണം. എന്തുകൊണ്ട്, നമുക്ക് പരിശീലിച്ചെടുക്കണം. അല്ലാതെ അഭ്യാസേന തുകോന്തേ, ഭഗവാൻ എപ്പോഴും പറയുന്നില്ല. അഭ്യാസം എന്താണത്, പ്രാക്ടീസ്. നമ്മളത് മെല്ലെ 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 പരിശീലിച്ച് എടുക്കണം. അങ്ങനെയാണ്. അപ്പൊ അങ്ങനെ ദ്വന്ദ്വങ്ങളെ സഹിക്കാൻ കഴിവ് നേടിക്കഴിഞ്ഞാൽ എന്താണ്, ലാഭനഷ്ടങ്ങളെ കുറിച്ചുള്ള ആ ഉത്കണ്ഠയിൽ നിന്ന് മുക്തനാകാൻ പറ്റും. അപ്പൊ ഈ ദ്വന്ദ്വങ്ങളിൽ നിന്ന്, ഈ സുഖ ദുഃഖം എന്നുള്ള ആ ദ്വന്ദ്വങ്ങളിൽ നിന്ന് നമ്മൾ ഉയർന്നു കഴിഞ്ഞാൽ നമുക്ക് ഈ ലാഭനഷ്ടം, കാരണം അർജുനൻ പറയുന്നില്ല, ഇവരെയൊക്കെ കൊന്നിട്ട് എനിക്ക് എന്ത് ലാഭം, എനിക്ക് എന്താണ് ഇപ്പൊ ഇതിനെ ഗുണം ചെയ്യുന്നത്, ഇവരെ കൊന്നിട്ട് എനിക്ക് എന്താ കിട്ടാൻ പോകുന്നത്, ഇങ്ങനെയൊക്കെ അതൊക്കെ എന്താണ്, ശാരീരിക തലത്തിൽ ചിന്തിക്കുന്നതുകൊണ്ട് സംഭവിക്കുന്നതാണ്. കാരണം ആ ശാരീരിക തലത്തിലാണ് അർജുനൻ അവരെ ആ ഒരു ബന്ധം, അതായത് എന്റെ മുന്നിൽ നിൽക്കുന്നതിന്റെ ബന്ധുമിത്രാദികളാണ് എന്നൊക്കെ ചിന്തിക്കുന്നതാണ് ആ ശാരീരികമായിട്ടുള്ള ബന്ധം കൊണ്ടാണ്. അപ്പൊ അതിലും മുകളിൽ എന്താണ്, ആത്മാവുണ്ട്. ആ തലത്തിൽ ചിന്തിക്കാനാണ് അർജുനനെ പ്രേരിപ്പിക്കുന്നത്. തികഞ്ഞ കൃഷ്ണാവബോധത്തോടെ ജീവിക്കുന്നവർക്ക് എന്താണ്, കൃഷ്ണന്റെ കരുണയെ മാത്രം ആശ്രയിക്കുന്നവർക്ക് ഈ അതീന്ദ്രിയാവസ്ഥ ലഭ്യമാകുന്നു. അപ്പൊ ആർക്കാണ് ഈ അതീന്ദ്രിയാവസ്ഥയിലേക്ക് എത്താൻ വളരെ പ്രയാസമില്ലാതെ കഴിയുന്നത്, ആർക്കാണ് സുഖമായിട്ട് എത്താൻ പറ്റുന്നെങ്കിൽ, അതായത് നമ്മൾ കൃഷ്ണാവബോധത്തോടെ ജീവിക്കുമ്പോൾ നമുക്ക് ആ ഒരു എന്താണ്, ആശ്രയം വേണം, ഭഗവാനെ ആശ്രയിക്കണം. അതായത് കൃഷ്ണന്റെ കരുണയെ മാത്രം ആശ്രയിക്കുക. അതായത് നമുക്ക് മുന്നോട്ട് ഭഗവാന്റെ ഭക്തിയിലേക്ക് പോകണമെങ്കിൽ ബാക്കി ആരും എന്താ പറയാ നമുക്ക് സഹായിക്കാൻ പറ്റില്ല. പക്ഷെ അത് കൃഷ്ണന്റെ കരുണ വേണം, ആ അഹേതുകമായ കരുണ ഉണ്ടായിരിക്കണം. അതുകൊണ്ടാണ് കൃഷ്ണന്റെ കരുണയെ മാത്രം നമ്മൾ ആശ്രയിക്കുമ്പോൾ എന്താണ്, അത് അതീന്ദ്രിയ അവസ്ഥയിലേക്ക് നമുക്ക് എത്താൻ സാധിക്കുമെന്ന് ഭഗവാൻ പറയാണ്. യാവാനാർത്ഥ ഉത്പാനേ സർവത സംപ്ലുതോദുകേ താവാൻ സർവേഷു വേദേഷു ബ്രഹ്മണസ്യ വിജാനതഃ. ഒരു കൊച്ചു കുളത്തിന് നിറവേറ്റാൻ സാധിക്കുന്ന ആവശ്യമെല്ലാം വലിയ ഒരു ജലസംഭരണി കൊണ്ട് നിർവഹിക്കാം. അതുപോലെ വേദങ്ങളിൽ ഉദ്ദിഷ്ടമായത് എന്തും അവയുടെ ഉൾപ്പൊരുൾ അറിഞ്ഞുകൊണ്ട് എന്താണ് നേടാവുന്നതാണ്. അതായത് വേദങ്ങളിൽ എന്ത് പറഞ്ഞിട്ടുണ്ട്, ഞാൻ പറഞ്ഞ നേരത്തെ തന്നെ, അതായത് കർമ്മകാണ്ഡങ്ങളുണ്ട്, ജ്ഞാനകാണ്ഡുണ്ട്, ഉപാസനാകാണ്ഡം എല്ലാം ഉണ്ട്. അപ്പൊ ഈ വേദങ്ങളിൽ പറയുന്നത് എന്താണ്, കർമ്മകാണ്ഡം എന്ന് പറയുമ്പോൾ എന്താണ്,
ഇന്ന കർമ്മം ചെയ്ത ഇന്ന ഫലം കിട്ടും, ഇന്ന കർമ്മത്തിന് ഇന്ന പുണ്യപ്രാപ്തി ഉണ്ട്, ഇന്ന കർമ്മം ചെയ്യുമ്പോൾ സ്വർഗപ്രാപ്തി കിട്ടും. ഇങ്ങനെയുള്ള ആ കർമ്മങ്ങളുടെ ആ കർമ്മകാണ്ഡ, അങ്ങനെയുള്ള ആ ഒരു കാര്യങ്ങളാണ് പറയുന്നത് വേദങ്ങളിൽ. അപ്പോ ആ വേദങ്ങളുടെ ഉൾപ്പൊരുൾ എന്താണ്? അവസാനം അത് ചൂണ്ടിക്കാണിക്കുന്ന എന്താണ്? 15:15 നമ്മൾ മനസ്സിലാക്കി, വേദൈശ്ച സർവേ അഹമേവ വേദ്യോ, ഭഗവാൻ തന്നെയാണ് മനസ്സിലാക്കേണ്ടത്. അപ്പൊ വേദങ്ങളെല്ലാം ചൂണ്ടിക്കാണിക്കുന്നത് ശ്രീകൃഷ്ണ ഭഗവാനിലേക്കാണ്. അതുകൊണ്ട് നമ്മൾ ആ ഉൾപ്പൊരുൾ എന്താണെന്ന് നമ്മൾ മനസ്സിലാക്കണം. അപ്പൊ പറയുന്നത് ഇപ്പോ ഒരു ഒരു കിണറുണ്ടെങ്കിൽ, നമ്മുടെ എന്താ പറയാ, നമുക്കൊരു കൊച്ചു കിണറോ അല്ലെങ്കിൽ കുളോ ഉണ്ടെങ്കിൽ എന്താണത്, അതിനെന്താണോ ജനങ്ങളുടെ ആവശ്യങ്ങൾ നിറവേറ്റാൻ കഴിയുന്നത്, ഒരു വലിയ ജലസംഭരണി അല്ലെങ്കിൽ നമ്മളൊരു റിസർവോയർ എന്ന് പറയും, അത് റിസർവോയർ ഉണ്ടെങ്കിൽ എന്താണ്, ആ ചെറിയ ചെറിയ ആവശ്യങ്ങളും നിറവേറ്റാൻ കഴിയും. അതല്ലാതെ തന്നെ നിറവേറ്റുന്നതിന് ഒരുപാട് കഴിവുണ്ട്. അതേപോലെ തന്നെയാ ഇപ്പൊ വേദങ്ങൾ നമുക്ക് എന്തെല്ലാം തരും? നമുക്ക് പറഞ്ഞില്ലേ, യജ്ഞ, ദാന, തപസ്, ഇതൊന്നും ചെയ്തില്ലെങ്കിലും നമുക്ക് ഭഗവാന്റെ, ശ്രീകൃഷ്ണ ഭഗവാന്റെ ആ അവബോധത്തിൽ നമ്മൾ കൃഷ്ണന് വേണ്ടിയിട്ട് നമ്മൾ ഭക്തി സേവനം അനുഷ്ഠിക്കുമ്പോൾ ആ യജ്ഞവും ദാനവും തപസ്സും എല്ലാം ചെയ്യുന്നതിന്റെ നമുക്ക് ഫലം നമുക്ക് ലഭിക്കുകയാണ്. അതുകൊണ്ടാണ് പറയുന്നത്, ഈ ഉദാഹരണത്തിലൂടെ നമുക്ക് പറഞ്ഞു തരാണ്. ആത്മസാക്ഷാത്കാരം എന്നാൽ എന്താണ്? ഇപ്പൊ ആത്മസാക്ഷാത്കാരം എന്ന് പറഞ്ഞാൽ എന്താണ്? അതായത് കൃഷ്ണനും താനുമായിട്ടുള്ള ആ ശാശ്വത ബന്ധത്തെയും കുറിച്ച് അറിയുന്നതാണ്. ആത്മസാക്ഷാത്കാരം എന്ന് പറയുന്നത് നമ്മൾ എന്താണ്? നമ്മൾ ഭഗവാന്റെ അംശമായതുകൊണ്ട് നമ്മളെല്ലാം ഉത്കൃഷ്ട ശക്തിയാണ്. പക്ഷെ നമ്മൾ ഈ ഭൗതിക പ്രപഞ്ചത്തിൽ വന്നിട്ട് എന്താണ്? നമ്മൾ ആ ബന്ധനത്തിലാവുകയാണ്. അതായത് 3 ഗുണങ്ങളാൽ ബന്ധിക്കപ്പെടുകയാണ്. പക്ഷെ നമ്മൾ മനസ്സിലാക്കണം, എന്റെ ആ ആത്മാവ് ശാശ്വതമാണ്, ഈ ശരീരം നശ്വരമാണ്. അത് നമ്മൾ മനസ്സിലാക്കണം. അപ്പൊ ഞാനും ഭഗവാനുമായിട്ടുള്ള ബന്ധം എന്താ? കൃഷ്ണൻ ആരാണ്? കൃഷ്ണനും ഞാനുമായിട്ടുള്ള ശാശ്വത ബന്ധമാണത്. അത് മനസ്സിലാക്കലാണ് ആത്മസാക്ഷാത്കാരം. ഭഗവൻ നാമജപത്തിൽ പരമാനന്ദം കൊള്ളുന്നവനാണ് ഉത്തമനായ വേദാന്തി. അപ്പൊ വേദാന്തി എന്ന് പറയുമ്പോൾ ആരാണ്? അതായത് ഭഗവൻ നാമജപത്തില് നമുക്കതാണ്, ഭഗവാന്റെ നാമജപത്തിൽ നമുക്കൊരു രുചി വരണമെങ്കിൽ അത് ഭഗവാന്റെ കാരുണ്യം തീർച്ചയായിട്ടും നമുക്ക് ആവശ്യമാണ്. നമ്മൾ പ്രയത്നിച്ചുകൊണ്ട് ഒന്നും തന്നെ നമുക്ക് സാധിക്കില്ല. നമ്മുടെ പ്രയത്നം തീർച്ചയായിട്ടും ഉണ്ടായിരിക്കണം, പക്ഷെ കൂടെ തന്നെ ഭഗവാന്റെ കാരുണ്യം വളരെ ആവശ്യമാണ്. അപ്പൊ ഭഗവാന്റെ നാമജപത്തിൽ നമുക്ക് പരമ ആനന്ദം ലഭിക്കുന്നുണ്ടെങ്കിൽ അങ്ങനെയുള്ള ആ വ്യക്തി എന്താണ്? ഉത്തമനായ വേദാന്തിയാണ്. വൈദിക രഹസ്യത്തിന്റെ അന്തിമ ലക്ഷ്യം അത് തന്നെയാണ്. അപ്പോ കാരണം എന്താണ്? നമ്മുടെ ആത്മാവിന്റെ തലത്തിലാണ് അത് നടക്കുന്നത്. കാരണം നമ്മൾ ഈ നാമം ജപിക്കുമ്പോൾ ഭഗവാന്റെ ഭക്തിയുടെ സേവനം എന്ത് തന്നെ ആയാലും അനുഷ്ഠിക്കുമ്പോൾ എന്താ സംഭവിക്കുന്നത്? ശരീരത്തിന്റെ തലത്തിലല്ല. അത് ശരീരം നശിക്കുമ്പോൾ നമ്മൾ ചെയ്യുന്ന കർമ്മം എല്ലാം നശിക്കുകയാണ്. നമ്മൾ എന്തെല്ലാം സമ്പാദിച്ചു കൂട്ടുന്നു എല്ലാം തീർന്നു. പക്ഷെ ആത്മാവിന്റെ തലത്തിൽ എന്ത് ചെയ്താലും എന്താണ്? അത് തീരുന്നതല്ല. അതെന്താണ്? അത് അടുത്ത ജന്മത്തിലേക്ക് നമ്മളെ അത് നയിക്കുകയാണ്. അതിന്റെ ആ ഗുണം നമ്മൾ അടുത്ത ജന്മത്തിൽ നമുക്ക് അതിന്റെ അനുഭവിക്കാൻ കിട്ടും. കാരണം എന്താണ്? എവിടെ നിർത്തിയോ അവിടെ നമുക്ക് തുടങ്ങാൻ സാധിക്കും. അതാണ് ഈ വൈദിക രഹസ്യത്തിന്റെ ഒരു അന്തിമ ലക്ഷ്യം കൂടി അത് തന്നെയാണ്. ഇത് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ശ്ലോകമാണ്. അതായത് നമ്മൾ കർമ്മം ചെയ്യണം, കർമ്മത്തിന്റെ ഫലം ആഗ്രഹിക്കാൻ പാടില്ല. അതാണ് പറയുന്നത്, കർമ്മണ്യേവാധികാരസ്തേ മാ ഫലേഷു കഥാചന മാ കർമ്മ ഫല ഹേതുർഭൂർമാ തേ സംഗോസ്ത്വ അകർമ്മണി. ഇവിടെ എല്ലാവരും കേട്ടിട്ടുണ്ടാവും ഈ ശ്ലോകം അല്ലെ. സ്വന്തം നിയത കർമ്മം നിർവഹിക്കാനേ നിനക്ക് അധികാരമുള്ളൂ. ആ കർമ്മഫലത്തിൽ യാതൊരുവിധ അധികാരവുമില്ല. കർമ്മത്തിൽ നിന്നുളവാകുന്ന ഫലങ്ങളുടെ ഹേതു താനാണെന്ന് കരുതേണ്ട. സ്വകർത്തവ്യം അനുഷ്ഠിക്കാതെ ഒഴിയാൻ ആഗ്രഹിക്കുകയും അരുത്. ഇപ്പൊ ഭഗവാൻ അർജുനോട് പറഞ്ഞു കൊടുക്കാണ്, അതായത് നീ ക്ഷത്രിയനാണ്, നിന്റെ ധർമ്മമാണ് യുദ്ധം ചെയ്യുന്നത്. അപ്പൊ നീ ആ യുദ്ധം മാത്രം ചെയ്താൽ മതി, നിനക്ക് അതിന് മാത്രമേ അധികാരമുള്ളൂ. ഇവിടെ പറയുന്നു കർമ്മണ്യവ അധികാരസ്ഥേ, അതായത് നമുക്ക് കർമ്മം ചെയ്യാൻ അധികാരമുണ്ട്. മാ ഫലേഷു കഥാചന, ഒരിക്കലും നമുക്ക് കർമ്മത്തിന്റെ ഫലത്തിൽ നമുക്ക് അധികാരമില്ല. അതായത് നമ്മൾ ഓരോ ഗുണത്തിന്റെ അടിമയായി നമ്മൾ കഴിയുമ്പോൾ നമ്മുടെ വിശ്വാസം എങ്ങനെ രൂപപ്പെടുന്നു അതിനനുസരിച്ച് നമ്മുടെ കർമ്മങ്ങൾ നമ്മൾ ചെയ്യുന്നു. പക്ഷെ നമുക്ക് ആ ഫലത്തിൽ ആസക്തി വെക്കാൻ പറ്റില്ല, പാടില്ല. അതാണ് കൃഷ്ണൻ പറയുന്നത്. അതായത് പക്ഷെ നമ്മൾ എന്ത് കർമ്മം ചെയ്താലും അതിന്റെ ആ ഫലം എന്തോ ആയിക്കോട്ടെ, അത് തരുന്നതാരാണ്? ഭഗവാൻ. അത് നമുക്ക് തരും. അപ്പൊ കർമ്മഫലങ്ങളിൽ യാതൊരുവിധ അധികാരവും നിനക്കില്ല. കർമ്മത്തിൽ നിന്നുളവാകുന്ന ഫലങ്ങളുടെ ഹേതു താനാണെന്ന് കരുതണ്ട. അതായത് ഇപ്പൊ നമ്മളിപ്പോ എന്തെങ്കിലും കുറച്ച് എന്താ പറയാ പണം സമ്പാദിക്കും അല്ലെങ്കിൽ ധനം സമ്പാദിക്കും, നമുക്ക് എന്താ തോന്നുക? ഓ, ഇതെന്റെ കഴിവ് കൊണ്ട് ഞാൻ സമ്പാദിച്ചെടുത്തു, ഇതൊക്കെ എന്റെ കഴിവാണ്. അതല്ല അത്. കാരണം എന്താണ്? അതിന്റെ പിന്നിൽ എന്താണ്? നമുക്ക് കഴിഞ്ഞ ജന്മത്തിൽ അല്ലെങ്കിൽ മുൻ ജന്മത്തിലെ നമ്മുടെ കർമ്മത്തിന്റെ ആ ഫലങ്ങളായിരിക്കാം, ഭഗവാന്റെ കരുണയായിരിക്കാം, എല്ലാം കാരുണ്യം ഉണ്ടായിരിക്കും, അല്ലാതെ നമ്മുടെ കഴിവൊന്നുമല്ല. അതാണ്. അപ്പോ അത് നമ്മൾ മനസ്സിലാക്കണം. അപ്പൊ ആ ഹേതു താനാണെന്ന് കരുതണ്ട. സ്വകർത്തവ്യം അനുഷ്ഠിക്കാതെ നിനക്ക് അതിൽ നിന്ന് ഒഴിയാൻ സാധിക്കില്ല. ഭഗവാൻ പറയാണ്, നിന്റെ കർത്തവ്യത്തിൽ നിന്ന് ഒളിച്ചോടാൻ പാടില്ല, അത് പാപമായിരിക്കും എന്ന് നേരത്തെ തന്നെ ഭഗവാൻ പറഞ്ഞു കൊടുത്തു. 3 വിഷയങ്ങളാണ് ഇവിടെ പ്രതിപാദിക്കുന്നത്. 3 തരത്തിലുള്ള കാര്യങ്ങൾ ഭഗവാൻ പറയുന്നത്. എന്താണ്? വിധിക്കപ്പെട്ട കർമ്മം, സ്വേച്ഛാനുസൃതമായ കർമ്മം, കർമ്മത്തിൽ നിന്ന് ഒഴിയൽ. അതായത് വിധിക്കപ്പെട്ട കർമ്മം നമുക്കറിയാം, നമ്മൾ ഭഗവാൻ വർണ്ണാശ്രമ
ധർമ്മം തന്നിട്ടുണ്ട്. എന്താണ് 4 വർണ്ണങ്ങൾ, 4 ആശ്രമങ്ങൾ. ഇതൊക്കെ എന്തിനാണ്? നമ്മുടെ ആ സമൂഹത്തെ ചിട്ടപ്പെടുത്താനും ആത്മസാക്ഷാത്കാരം നേടാനും ഭഗവാന്റെ ഭക്തി നേടാനും പിന്നിട്ട് എന്താണ് ആ വഴിക്ക് നയിക്കാനാണ് നമ്മളെ ഈ വർണ്ണാശ്രമ ധർമ്മം ഭഗവാൻ തന്നിട്ടുള്ളത്. അത് ആദ്യത്തെ ചവിട്ടുപടിയാണ് ഭക്തിയിലേക്ക് പോവാൻ. പക്ഷെ നമ്മൾ ഈ വിധിക്കപ്പെട്ട കർമ്മം തന്നെ ചെയ്തില്ലെങ്കിൽ പിന്നെ എങ്ങനെയാണ് നമുക്ക് ഭഗവാന്റെ ഭക്തിയിലേക്ക് പോകാൻ പറ്റുക? അപ്പോ അവനവന്റെ കർമ്മങ്ങൾ അനുസരിച്ച്, അവനവന്റെ ആശ്രമം, അവനവന്റെ വർണ്ണം അനുസരിച്ച് അവന് കർമ്മങ്ങൾ ചെയ്യണം. തന്റെ കർത്തവ്യമായി കരുതി. എങ്ങനെ ചെയ്യണം? തന്റെ കർത്തവ്യമായി കരുതി നിത്യ കർമ്മങ്ങൾ ഫലാകാംക്ഷ കൂടാതെ അനുഷ്ഠിക്കുന്നതാണ് സത്വഗുണത്തിലുള്ള പ്രവൃത്തി. സത്വഗുണം എന്ന് പറയുമ്പോൾ നമ്മൾ അവിടെ എന്താ കർമ്മം ചെയ്യുന്നു, കർമ്മത്തിൽ എന്താ പറയുക, ആ ഫലത്തിന് നമ്മൾ ആസക്തി ഇല്ലാതെ എന്റെ ഡ്യൂട്ടി ആണെന്നുള്ള ആ ചിന്താഗതിയിൽ മാത്രം പ്രവർത്തിക്കുന്നത്. ഇനിയിപ്പോ പറയുന്നു ഫല ഉദ്ദേശിച്ച് ചെയ്യുന്നവ ബന്ധന ഹേതുവായി തീരുന്നത് കൊണ്ട് മംഗളകരങ്ങളല്ല. അപ്പൊ നമ്മളിപ്പോ ഫലം ആഗ്രഹിച്ചുകൊണ്ട് ചെയ്യുമ്പോൾ എന്താണ്? ബന്ധന ഹേതുവാണ്. അതായത് നമ്മളത് ബന്ധിപ്പിക്കും. അടുത്ത ജന്മം നമുക്ക് കിട്ടും, തീർച്ചയായിട്ടും കിട്ടും. ആ നല്ല കർമ്മം ആയാലും കൂടിയിട്ട് നമ്മൾ അടുത്ത ജന്മം എടുക്കണം. കാരണം എന്താണ്? അതിന്റെ ഫലം ഉണ്ടായിരിക്കും, അത് നമ്മൾ അനുഭവിച്ചേ തീരുള്ളൂ. അത് മംഗളകരങ്ങളല്ല. വിധിക്കപ്പെട്ട കർമ്മങ്ങൾ അനാസക്തിപൂർവം നിർവഹിക്കപ്പെട്ടാൽ അത് ഒരാളെ മുക്തി മാർഗത്തിലേക്കാണ് എത്തിക്കുന്നത്. ഇപ്പൊ നമുക്കൊരു വിധിക്കപ്പെട്ട കർമ്മമുണ്ട്. പക്ഷെ അത് എങ്ങനെ ചെയ്യണം? കർമ്മത്തിനോടും കർമ്മഫലത്തിനോടും ആസക്തി ഇല്ലാതെ അത് നിർവഹിച്ചു കഴിഞ്ഞാൽ അതെന്താ സംഭവിക്കുക? അപ്പൊ ആ ഒരു വ്യക്തിന്, അങ്ങനെ ചെയ്യുന്ന ഒരു വ്യക്തി അത് മുക്തി മാർഗത്തിലേക്കാണ് നയിക്കുന്നത് എന്ന് പറയുന്നുണ്ട്. അപ്പൊ പിന്നെ ഇവിടെ നെക്സ്റ്റ് ചോദ്യം എന്താ പറയുന്നത്? യോഗസ്ഥഃ കർമാണി സംഘം ത്യക്വാ ധനഞ്ജയ സിദ്ധ്യോ ന സമോ ഭൂത്വാ സമത്വം യോഗ ഉച്യത്തെ. അല്ലയോ അർജുന, ജയ അപജയങ്ങളോടുള്ള ആ മമത വെടിഞ്ഞ് ആ സമചിത്തയോടെ നിന്റെ കർത്തവ്യം അനുഷ്ഠിക്കുക. ഈ സമചിത്തയാണ് ഒരു യോഗം എന്ന് പറയുന്നത്. അപ്പൊ യോഗ എന്ന് പറഞ്ഞാൽ നമുക്കറിയാം ദൈവവുമായിട്ട് നമ്മളെ ബന്ധിപ്പിക്കുന്നതാണ്. കർമ്മയോഗ, ജ്ഞാനയോഗ, അഷ്ടാംഗ യോഗ, ഭക്തി യോഗ, ഏതായാലും ഭഗവാനായിട്ട് നമ്മളെ ബന്ധിപ്പിക്കുന്നത്. അപ്പൊ ഇവിടെ എങ്ങനെ പറയും ഭഗവാൻ പറയുന്നത്? ജയ അപജയങ്ങളെ അതിനോടുള്ള ആ മമത അല്ലെങ്കിൽ അതിനോടുള്ള ആ ഇഷ്ടം അത് വെടിഞ്ഞ്. അതായത് ഇപ്പൊ അർജുനൻ എന്താണ്? ഞാൻ ഇവരെ തോൽപ്പിക്കണോ, ഇനിയിപ്പോ ഇവരാൽ ഞാൻ തോൽക്കപ്പെടണോ, എന്താ, അതൊക്കെ ഇങ്ങനെയുള്ള ആ ചിന്താഗതി ഉണ്ട് അർജുനൻ, അല്ലെ? ഞാൻ എന്താണ് ചെയ്യേണ്ടത്? ആ ആശയക്കുഴപ്പത്തിലാണ് അർജുനൻ. അപ്പോ അതിനോടുള്ള ആ മമത വെടിഞ്ഞ് സമചിത്തതയോടെ, ആ സമചിത്തത, അതായത് നമ്മൾ പറയില്ലേ എന്താണ്, ഒരേ അവസ്ഥ, അതായത് എനിക്ക് ജയമായാലും തോൽവി ആയാലും എല്ലാം ഭഗവത് നിശ്ചയം എന്ന് നമ്മൾ കരുതണം. നിന്റെ കർത്തവ്യം അനുഷ്ഠിക്കുക. ഓക്കെ, ഞാനൊരു അർജുനൻ ചിന്തിക്കണം എന്താണ്? ഞാനൊരു ക്ഷത്രിയനാണ്. എന്റെ ഒരു ധർമ്മം എന്ന് പറയുന്നത്, ക്ഷത്രിയ ധർമ്മം എന്താണ്? നമ്മൾ പറഞ്ഞില്ലേ ആ ഒരു മറ്റു പ്രജകളെ സംരക്ഷിക്കുക, അല്ലെ? ആ ഉപദ്രവത്തിൽ നിന്ന് രക്ഷപ്പെടുത്തുന്നവനാണ് ക്ഷത്രിയൻ. അപ്പൊ അത് ചെയ്യണം, ആ കർത്തവ്യം അനുഷ്ഠിക്കുക. ധർമ്മത്തെ നമ്മൾ പുനഃസ്ഥാപിക്കണം, ആ ധർമ്മത്തെ ഇല്ലാതാക്കണം, അല്ലെ? അത് മാത്രമാണ് അർജുനന്റെ ഡ്യൂട്ടി. അതാണ് ഇവിടെ ഭഗവാൻ പറയുന്നത്. സദാ അസ്വസ്ഥങ്ങളായിരിക്കുന്ന ഇന്ദ്രിയങ്ങളെ നിയന്ത്രിക്കുക വഴി മനസ്സിനെ പരമോന്നതനിൽ ഏകാഗ്രീകരിക്കലാണ് യോഗം. അപ്പൊ ശരിയായ യോഗം എന്ന് പറയുമ്പോൾ എന്താണ്? കണക്ഷൻ. യോഗം എന്ന് പറയുമ്പോൾ എന്താണ്? കണക്ഷൻ, ആ ബന്ധനം, ബന്ധപ്പെടുത്തുന്നത്. എന്താണ്? നമ്മുടെ ആ സദാ ഇന്ദ്രിയങ്ങൾ എപ്പോഴും, നമുക്ക് പറയില്ലേ ഇന്ദ്രിയങ്ങളെ നിയന്ത്രിക്കുക, മനസ്സിനെ നിയന്ത്രിക്കാൻ എളുപ്പമല്ല. കാരണം എന്താണ്? അതെപ്പോഴും പ്രവർത്തനാശീലമായിരിക്കും, അതിനെ നിയന്ത്രിക്കാൻ എളുപ്പമല്ല. അപ്പൊ ആ ഇന്ദ്രിയങ്ങളെ നിയന്ത്രിക്കുക വഴി, എങ്ങനെയാണ് ഒരു വഴി അതിനെ? അതായത് നമ്മൾ ഉയർന്ന രുചി കൊടുത്ത ഇന്ദ്രിയങ്ങൾ തനിയെ നിയന്ത്രണത്തിൽ വരും. ഉയർന്ന രുചി എന്താണ്? കൃഷ്ണാവബോധം. അപ്പോ മനസ്സിനെ, ഇന്ദ്രിയങ്ങളെ, എപ്പോഴും അസ്വസ്ഥങ്ങളായിരിക്കുന്ന ആ ഇന്ദ്രിയങ്ങളെ നിയന്ത്രിക്കണം. അതുവഴി നമുക്ക് നമ്മുടെ മനസ്സിനെ പരമോന്നതനിൽ, ആരാണ് പരമോന്നതൻ? ഭഗവാൻ ശ്രീകൃഷ്ണൻ, അവനിൽ ഏകാഗ്രീകരിക്കലാണ് ശരിയായ യോഗം. കൃഷ്ണന്റെ നിർദ്ദേശങ്ങൾ അനുസരിക്കുക എന്നതാണ് യഥാർത്ഥ യോഗം. അപ്പൊ ഭഗവത്ഗീത ആർക്കുള്ളതാണ്? ഭഗവാന്റെ ഉപദേശങ്ങളാണ്. അത് നമ്മൾ ഓരോരുത്തർക്കും, ജാതി കുലം മതമന്യേ എല്ലാവർക്കും ഉള്ളതാണ് ഭഗവത്ഗീത. അത് നമ്മൾ സ്വീകരിക്കണം. അത് മനുഷ്യകുലത്തിനുള്ള ഒരു മാനുവലാണ്. അത് നമ്മൾ മനസ്സിലാക്കണം. എന്നിട്ട് നമ്മൾ അത് ആ രീതിയിൽ എന്താണ് ഭഗവാൻ നമ്മളെ കൊണ്ട് ആഗ്രഹിക്കുന്നത്, ഒരു എന്താ പറയാ, മനുഷ്യജന്മം കിട്ടിക്കഴിഞ്ഞു, ഇനിയിപ്പോ നമ്മൾ അത് വെറുതെ പറഞ്ഞില്ലേ നേരത്തെ അധ്യായങ്ങൾ, നമ്മൾ നേരത്തെ ഇതിൽ ക്ലാസ്സിൽ മനസ്സിലാക്കി, പട്ടിപൂച്ചകളെ പോലെ നമ്മളിവിടെ ജീവിച്ചു തീർക്കാനുള്ളതല്ല നമ്മുടെ ജീവിതം. നമ്മുടെ ജീവിതം ഭഗവാൻ തന്നിട്ടുള്ളത് എന്താണ്? വളരെ എന്താ പറയാ, 84 ലക്ഷം യോനികളിലും ഉന്നതമായ ഒരു യോനി എന്ന് പറയുമ്പോൾ മനുഷ്യ യോനിയാണ്. അതിൽ ഒരുപാട് ബുദ്ധിശക്തി ഭഗവാൻ നമുക്ക് തന്നിട്ടുണ്ട്. പക്ഷെ അത് നമ്മൾ വേണ്ടാത്ത രീതിയിൽ ഉപയോഗിച്ച് അതിനെ നമ്മൾ പാഴാക്കി കളയാൻ പാടില്ല. അതുകൊണ്ടാണ് അപ്പൊ ഭഗവാന്റെ നിർദ്ദേശങ്ങൾ നമ്മൾ അനുസരിക്കുക, നമ്മുടെ അതാണ് ശരിയായ യോഗം. ഇപ്പൊ പറയുന്നത് ഒന്നുകിൽ കൃഷ്ണന്റെ സേവകനാവുക, അല്ലെങ്കിൽ കൃഷ്ണഭക്തന്മാരുടെ സേവകനാവുക. നമ്മൾ പറഞ്ഞു കൃഷ്ണന്റെ ഭക്തൻ എന്ന് പറയുമ്പോൾ അതാരാണ്? ഭഗവാന്റെ പ്രതിനിധികളായിരിക്കും അവരൊക്കെ. ഭഗവാന്റെ പരിശുദ്ധ ഭക്തന്മാർ, നമ്മൾ അവരെന്താണ്? അവര് ഭഗവാന്റെ ആ നിർദ്ദേശിച്ച ആ വഴിയിൽ സഞ്ചരിക്കുന്ന ആൾക്കാരാണ് അവര്. അപ്പൊ ഒന്നുകിൽ നമുക്ക് ഭഗവാന്റെ നേരെ ഭക്തനാകാൻ പറ്റില്ല, കാരണം അത്രയും ബുദ്ധിമുട്ടാണ്, നമുക്ക് ഇതൊക്കെ പറഞ്ഞ് മനസ്സിലാക്കി തരാൻ ആള് വേണ്ടി. അപ്പോ ഭഗവാന്റെ ശുദ്ധ ഭക്തന്റെ സേവകനായാലും മതി. കാരണം അവര് നമുക്ക് ശരിയായ വഴിയിലെ നമ്മളെ
കൊണ്ടുപോകും. അപ്പൊ അതാണ് കൃഷ്ണാവബോധത്തോടെ സ്വധർമ്മം നിറവേറ്റാനും യോഗയുക്തനായി പ്രവർത്തിക്കാനുള്ള ഒരേ ഒരു വഴി. അപ്പൊ ഈ ഒരേ ഒരു വഴി എന്ന് പറയുമ്പോൾ നമുക്ക് എന്താണ്, ഒന്നുകിൽ ഭഗവാന്റെ സേവകനാവുക, അല്ലെങ്കിൽ ഭഗവാന്റെ പരിശുദ്ധ ഭക്തന്റെ സേവകനാകുമ്പോൾ എന്താണ് ആ സ്വധർമ്മം. നമ്മൾ പറഞ്ഞില്ല, സ്വധർമ്മം എന്ന് പറയുമ്പോൾ ഓരോ വർണ്ണത്തിനും ആശ്രമത്തിനും അതിൻ്റെതായ കടമകളുണ്ട് നിർവഹിക്കാൻ. അപ്പൊ അതൊക്കെ നമ്മൾ നിർവഹിക്കുക. പക്ഷെ അങ്ങനെ നിർവഹിച്ചുകൊണ്ട് എന്താണ്, നമുക്ക് ആ യോഗയുക്തനായി നിർവഹിക്കുമ്പോൾ എന്താണ്, കർമ്മത്തിലും ഫലത്തിലും ആസക്തിയില്ലാതെ ഭഗവാന്റെ സന്തോഷത്തിന് വേണ്ടിയിട്ട് ചെയ്യുമ്പോൾ എന്താണ്, അങ്ങനെ ഒരു കണക്ഷനാണ് നമ്മൾ യഥാർത്ഥമായിട്ടുള്ള ആ യോഗ എന്ന് നമ്മൾ പറയുന്നത്. അതാണ് ഒരൊറ്റ വഴി. എന്താന്ന് വെച്ചാല് കൃഷ്ണാവബോധത്തിലെ പ്രവർത്തനം. ദൂരേണ ഹ്യവരം കർമ്മ ബുദ്ധിയോഗ ധനഞ്ജയ ബുദ്ധൗ ശരണം അന്വിച്ച കൃപണ ഫലഹേതവഃ. കൃപണ എന്ന് ഒരു വാക്ക് വരുന്നുണ്ട്. എന്താണ് കൃപണ എന്ന് പറഞ്ഞാല്? പിശുക്കൻ. നമ്മൾ പറയില്ലേ, പിശുക്കനാണ്. അതായത് എന്താണ്, അല്ലയോ ധനഞ്ജയ, ജുഗുപ്സാവഹമായ കർമ്മങ്ങളെല്ലാം, ജുഗുപ്സ എന്ന് പറഞ്ഞാൽ നിന്ദനീയമായിട്ടുള്ളത്, വെറുപ്പുണ്ടാക്കുന്ന കർമ്മങ്ങൾ ഏതൊക്കെയാണ്? ചൂഷണം ചെയ്യുന്നത്, മോഷണം ചെയ്യുന്നത്, പിന്നെ അസത്യം പറയുന്നത്, മദ്യപാനം ചെയ്യുന്നത്, ഗുരുക്കളെ മാതാപിതാക്കളെ അപമാനിക്കുന്നത്, ഇങ്ങനെയുള്ള മറ്റുള്ളവരെ ഉപദ്രവിക്കുന്നത്, ഇങ്ങനെയുള്ള കർമ്മങ്ങളൊക്കെ എന്താണ്, അതൊക്കെ എന്താണ്, ജുഗുപ്സാവഹമായ കർമ്മങ്ങൾ. അതായത് നിന്ദനീയ കർമ്മങ്ങളെല്ലാം ഭക്തിയുടെ സേവനത്താൽ അകറ്റി നിർത്തുക. അപ്പോ നമുക്കിപ്പോ നമ്മൾ വിചാരിച്ചുകൊണ്ട് നമ്മുടെ എല്ലാ ദുസ്വഭാവങ്ങളൊക്കെ നമുക്ക് നിർത്താൻ പറ്റുമോ? പറ്റില്ല. പക്ഷെ നമുക്ക് എന്താ ചെയ്യേണ്ടത്? നമ്മൾ ആ ദുസ്വഭാവത്തെ നിയന്ത്രിക്കുന്നതിനേക്കാൾ ഉപരി എന്താണ് നമ്മൾ ചെയ്യേണ്ടത്? നമ്മൾ നമ്മുടെ ഇന്ദ്രിയങ്ങളെ, മനസ്സിനെ, ബുദ്ധിയെ ഉന്നതമായ കാര്യം ഏതാണ്? ഭഗവാന്റെ ഭക്തിയുടെ സേവനം. അതിൽ ഏർപ്പെടുത്തി കൊടുത്താൽ മാത്രം മതി. അത് തനിയെ നമ്മളിൽ നിന്ന് ദൂരെയാകും. അപ്പൊ ആ ബോധത്തോടെ ഭഗവാനെ ശരണം പ്രാപിക്കുക. അപ്പൊ അങ്ങനെയാണ് നമ്മൾ ഭഗവാനെ ശരണം പ്രാപിക്കണം. കർമ്മഫലങ്ങൾ അനുഭവിക്കാൻ ആഗ്രഹിക്കുന്നവർ കൃപണരാണ്. അതായത് കൃപണ എന്ന് പറഞ്ഞാൽ പിശുക്കൻ. അതായത് ഇപ്പോ നമ്മളിവിടെ വന്നു ഭൂമിയിൽ, ഭഗവാൻ നമുക്കൊരു മനുഷ്യജന്മം തന്നു. പക്ഷെ ആ മനുഷ്യജന്മം വെച്ച് നമ്മൾ എന്താണ് ചെയ്യേണ്ടത്? ഭഗവാന്റെ ഭക്തിയുടെ സേവനം. പക്ഷെ അത് നമ്മൾ ചെയ്യാതെ അതിന് പിശുക്ക് കാണിക്കുകയാണ് നമ്മൾ. ആ ബുദ്ധിശക്തി ഉപയോഗിക്കാതെ, ഭഗവാന് വേണ്ടി ഉപയോഗിക്കാതെ, അത് നമ്മുടെ സ്വാർത്ഥതയ്ക്ക് വേണ്ടി, നമുക്ക് എന്തോ ഒരു കർമ്മം ചെയ്ത് അതിന്റെ ഫലം ഞാൻ അനുഭവിക്കണം എന്നുള്ള ആ സ്വാർത്ഥതയ്ക്ക് ഉപയോഗിക്കുന്നവൻ എന്താണ്? കൃപണനാണ്, പിശുക്കനാണ്. അതാണ് ഭഗവാൻ പറയുന്നത് ഇവിടെ. തന്റെ മൂലസ്വരൂപം, അതായത് നമുക്കൊക്കെ എന്താണ്, നമ്മുടെ ഈ ആത്മാക്കൾ, നമ്മളെല്ലാം ജീവാത്മാക്കൾക്ക് ഒരു മൂലസ്വരൂപം എന്താണ്? ഭഗവാൻ യജമാനൻ, നമ്മളെല്ലാം ദാസൻ. അതായത് ജീവേര സ്വരൂപഹയ കൃഷ്ണേര നിത്യദാസ. അത് നമ്മൾ മനസ്സിലാക്കണം. തന്റെ മൂലസ്വരൂപം ഭഗവാന്റെ നിത്യദാസനാണെന്ന് മനസ്സിലാക്കിയവരെന്താണ്? കൃഷ്ണാവബോധത്തോടെയുള്ള കർമ്മത്തിൽ മാത്രം ഏർപ്പെടുന്നു. കാരണം അവർക്കറിയാം കൃഷ്ണാവബോധത്തിൽ അതാണ് എന്റെ ഡ്യൂട്ടി. നമ്മൾ സമയം വൈകിക്കില്ല. നമ്മൾ എന്താണ്, കാര്യങ്ങൾ മനസ്സിലാക്കാത്തവര് നമ്മൾ എന്താണ്, ഇരുട്ടിലാണ്. പക്ഷെ നമുക്കൊരു വെളിച്ചം കിട്ടി, ജ്ഞാനത്തിന്റെ ആ വെളിച്ചം കിട്ടിക്കഴിഞ്ഞാൽ നമ്മൾ വീണ്ടും ഇരുട്ടാക്കാൻ പാടില്ല. കാരണം ജ്ഞാനം കിട്ടി, വെളിച്ചം കിട്ടി, വീണ്ടും നമ്മൾ എന്തിനു ഇരുട്ടാക്കണം? കാരണം ആ വെളിച്ചത്തിന്റെ എന്താ പറയാ, ആ വഴിയിലൂടെ നമ്മൾ സഞ്ചരിക്കണം. അതാണ് കൃഷ്ണാവബോധത്തോടെയുള്ള കർമ്മത്തിൽ മാത്രമേ എന്താ പറയാ ആൾക്കാർ ഏർപ്പെടുള്ളൂ. അതായത് നമുക്ക് ആ സ്വരൂപം മനസ്സിലായി കഴിഞ്ഞാൽ. ഭക്തിയുടെ സേവനമാണ് ജീവാത്മക്കളുടെ ശരിയായ പ്രവർത്തനാ പദം. അപ്പൊ എന്താണ് ശരിയായ പ്രവർത്തനാ പദം എന്ന് പറയുമ്പോൾ എന്താണ്? ഭക്തിയുടെ സേവനമാണ്. സേവനം എന്ന് പറയുമ്പോൾ നവവിധ ഭക്തി ഏത് വേണമെങ്കിലും നമ്മൾ അത് ചെയ്യുമ്പോൾ എന്താണ്, നമ്മൾ ഭക്തിയുടെ സേവനമാണ് അനുഷ്ഠിക്കുന്നത്. അപ്പൊ കൃഷ്ണാവബോധപൂർവകമായ പ്രവർത്തനത്തിനു വേണ്ടി സർവശക്തികളും ഉപയോഗിക്കുന്നവർക്ക് എന്താണ്, ജീവിത വിജയം തീർച്ചയായും കൈവരും. അപ്പൊ ആരാണോ അതായത് കൃഷ്ണാവബോധപൂർവകമായ പ്രവർത്തനത്തിന് അവരുടെ ആ ഒരു സർവശക്തികളും ഉപയോഗിക്കുന്നത്. അപ്പൊ നമുക്ക് ഭഗവാൻ ഇന്ദ്രിയങ്ങൾ തന്നിട്ടുണ്ട്, മനസ്സ് തന്നിട്ടുണ്ട്, ബുദ്ധിശക്തി തന്നിട്ടുണ്ട്, ഈ ശരീരം തന്നിട്ടുണ്ട്. അതൊരു മാധ്യമമാണ് അല്ലെ, നമുക്ക് സർവ് ചെയ്യാൻ, ഭഗവാനെ സേവനം അനുഷ്ഠിക്കാൻ. അപ്പൊ ഇതെല്ലാം ഉപയോഗിച്ചുകൊണ്ട് ഭഗവാന് വേണ്ടിയിട്ട് നമ്മൾ പ്രവർത്തിക്കുമ്പോൾ എന്താണ് സംഭവിക്കുക? അപ്പോ അങ്ങനെയുള്ള ആൾക്ക് ജീവിത വിജയം തീർച്ചയായിട്ടും കൈവരുമെന്നാണ് ഭഗവാൻ ഇവിടെ പറയുന്നത്. ബുദ്ധിയുക്തോ ജഹാതിഹ ഉഭേ സുകൃത ദുഷ്കൃതേ തസ്മാത് യോഗായ യുജ്യസ്വ യോഗകർമ്മസു കൗശലം. ഭക്തിഭരിതമായ സേവനത്തിൽ ഏർപ്പെടുന്നവന് ഇഹലോകത്തിൽ തന്നെ നല്ലതും ചീത്തയുമായ കർമ്മങ്ങളിൽ നിന്ന് മുക്തനാകാം. കാരണം നമുക്ക് ഇപ്പൊ നമ്മൾ നല്ല കർമ്മം ചെയ്ത എന്താണ്, നല്ല ഫലങ്ങൾ അനുഭവിക്കണം. ചീത്ത കർമ്മങ്ങൾ ചെയ്യുമ്പോൾ ചീത്ത ഫലങ്ങൾ അനുഭവിക്കണം. അതേപോലെ മിശ്രഫലങ്ങളും ഉണ്ടാവും. എന്താണ് മിശ്ര എന്ന് പറഞ്ഞാൽ? നല്ലതും ചീത്തയുമായിട്ടുള്ള മിശ്രമായിട്ടുള്ള ഫലങ്ങളും നമുക്ക് അനുഭവിക്കണം. അപ്പൊ അതാണ് സ്വർഗലോകമായാലും നരകലോകങ്ങളായാലും പിന്നെ ഈ ഭൂമിയിൽ നമ്മൾ തിരിച്ചു വീണ്ടും വീണ്ടും വന്നെത്തുന്നു. എന്തുകൊണ്ടാണ്? ഇതൊക്കെ നമ്മുടെ ആ ഒരു ഫലങ്ങളാണ്, കർമ്മഫലം. പക്ഷെ നേരെ മറിച്ച് ഇപ്പൊ നമ്മൾ ഭക്തിയുടെ സേവനമാണ് അനുഷ്ഠിക്കുന്നതെങ്കിൽ ഇഹലോകത്തിൽ തന്നെ നമുക്ക് ഇതിൽ നിന്നെല്ലാം മുക്തി കിട്ടണം. ഏതിൽ നിന്ന്? കർമ്മത്തിന്റെ ഫലങ്ങളിൽ നിന്ന്. നല്ലതായിക്കോട്ടെ ചീത്തയായിക്കോട്ടെ നമ്മളത് ബാധിക്കില്ല. അതിനാൽ യോഗത്തിനായി
യത്നിക്കുക. ഭഗവാൻ പറയുന്നു അതുകൊണ്ട് നീ യോഗനിഷ്ഠനാകണം. അതായത് നമുക്കിപ്പോ ഭക്തിയോഗം ശരിക്കും സ്ട്രേറ്റ് ആയിട്ട്, അതായത് നമുക്ക് നേരിട്ട് ഭക്തിയോഗത്തിലേക്ക് കടക്കാൻ പറ്റുന്നില്ലെങ്കിലും ഭഗവാൻ പറയുന്നു കർമ്മത്തിലൂടെ, ജ്ഞാനത്തിലൂടെ നമുക്ക് ഭക്തിയിലേക്ക് കടക്കാം. അല്ല എങ്കിൽ നമുക്ക് മെല്ലെ 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 വരാൻ പറ്റും. അപ്പൊ അല്ലയോ അർജുന, കർമ്മ കുശലതയാണ് യോഗം. പക്ഷെ കർമ്മം ഉപേക്ഷിക്കാൻ ഒരിക്കലും എവിടെയും ഭഗവാൻ പറയുന്നില്ല. അവനവന് വിധിക്കപ്പെട്ട കർമ്മങ്ങൾ നമ്മൾ ചെയ്തുകൊണ്ട് തന്നെ നമുക്ക് ഭഗവാനെ ഏത് രീതിയിലും സ്മരിച്ചുകൊണ്ട് കർമ്മത്തിലും ഫലത്തിലും ആസക്തി ഇല്ലാതെ ചെയ്യുമ്പോൾ എന്താണ്, നമുക്ക് ഈ ജന്മം തന്നെ ഫലത്തിൽ നിന്നെല്ലാം നമുക്ക് മുക്തി നേടാൻ പറ്റും. സർവ്വവിധേനയും കൃഷ്ണ ഭഗവാനെ സ്വയം സമർപ്പണം ചെയ്ത് ജനിമൃതികളുടെയും കർമ്മ പ്രതികർമ്മങ്ങളുടെയും ചങ്ങലക്കെട്ടിൽ നിന്ന് മുക്തനാകണം. നമ്മൾ പറഞ്ഞില്ലേ ഇപ്പോ സ്വർണത്തിന്റെ ചങ്ങല എന്ന് പറയുമ്പോൾ നല്ല കർമ്മങ്ങളുടെ ഫലം. അപ്പൊ നമുക്ക് ഇരുമ്പിന്റെ ചങ്ങല എന്ന് പറയുമ്പോൾ എന്താണ്, അത് ചീത്ത കർമ്മങ്ങളുടെ ഫലം. ചങ്ങല തന്നെയല്ലേ. അപ്പൊ രണ്ടും വ്യത്യാസമൊന്നുമില്ല, രണ്ടും ചങ്ങല തന്നെയാണ്. അപ്പൊ നമുക്ക് അതിൽ നിന്ന് മോചനം വേണമെങ്കിൽ നല്ല കർമ്മങ്ങളുടെ ഫലവും പാടില്ല. അപ്പൊ സർവ്വവിധേനയും എല്ലാ രീതിയിലും ഭഗവാന്റെ സ്വയം സമർപ്പണം ചെയ്യുക. നമ്മൾ പറഞ്ഞില്ലേ, ആ ആത്മാവും ശരീരമായിട്ടും മാനസികമായിട്ടും മറ്റേ നമ്മുടെ ബുദ്ധി ഉപയോഗിച്ചു നമ്മുടെ എല്ലാ രീതിയിലും ഭഗവാന്റെ വാക്കുകളിലൂടെ നമുക്ക് ഭഗവാന് സമർപ്പണം, നമ്മൾ പറഞ്ഞില്ലേ ആത്മസമർപ്പണം ചെയ്യണം. അങ്ങനെ ആകുമ്പോ എന്താണ്, ജനിമൃതികളുടെയും അതായത് ജനന മരണത്തിന്റെ ചക്രത്തിൽ നിന്ന്, പിന്നെ ഓരോ ചെയ്യുന്ന കർമ്മത്തിന് അതിൻ്റെതായ പ്രതിപ്രവർത്തനമുണ്ട്. അപ്പൊ എല്ലാ കർമ്മങ്ങളുടെ എന്താ പറയാ പ്രവർത്തനങ്ങളിൽ നിന്നും നമ്മൾ ചങ്ങലക്കെട്ടിൽ നിന്ന് നമുക്കൊക്കെ മുക്തി നേടാൻ പറ്റും. കർമ്മഫലങ്ങളുടെ ശുദ്ധീകരണത്തിന് ഉതകുന്ന കൃഷ്ണാവബോധത്തോടെ പ്രവർത്തിക്കുവാൻ അർജുനനെ ഭഗവാൻ ഉപദേശിക്കുകയാണ്. അപ്പൊ ഭഗവാൻ ഇപ്പോ അർജുനോട് പറയാണ്, നീ യുദ്ധം ചെയ്യുന്നത് എങ്ങനെ ചെയ്യണം, ഇതിൽ നിന്ന് എനിക്ക് ലാഭമുണ്ടോ നഷ്ടമുണ്ടോ ഒന്നും നോക്കാതെ എന്റെ കർത്തവ്യമാണ്, ഞാനൊരു ക്ഷത്രിയനാണ്, ഭഗവാന് സമർപ്പിച്ച് തസ്മാത് സർവേഷു കാലേഷു, ഭഗവാൻ പറയുന്നു വരുന്ന അധ്യായങ്ങളിൽ ഭഗവാനെ ഓർത്തുകൊണ്ട് യുദ്ധം ചെയ്യുമ്പോ എന്താണ്, അതിലെ കർമ്മഫലം അർജുനനെ ബാധിക്കില്ല. കർമ്മജം ബുദ്ധിയുക്താഹി ഫലം ത്യക്വാ മനീഷിണഃ ജന്മബന്ധ വിനിർമുക്താഹ പദം ഗച്ഛന്ത്യ നാമാം ഗച്ഛന്ത്യ നാമയം. ഇപ്രകാരം ഭഗവത് ഭക്തിയുടെ സേവനത്തിൽ ഏർപ്പെട്ടുകൊണ്ട് ഋഷീശ്വരന്മാർ അഥവാ ഭക്തന്മാർ ഭൗതിക ലോകത്തിലെ കർമ്മഫലങ്ങളിൽ നിന്ന് മുക്തരാകുന്നു. ഇങ്ങനെ ജനന മരണ ശൃംഖലയിൽ നിന്ന് മോചിതരായി അവർ ദൈവസന്നിധിയിൽ എത്തിച്ചേർന്ന് സകല കഷ്ടതകൾക്ക് ഉപരിയായ ആ അവസ്ഥയിൽ എത്തിച്ചേരുന്നു. അപ്പോ ഭഗവാൻ ഇവിടെ ഋഷികൾക്കായാലും ഭക്തന്മാർക്കും വേറെ ഒരു ലോകം ഒന്നും ഉണ്ടാക്കി കൊടുത്തിട്ടില്ല. എല്ലാവർക്കും ഒരേ ഭൂമിയെ തന്നെ അല്ലെ, ഇവിടെ തന്നെ നിന്നുകൊണ്ട്, കർമ്മഭൂമിയാണ്, ഇവിടെ തന്നെ നിന്നുകൊണ്ടാണ് എല്ലാവരും കർമ്മം ചെയ്യുന്നത്. ഇവിടെ എങ്ങനെയാണ് അവർക്കൊക്കെ ഉന്നത ആ അവസ്ഥയിലേക്ക് എത്താൻ പറ്റുന്നത്, അങ്ങനെ ഒരു അതീന്ദ്രിയമായ അവസ്ഥയിലേക്ക് എത്താൻ പറ്റുന്നത്, അവരെങ്ങനെയാണ് ചെയ്യുന്നത്, അവരെങ്ങനെയാണ് ഭഗവത് ഭക്തിയിൽ ഏർപ്പെട്ടുകൊണ്ട് അവരെല്ലാം സ്വയം ഭഗവാനെ സമർപ്പിച്ചുകൊണ്ട് കർമ്മഫലത്തിൽ ആസക്തി ഇല്ലാതെ ഇഹലോകത്തിൽ തന്നെ അവർ മുക്തി നേടാൻ, അവർക്ക് ഇനി വേറെ ലോകം വേണ്ട, അത് ഈ അവസ്ഥയിൽ, അതാ പറയുന്നത് ഭൗതികതയിൽ നിന്നുകൊണ്ട് നമുക്ക് ആധ്യാത്മികതയിലേക്ക് ഉയരാൻ സാധിക്കും. നമുക്കത് ഇവിടെ തന്നെ ഈ ഇഹലോകത്തിൽ തന്നെ അത് സാധിക്കും. അതുകൊണ്ടാണ് പറയുന്നത് ഋഷീശ്വരന്മാരായിക്കോട്ടെ ഭക്തന്മാരും ഇതാണ് ചെയ്യുന്നത്. കാരണം എന്താണ്, അവർക്കറിയാം എങ്ങനെയാണ് നമ്മൾ ആ കർമ്മ ബന്ധനത്തിൽ നിന്ന്, ഈ 3 ഗുണങ്ങളിൽ നിന്ന്, കർമ്മഫലത്തിൽ നിന്ന് നമുക്ക് എങ്ങനെയാണ് ഒഴിഞ്ഞു നിൽക്കേണ്ടതെന്ന് അവർക്കറിയാം. അങ്ങനെ അവരെന്താണ് ഈ ജനന മരണ കാരണം ജനന മരണം എന്തിനാണ്, ഇപ്പൊ നമ്മളിപ്പോ മരിച്ചു കഴിഞ്ഞാൽ നമുക്ക് വീണ്ടും ജനിക്കേണ്ട ആവശ്യം എന്താണ്, അത് അനുഭവിക്കാനാണ്. നമുക്ക് നല്ലത് ചെയ്താലും ചീത്തത് ചെയ്താലും അത് അനുഭവിക്കേണ്ടത്, അതുകൊണ്ടാണ് നമ്മൾ വരുന്നത്. പക്ഷെ അതിന്റെ കർമ്മ ഫലത്തിലെ ആസക്തി ഇല്ലാതെ എല്ലാം ഭഗവാനെ സമർപ്പിച്ചു കഴിഞ്ഞാൽ പിന്നെ എവിടെയാണ് ഫലം ഉണ്ടായിരിക്കുക, അപ്പൊ നമുക്ക് വരേണ്ട ആവശ്യവും ഇല്ല. അപ്പൊ ആ ശൃംഖലയിൽ നിന്ന് നമുക്ക് മോചിതരാകാൻ കഴിയും, ഉന്നതമായ അവസ്ഥയിലേക്ക് നമുക്ക് എത്താനും കഴിയും. അതാണ് പറയുന്നത്, യഥാ തേ മോഹകലിലം ബുദ്ധിർവ്യതിതരിഷ്യതി തഥാ ഗന്താസി നിർവേദം ശ്രോതവ്യസ്യ ച ശ്രുതസ്യ ച. ബുദ്ധി വ്യാമോഹമാകുന്ന നിബിഡ വനത്തെ പിന്നിട്ട് കഴിയുമ്പോൾ എന്താ പറയാ, കേട്ടതിനെ കുറിച്ചും കേൾക്കേണ്ടതിനെ കുറിച്ചും നീ സദാ ഉദാസീനായി തീരും എന്ന് ഭഗവാൻ പറയാണ്. അപ്പൊ ഇവിടെ എന്താ പറയുന്നത്, ആ മോഹകലിലം, അതായത് മോഹകലിലം എന്ന് പറയുന്നത് ആ മോഹത്തിന്റെ കാട്, അതായത് ഇപ്പൊ കാട്, സാന്ദ്രമായ ആ ഒരു കാടിനെ കുറിച്ചാണ് പറഞ്ഞത്. അതായത് നമുക്ക് മോഹം അല്ലെ, നമുക്ക് എന്താണ് അതായത് ഞാൻ ഈ ശരീരമാണ് എന്നുള്ള തെറ്റായ ധാരണ, നമുക്ക് ഒരുപാട് വസ്തുവിനോടായിരിക്കാം, വ്യക്തികളോടായിരിക്കാം, എന്തിനോടും നമുക്കൊരു ആ അറ്റാച്ച്മെന്റ്, ഒരു ആസക്തി ഉണ്ട്. അതാണ് ഈ മോഹം എന്ന് പറയുന്നത്. ഈ മോഹമാണ് നമ്മളിവിടെ പിടിച്ചു വെക്കുന്നത് അല്ലെ. അപ്പൊ ആ മോഹത്തിൽ നിന്ന് എന്താണ് വരുന്നത്, വ്യാമോഹം. അതായത് ഇപ്പൊ ഞാനൊന്ന് ചിന്തിക്കുകയാണ്, എനിക്ക് ഒരു വസ്തു നഷ്ടപ്പെട്ടാൽ എനിക്ക് പിന്നെ സന്തോഷമായിട്ട് ഇരിക്കാൻ കഴിയില്ല എന്ന് ചിന്തിക്കുന്ന ഒരു അവസ്ഥയിലേക്ക് നമ്മൾ എത്തുമ്പോൾ എന്താണത്,
വ്യാമോഹത്തിലേക്ക്. അതായത് മോഹം എന്ന് പറയുമ്പോൾ ആ വസ്തുവിനോടുള്ള ആഗ്രഹം. അതായത് ഈ വസ്തു എന്റെ കയ്യിലുണ്ടെങ്കിൽ ഞാൻ സന്തോഷമായിട്ട് എനിക്ക് ജീവിക്കാൻ പറ്റും. പക്ഷെ അത് നഷ്ടപ്പെട്ടു കഴിഞ്ഞാലോ എനിക്കതിൽ സന്തോഷം. അതായത് തെറ്റായ ഒരു അവസ്ഥ, തെറ്റിദ്ധരിക്കുന്ന ഒരു അവസ്ഥ എന്താണ് വ്യാമോഹം. അതാ പറയുന്നത് ആ വ്യാമോഹമാകുന്ന ആ നിബിഡ വനം, അത്രയും സാന്ദ്രമായ ആ കാട്ടിൽ എന്താണ് ബുദ്ധി കൊണ്ട് നമുക്ക് എന്താണ് പിന്നിട്ട് കഴിയുമ്പോൾ എന്താണ് കേട്ടതിനെ കുറിച്ചും കേൾക്കേണ്ടതിനെ കുറിച്ചും, അതായത് ആ ഭൗതികമായ സുഖങ്ങളെ കുറിച്ചും, അതായത് ഭൗതികമായിട്ടുള്ള ആ ഒരു ആഗ്രഹങ്ങളെ കുറിച്ചുള്ള നമ്മൾ എന്ത് കേട്ടോ, ഇനി എന്ത് കേൾക്കാനിരിക്കുന്നോ അതിൽ നിന്നെല്ലാം നമുക്ക് ഉദാസീനനായി ഇരിക്കാൻ പറ്റും. പക്ഷെ ഇതിനൊക്കെ എന്താ വേണ്ടത്? നമുക്ക് നമ്മുടെ ആ ബുദ്ധി, അതായത് നമുക്കറിയാം മനസ്സിനെ നിയന്ത്രിക്കുന്നത് എന്താണ്? എപ്പോഴും ബുദ്ധി ആയിരിക്കണം. പക്ഷെ അല്ല എങ്കിൽ, മനസ്സാണ് ബുദ്ധിയെ നിയന്ത്രിക്കുന്നതെങ്കിൽ പിന്നെന്താണ്, നമ്മുടെ ഇന്ദ്രിയങ്ങളെല്ലാം തോന്നിയ വഴിക്ക് ഓടും. നമ്മൾ ആ കുതിരകളുടെ കഥ നോക്കിയല്ലേ, നമ്മൾ മനസ്സിലാക്കിയിട്ടുണ്ട്. ആദ്യത്തെ ലെവലിൽ എന്താണ്, 5 കുതിരകൾ നമ്മുടെ 5 ഇന്ദ്രിയങ്ങളാണ്. അതിനെ ആ 5 എന്താണ്, കടിഞ്ഞാൺ എന്താകുന്നു? മനസ്സാകുന്നു. അതിനെ പിടിച്ചാരിയിരിക്കണം, ബുദ്ധി ഇരിക്കണം. അത് തേരാളിയാണ്. ആ തേരാളി മനസ്സാകുന്ന കടിഞ്ഞാണത്തെ പിടിച്ചില്ലെങ്കിൽ എന്താ സംഭവിക്കുക? ആ കടിഞ്ഞാണ് എന്താ പറയാ, നമ്മൾ വിട്ട് കഴിഞ്ഞാല് കുതിരകളെല്ലാം തന്നിഷ്ടത്തിന് അത് പോയിക്കൊണ്ടിരിക്കും. അപ്പൊ എന്താണ്, 5 ഇന്ദ്രിയങ്ങൾ തോന്നിയ വഴിക്ക് ഓടും. അപ്പൊ എന്താണ്, ആ തേരിന് എന്ത് സംഭവിക്കും? അത് എന്താണ്, ആ തേരെല്ലാം എന്താ പറയാ ബുദ്ധിമുട്ടായിരിക്കും അതിൽ യാത്ര ചെയ്യുന്ന ആ ഒരു ആത്മാവിനെ. തേരെന്ന് പറയുന്നത് നമ്മുടെ ശരീരമാകുന്നു. അപ്പൊ അതിന്റെ ഉള്ളിൽ യാത്ര ചെയ്യുന്ന എന്താണ്? ആത്മാവ്. അപ്പൊ എപ്പോഴും ബുദ്ധിയുടെ കയ്യിലായിരിക്കണം മനസ്സ്, അല്ലാതെ മനസ്സിന്റെ കയ്യിലായിരിക്കാൻ പാടില്ല ബുദ്ധി. അത് നമ്മൾ അറിയണം. അതാണ് പറയുന്നത്. അങ്ങനെ ആ ഒരു അവസ്ഥയിൽ എന്താണ്, നിനക്ക് ബുദ്ധി കൊണ്ട് നീ എല്ലാം നിയന്ത്രിച്ചു, വ്യാമോഹത്തെ നിനക്ക് നിയന്ത്രിക്കാൻ കഴിയും. അപ്പൊ എന്താണ്, ഉദാസീനനായിരിക്കും. കേൾക്കുന്നതിനെ കുറിച്ചും ഇനി കേട്ടതിനെ കുറിച്ചും, നീ എന്തൊക്കെ കേട്ടോ, ഭൗതികമായിട്ടുള്ള ആഗ്രഹങ്ങളെ കുറിച്ച് എന്തെല്ലാം കേട്ടോ, അതിനെ കുറിച്ചായാലും ഇനി കേൾക്കാനിരിക്കുന്നതിനെ കുറിച്ചും നീ ഉദാസീനനായിരിക്കും എന്ന് ഭഗവാൻ പറഞ്ഞു കൊടുക്കണം. അതായത് ഭൗതിക തലത്തിൽ നമ്മൾ എന്തെല്ലാം കേട്ടോ അതെല്ലാം, അതിനെക്കുറിച്ച് ഇനി കേൾക്കാനിരിക്കുന്നതിനെ കുറിച്ചും ഭഗവാൻ പറഞ്ഞു കൊടുക്കണം. ശ്രുതി വിപ്രതിപന്നായേ യഥാസ്തസ്യ നിശ്ചല സമാധാവചലോ ബുദ്ധിസ് തഥാ യോഗം അവാപ്സ്യസി. ഇപ്പൊ ഭഗവാൻ പറയുന്നു, എപ്പോൾ നിന്റെ മനസ്സ് വേദങ്ങളുടെ അലങ്കൃത വാക്യങ്ങൾക്ക് വശപ്പെടാതെ ആ ആത്മസാക്ഷാത്കാരത്തിനായി ഉറച്ചു നിൽക്കുന്നുവോ, അപ്പോൾ നീ ദിവ്യബോധം കഴിഞ്ഞവനാകുന്നു. അതായത് വേദങ്ങൾ എന്ന് പറയുമ്പോൾ അതിൽ ഞാൻ പറഞ്ഞു നേരത്തെ കർമ്മകാണ്ഡങ്ങൾ, അതായത് ഇന്നത് ചെയ്ത ഇന്നത് കിട്ടും, ഇന്നത് ചെയ്ത ഇന്നത് കിട്ടും, അത് നമ്മളെ മോഹിപ്പിക്കുകയാണ്. കാരണം അത് മോഹിപ്പിക്കുന്നതല്ല, കാരണം എല്ലാവർക്കും നമ്മൾ പറഞ്ഞ പോലെ തന്നെ എല്ലാവർക്കും ഭക്തിയിലേക്ക് വരാൻ ബുദ്ധിമുട്ടായിരിക്കും. പക്ഷെ കുറച്ച് കർമ്മത്തിൽ ഇങ്ങനെ കർമ്മം ചെയ്തുകൊണ്ട് പിന്നീട് എന്താണ്, നമുക്ക് നമ്മുടെ മനസ്സും ബുദ്ധിയെ ശുദ്ധീകരിച്ചുകൊണ്ട് നമുക്ക് ഭക്തിയിലേക്ക് കിടക്കാം. അപ്പൊ നമുക്ക് നമ്മുടെ പ്രയത്നം ഇല്ലാതെ തന്നെ ഇതൊക്കെ നമ്മളിൽ നിന്ന് വിട്ടുപോകും. അപ്പൊ ചിലർക്ക് എങ്ങനെയാണ് പറയുന്നത്, എപ്പോഴാണോ നീ ആ വേദങ്ങളുടെ അലങ്കൃത വാക്യങ്ങൾ, അതായത് ആ വേദങ്ങളുടെ ആ ഫ്ലവറി ലാംഗ്വേജ് എന്ന് പറയും നമ്മള്, അപ്പൊ അതിന് നമ്മൾ വശപ്പെടാതെ, വേദങ്ങൾ ഇരിക്കുന്നത് എന്താണ്, നമുക്ക് അൾട്ടിമേറ്റ്ലി, അതായത് നമ്മളെ എന്താ പറയാ ഭഗവാനിലേക്ക് നയിക്കാനാണ് വേദങ്ങൾ ഉള്ളത്. പക്ഷെ നമ്മൾ ആ വേദങ്ങളുടെ ആ കർമ്മകാണ്ഡ എന്നുള്ള ആ ഒരു ഇതിൽ മാത്രം നമ്മൾ കുടുങ്ങിയിട്ട്, അതിൽ മാത്രം ഇന്നത് ചെയ്ത ഇന്നത് കിട്ടും എന്നുള്ള ആ ഒരു അതിൽ തന്നെ ആഗ്രഹിച്ച് നിൽക്കുമ്പോ എന്താണ്, നമുക്ക് മുന്നോട്ട് യാത്ര പോകാൻ പറ്റില്ല. അതാണ്, അതിൽ വശപ്പെടാതെ ആത്മസാക്ഷാത്കാരത്തിനായി ഉറച്ചു നിൽക്കുന്നുവോ, എപ്പോഴാണോ നീ ആത്മസാക്ഷാത്കാരത്തിന് വേണ്ടി കൃഷ്ണന് വേണ്ടി സമർപ്പിച്ച്, കൃഷ്ണന്റെ എന്റെ ബന്ധം എന്താന്ന് മനസ്സിലാക്കി ആ ശാശ്വത ബന്ധത്തിന് വേണ്ടി സമർപ്പിക്കുമ്പോ എന്താണ്, അപ്പോൾ നീ ദിവ്യബോധം കൈവരിച്ചു കഴിഞ്ഞു എന്ന് ഭഗവാൻ പറയുന്നു. ഇനിയിപ്പോ സ്ഥിതപ്രജ്ഞന്റെ കാര്യങ്ങളാണ് അർജുനൻ ചോദിക്കാണ്. സ്ഥിതപ്രജ്ഞസ്യ കാ ഭാഷ സമാധിസ്ഥസ്യ കേശവ സ്ഥിതീ കിം പ്രഭാഷേത കിമാസീത വ്രജേത കിം. ഇവിടെ പറയുന്നു, അർജുനൻ ചോദിക്കാണ്, അല്ലയോ കൃഷ്ണ, ദിവ്യബോധം, ഇപ്പൊ ഭഗവാൻ പറഞ്ഞില്ലേ നിനക്ക് ഇങ്ങനെയൊക്കെ ചെയ്യുമ്പോ എന്താണ്, ബോധാവസ്ഥയിലേക്ക് നിനക്ക് എത്താൻ കഴിയുമെന്ന് പറഞ്ഞു. അപ്പൊ അങ്ങനെ ബോധാവസ്ഥയിൽ എത്തിയ ഒരാളുടെ ലക്ഷണങ്ങളൊക്കെ എന്തായിരിക്കും, അദ്ദേഹം എന്ത് ചെയ്യും? അപ്പൊ അതിനെ ചോദിക്കുകയാണ്, ബോധാവസ്ഥനായ ആ വ്യക്തിയുടെ ലക്ഷണങ്ങൾ എന്തായിരിക്കും, അദ്ദേഹത്തിന്റെ ഭാഷ എന്താണ്, സംസാരിക്കുന്നത് എങ്ങനെയാണ്, ഇരിപ്പും നടപ്പും ഒക്കെ എങ്ങനെയായിരിക്കും, ഇതൊക്കെ ആരാ ചോദിക്കുന്നത്? അർജുനൻ ചോദിക്കുകയാണ്. അവരുടെ ആ ഒരു രീതികൾ എന്തൊക്കെയായിരിക്കും എന്നൊക്കെ അർജുനൻ ചോദിക്കുകയാണ്. അതായത് ഇപ്പോ പറയുന്നു ഭഗവാൻ, ഇപ്പോ പ്രജാഹാതി യഥാ കാമാൻ സർവാൻ പാർത്ഥ മനോഗതാൻ ആത്മന്യേവാത്മനാ തുഷ്ട സ്ഥിതപ്രജ്ഞസ്തദോച്യത്തെ. ഭഗവാൻ പറയാണ്, പാർത്ഥ കൽപ്പിതങ്ങളാൽ ഉണ്ടാക്കുന്ന നാനാവിധത്തിലുള്ള ഐന്ദ്രിയ ആകാംക്ഷകളെ ത്യജിച്ചവൻ. അതായത് മനക്കൽപിതം എന്ന് പറയുമ്പോൾ നമ്മുടെ മനസ്സുകൊണ്ട് അതായത് നമ്മൾ ഇമാജിൻ ചെയ്യാന്ന് പറയില്ലേ, നമ്മൾ അങ്ങനെ സങ്കല്പിച്ചുകൊണ്ട് നമ്മൾ ഉണ്ടാക്കുന്ന ആ ഇന്ദ്രിയ വിഷയങ്ങളെ
ത്യജിക്കുന്നതോടൊപ്പം മനസ്സ് ശുദ്ധീകരിക്കപ്പെടുകയും ആത്മാവിൽ തന്നെ സംതൃപ്തി കൊള്ളുകയും ചെയ്യുമ്പോൾ ഒരാൾ സ്ഥിതപ്രജ്ഞൻ എന്ന് പറയപ്പെടുന്നു. അപ്പോ നമുക്കിപ്പോ എങ്ങനെയാണ് ഇപ്പൊ ഒരു ആഗ്രഹം, അതായത് നമ്മളിപ്പോ എന്തെങ്കിലുമൊക്കെ ഒരു കർമ്മം ചെയ്യുന്നത് എങ്ങനെയാണ്, നമ്മുടെ മനസ്സിൽ ആദ്യം ഒരു ആക്ഷൻ വരുന്നിട്ട് മുന്നേ, കർമ്മം ചെയ്യുന്നിട്ട് മുന്നേ നമ്മൾ എന്താണ് അതിനെക്കുറിച്ച് ചിന്തിക്കും, മനസ്സിൽ നമ്മൾ ചിന്തിക്കും, എന്നിട്ടാണ് അത് നമ്മൾ പ്രാവർത്തികമാക്കുന്നത്. അപ്പൊ അതാണ് മനക്കൽവിതങ്ങളാൽ ഉണ്ടാകുന്നത്. നമ്മൾ മനസ്സിൽ ഇങ്ങനെ ആലോചിച്ച് ഉണ്ടാക്കുന്ന ആ നാനാവിധത്തിലുള്ള ഇന്ദ്രിയ സുഖങ്ങൾ, ഇന്ദ്രിയ വിഷയങ്ങൾ അല്ലെ, എനിക്ക് ഒരു വീട് വേണം, കാറ് വേണം, ഞാൻ അങ്ങനെ ചെയ്യണം, ഞാൻ അവിടെ ചെയ്യണം, ഞാൻ അവിടെ പോകണം, ഇവിടെ പോകണം, ഇങ്ങനെയുള്ള പല പല ആഗ്രഹങ്ങൾ, നാനാവിധ നമ്മുടെ ഇന്ദ്രിയങ്ങളെ എങ്ങനെയൊക്കെ നമുക്ക് സന്തോഷിപ്പിക്കാൻ കഴിയും എന്നുള്ള ആ ഒരു ഇന്ദ്രിയാകാംക്ഷകളെ ത്യജിക്കുന്നതോടൊപ്പം തന്നെ, വെറുതെ ത്യജിക്കാൻ പറ്റില്ല, കാരണം എന്താ വെച്ചാൽ ഇന്ദ്രിയങ്ങൾക്ക് വെറുതെ ഇരിക്കാൻ പറ്റില്ല, അത് മനസ്സായാലും അതിന് വെറുതെ ഇരിക്കാൻ പറ്റില്ല. അപ്പൊ അതിന് എന്തെങ്കിലും എൻഗേജ് ചെയ്യണം, അതിന് നമ്മൾ എന്താ പറയുക, ഒരു ജോലി കൊടുക്കണം. എന്താണ് കൊടുക്കുക? അപ്പൊ ഭഗവാന്റെ കാര്യങ്ങളിലേക്ക് നമ്മൾ തിരിച്ചു കഴിഞ്ഞാൽ എന്താണ്, സ്വാഭാവികമായിട്ടുള്ള ഈ മനോകൽപിതമായിട്ടുള്ള ആ നാനാ വിഷയങ്ങളുള്ള ആ ഇന്ദ്രിയ വിഷയങ്ങളൊക്കെ നമ്മളിൽ നിന്ന് ദൂരെയാകും. കാരണം എന്താണ്, അതിനെ നമ്മൾ വേറൊരു ഉയർന്ന അവസ്ഥയിലേക്ക് നമ്മൾ ആ മനസ്സിനെ, ഇന്ദ്രിയങ്ങളെ എത്തിച്ചു കഴിഞ്ഞു. അതുകൊണ്ടാണ്. അപ്പൊ അങ്ങനെ ശുദ്ധീകരിക്കപ്പെടുകയും ആത്മാവിൽ തന്നെ സംതൃപ്തി കൊള്ളുകയും ചെയ്യുന്നു. അപ്പോ ഈ ഭഗവാന്റെ കാര്യങ്ങൾ ചെയ്യുമ്പോൾ എന്താ സംഭവിക്കുക? നമുക്കൊരു ആത്മസംതൃപ്തി ഉണ്ടായിരിക്കും. കാരണം അതാണ് ആത്മാവിന്റെ തലത്തിൽ കിട്ടുന്ന ആനന്ദം എപ്പോഴും ശാശ്വതമാണ്. അപ്പൊ ആത്മാവിന്റെ തലത്തിൽ മാത്രമാണ് നമുക്ക് പരിപൂർണമായ ആ സന്തോഷം, സംതൃപ്തി എല്ലാം നേടിയെടുക്കാൻ പറ്റും. ബാക്കിയെല്ലാം എന്താണ്, ചഞ്ചലമാണ്, ശാശ്വതമല്ല. അത് ഇന്നുണ്ടെങ്കിൽ നാളെ ഇല്ല. അതേ ഒരു സുഖം. ഇപ്പൊ നമുക്കൊരു വീട് വെച്ചു, നമ്മൾ വിചാരിക്കുന്നു ഞാനൊരു വീട് വെച്ച് വളരെ സന്തോഷിക്കുന്നു. പക്ഷെ വീട് വെച്ച് കഴിഞ്ഞ് ഒരു ഒരു 1-2 വർഷം കഴിയുമ്പോൾ ആ വീടിനോടുള്ള ഇഷ്ടം പോയി കിട്ടി. പിന്നെ ഒരു കാറ് വാങ്ങും, നമ്മൾ വിചാരിക്കും കാറ് വാങ്ങണം, കാറ് കിട്ടിയാൽ ഞാൻ വളരെ സന്തോഷിക്കും എന്ന് ചിന്തിക്കും. കാറ് വാങ്ങി, നമുക്ക് ഇഷ്ടപ്പെട്ട ഒരു കാറ് തന്നെ ആയിക്കോട്ടെ, വാങ്ങും. പക്ഷെ 1 വർഷം, 2 വർഷം, 3 വർഷം ആകുമ്പോഴത്തേക്കും അതിനോടുള്ള ആ ഇഷ്ടം തീർന്നു, അതിൽ ആ ഒരു സംതൃപ്തി അത് നമുക്ക് അവസാനിച്ചു. കാരണം എന്താണ്, അത് ഭൗതികമായിട്ടുള്ള ഇതാണ്. കാരണം അതിലപ്പുറം ചിന്തിക്കും മനസ്സ്, അതാണ് പറയുന്നത്. പക്ഷെ നേരെ മറിച്ച് നമുക്ക് ഭഗവാന്റെ കാര്യങ്ങൾ അങ്ങനെയല്ല. അവിടെ നമുക്ക് കിട്ടുന്നത് ആത്മസംതൃപ്തിയാണ്. അതാണ് ആത്മാവിന്റെ തലത്തിൽ, അത് ശാശ്വതമാണ്. അത് ഭഗവാന്റെ വീണ്ടും വീണ്ടും കേൾക്കണം, വീണ്ടും വീണ്ടും ചെയ്യണം എന്നുള്ള ആഗ്രഹം വരും ഭഗവാന്റെ കാര്യം. അപ്പൊ അങ്ങനെയുള്ള ഒരു വ്യക്തി അപ്പൊ ഭഗവാൻ പറയുന്നു സ്ഥിതപ്രജ്ഞൻ എന്ന് പറയപ്പെടുന്നു. ദുഃഖേഷു, അപ്പൊ ആ അദ്ദേഹത്തിന്റെ വീണ്ടും സ്വഭാവങ്ങളെ കുറിച്ച് ഭഗവാൻ പറയാണ്. ഇതിൽ നിന്ന് നമുക്കും മനസ്സിലാക്കാം നമ്മൾ എങ്ങനെയുള്ള ഉണ്ടോ, ഈ അവസ്ഥയിൽ നമുക്ക് എത്താൻ പറ്റുന്നുണ്ടോ, നമ്മൾ ആ അവസ്ഥയിലേക്ക് പ്രയത്നിക്കുന്നുണ്ടോ എന്നൊക്കെ നമുക്കും നോക്കാം. ഭഗവാൻ പറയുന്നു ദുഃഖേഷു അനുദ്വിഗ്ന മനാഹ സുഖേഷു വിഗത സ്പൃഹ വീതരാഗ ഭയക്രോധ സ്ഥിതധീർമുനി രുച്യതേ. അപ്പൊ സ്ഥിതധീർമുനി, അതിനെ കുറിച്ചാണ് പറയുന്നത് ഭഗവാൻ. സ്ഥിതധീർമുനി എന്ന് പറയുമ്പോൾ എന്താണ്, ത്രിവിധ ക്ലേശങ്ങൾക്കും നടുവിലും, നമുക്കറിയാം 3 ക്ലേശങ്ങൾ, ആധ്യാത്മിക, ആദിദൈവിക, ആദിഭൗതിക. 3 ക്ലേശങ്ങൾക്ക് നടുവിലും മനസ്സ് പ്രക്ഷുബ്ധമാവാതെ, അപ്പൊ മനസ്സിനെ ഒരു തരത്തിലും അസ്വസ്ഥരാകാൻ വിടാതെ, സുഖത്തിൽ അമിതമായി സന്തോഷിക്കാതെ, ആസക്തി, ഭയം, ക്രോധം ഇവയിൽ നിന്ന് വിമുക്തനാവുകയും ഇരിക്കുന്ന, അതായത് ഇപ്പോ ആസക്തി എന്ന് പറഞ്ഞാൽ എന്താണ്, നമ്മുടെ മനസ്സിൽ നമ്മളിങ്ങനെ ആലോചിച്ച് നമുക്കൊരു വിഷയത്തെ കുറിച്ച് നമ്മൾ ചിന്തിച്ച ഒരു ആസക്തി വരണം. അതിനെ നമ്മൾ ചിന്തിക്കാണ്ട് നമുക്ക് ആ വിഷയത്തെ കുറിച്ച് ആസക്തി വരില്ല. അപ്പൊ ആദ്യം നമ്മൾ ചിന്തിക്കുന്നു, പിന്നീട് നമുക്കൊരു ആസക്തി വരുന്നു. ആസക്തി, പിന്നെ നമുക്ക് ഭയം എപ്പോഴും ഉണ്ട് അല്ലെ. കാരണം എന്താണ്, നമ്മൾ ആശ്രിതരല്ല. അതായത് നമ്മൾ ആശ്രയിക്കേണ്ടത് ആരെയാണ്? ഭഗവാനെയാണ്. നമ്മൾ എപ്പോഴും ആശ്രയിക്കേണ്ടത് ഭഗവാനെ. ഭഗവാനെ നമ്മൾ ആശ്രയിച്ചില്ലെങ്കിൽ നമ്മുടെ ജീവിതത്തിൽ എപ്പോഴും ഒരു ഭയം ഉണ്ടായിരിക്കും. അത് എന്തിന്റെയെങ്കിലും ആയിരിക്കും. അത് ഏറ്റവും കൂടുതൽ ഭയം എന്ന് പറയുമ്പോൾ നമുക്ക് മരണത്തിന്റെയാണ്. മരണഭയം എങ്ങനെ സംഭവിക്കും, എപ്പോ സംഭവിക്കും, നമുക്കൊന്നും അറിയില്ല. അതേപോലെ പല രീതിയിലുള്ള ഭയം നമുക്ക് ഉണ്ടാവും. അപ്പൊ ഈ ആസക്തി, അതേപോലെ ഭയം, ഈ ആസക്തിയിൽ നിന്നാണ് നമുക്ക് ക്രോധം വരുന്നത്. നമുക്കറിയാം അല്ലെ, നമ്മൾ ആ വിഷയത്തെക്കുറിച്ച്, ഏതെങ്കിലും ഒരു ഇന്ദ്രിയ വിഷയത്തെക്കുറിച്ച് ചിന്തിക്കുന്നു, അത് നമുക്ക് ആസക്തിയായി മാറി, പിന്നെ അത് അമിതമായ ശക്തമായ ആഗ്രഹമായിട്ട് മാറുന്നു, പിന്നെ ക്രോധം വരുന്നു. കാരണം എന്താണ്, ആഗ്രഹം നടന്നില്ല, എന്റെ ആഗ്രഹം നടന്നില്ല എന്ന് വരുമ്പോൾ നമുക്കത് ക്രോധമായി മാറും. ഇനിയിപ്പോ നടന്നാലോ അത് ലോഭമായിട്ട് മാറും. അപ്പൊ ഈ ആസക്തിയിൽ നിന്ന് ഭയം, ക്രോധം, കാരണം ആ ആസക്തിയാണ് നമ്മൾ ഈ പേടിക്ക്. നമുക്കിപ്പോ ആസക്തി ഇല്ലെങ്കിൽ നമുക്കറിയാം ആ ശരീരം വിടാനും നമ്മൾ ത്യാഗം ചെയ്യാനും നമ്മൾ തയ്യാറാണ്. കാരണം എന്താണ്, നമുക്കറിയാം ഇത് ശാശ്വതമായ ഒന്നല്ല. അതിനു മുന്നേ നമ്മൾ എന്താണ്, ശാശ്വതമായ ആത്മാവിനെ രക്ഷപ്പെടുത്തണം എന്നുള്ള ബോധം നമുക്കുണ്ടായിരിക്കും. ഇവയിൽ നിന്ന് വിമുക്തനായും ഇരിക്കുന്ന വ്യക്തിയെ സ്ഥിതപ്രജ്ഞൻ എന്ന് പറയുന്നു. അപ്പോ സ്ഥിതപ്രജ്ഞൻ എന്ന് പറയുമ്പോൾ 3 ക്ലേശങ്ങളുടെ നടുവിലും പ്രക്ഷുബ്ധനാകുന്നില്ല, അതേപോലെ സുഖത്തിലും അമിതമായി സന്തോഷിക്കാതെ, ആസക്തി, ഭയ, ക്രോധ, വീതരാഗ ഭയക്രോധ. വീത എന്ന് പറഞ്ഞാൽ അതിൽ നിന്ന് വിമുക്തനാവുക. രാഗ ഭയ ക്രോധ. രാഗ എന്ന് പറഞ്ഞ ആസക്തി, ഭയ എന്ന് പറയുമ്പോൾ ഭയം, ക്രോധം ദേഷ്യം. അപ്പോ ഈ വീതരാഗ ഭയ ക്രോധ, അങ്ങനെയുള്ള വ്യക്തിനെ സ്ഥിതപ്രജ്ഞ എന്ന് പറയുന്നു ഭഗവാൻ. സർവത്ര
या सर्वत्र न विस्नेहस् തത്പ്രാപ്യ ശുഭാശുഭം നാഭിനന്ദതി ന ദ്വേഷ്ടി തസ്യ പ്രജ്ഞ പ്രതിഷ്ഠിത. ഈ ഭൗതിക ലോകത്തിൽ തനിക്ക് ലഭിക്കുന്ന നല്ലതോ ചീത്തയോ ആയ ഒന്നിനാലും ബാധിക്കപ്പെടാതെയും അവയെ പുകഴ്ത്തുകയോ പുച്ഛിക്കുകയോ ചെയ്യാതെയും വർത്തിക്കുന്നവനാണ് സമ്പൂർണ്ണ ജ്ഞാനത്തിൽ ഉറച്ചു നിൽക്കുന്നത്. അപ്പോ ഒരു സ്ഥിതധീർ മുനി അല്ലെങ്കിൽ സ്ഥിതപ്രജ്ഞൻ എന്ന് പറയുമ്പോൾ അദ്ദേഹത്തിന് ചില വേണ്ടുന്ന ക്വാളിറ്റീസ് അല്ലെങ്കിൽ യോഗ്യതകൾ, അതിന്റെ ലക്ഷണങ്ങളൊക്കെയാണ് ഇപ്പൊ ഭഗവാൻ പറഞ്ഞു കൊടുക്കുന്നത്. ഒരു സ്ഥിതധീർ മുനി അല്ലെങ്കിൽ സ്ഥിതപ്രജ്ഞൻ എന്ന് പറയുമ്പോൾ അദ്ദേഹത്തിൽ ഇങ്ങനെയുള്ള ലക്ഷണങ്ങളെല്ലാം കാണാൻ കഴിയുമോ? എന്താണ്? ഭൗതിക ലോകത്തിൽ ഇരുന്നു കൊണ്ട് തന്നെ തനിക്ക് ലഭിക്കുന്ന നല്ലതോ ആയിക്കോട്ടെ ചീത്തയോ ആയിക്കോട്ടെ, കാരണം അവർക്ക് ആ വേർതിരിക്കുന്നില്ല. ഇതിപ്പോ എനിക്ക് ഇത് കിട്ടിയാൽ നല്ലതാണ്, എനിക്ക് ഇത് വേണ്ടായിരുന്നു, ഇത് എനിക്ക് നല്ലതാണ്, അങ്ങനെയൊന്നും അവർ വേർതിരിക്കുന്നില്ല. ഒന്നും അവരെ ബാധിക്കുന്നില്ല, അവയെ പുകഴ്ത്തുകയുമില്ല. ചിലതിനെ ഇത് നല്ലത് വരുമ്പോ ഇതിനെ പുകഴ്ത്തുക, ഇനിയിപ്പോ അത് നല്ലത് സംഭവിച്ചില്ല എന്നുള്ള അവരുടെ ആ ചിന്തയിൽ ഇപ്പൊ നല്ലതല്ല എന്ന് തോന്നുമ്പോ അതിനെ പുച്ഛിക്കുന്നതും ഇല്ല. ഇങ്ങനെയുള്ള ആ പെരുമാറ്റം കാണിക്കുമ്പോ, ഇങ്ങനെയുള്ള ആ പ്രവൃത്തികൾ കാണിക്കുമ്പോ അദ്ദേഹത്തെ നമ്മൾ എന്ത് പറയും? അദ്ദേഹത്തെ നമ്മൾ സമ്പൂർണ്ണ ജ്ഞാനത്തിൽ ഉറച്ചു നിൽക്കുന്നവനാണെന്ന് നമുക്ക് പറയാം. അതിന്റെ ലക്ഷണങ്ങളാണ് ഭഗവാൻ പറഞ്ഞു കൊടുക്കുന്നത്. ഭൗതിക പരിവർത്തനങ്ങളിൽ അസ്വസ്ഥനാകാതെ, ഇപ്പൊ നമുക്കറിയാല്ലേ, അപ്പൊ ഒരു വൃക്ഷം എങ്ങനെയാണ് ഓരോ കാലാവസ്ഥയും തരണം ചെയ്യുന്നത്, അതുപോലെ ജീവിതത്തിൽ നമുക്ക് ചിലപ്പോ എന്താ പറയാ, ആദി ഭൗതിക ക്ലേശമായിരിക്കും, ചിലപ്പോ ആദി ദൈവികമായിരിക്കും, ആദി ആധ്യാത്മികമായിരിക്കും. ഇങ്ങനെയുള്ള ക്ലേശങ്ങൾ നമ്മളെ അത് ഉപദ്രവിച്ചുകൊണ്ടേയിരിക്കും, 3 ക്ലേശങ്ങൾ. പക്ഷെ അതിലൊന്നും, ആ പരിവർത്തനങ്ങളിൽ ഒന്നും തന്നെ അസ്വസ്ഥനാകാതെ നന്മ തിന്മകളുടെ എന്താ പറയാ, ആ ബാധ ഏൽക്കാതെയുള്ള ആ ഭക്തനെ കൃഷ്ണാവബോധം ഉറച്ചവനാണെന്ന് നമുക്ക് പറയാം. അപ്പൊ കൃഷ്ണാവബോധത്തിൽ ആ ഉറച്ചു നിൽക്കുന്നവൻ എന്ന് നമ്മൾ പറയണമെങ്കിൽ ഈ രീതിയിലുള്ള ആ ഗുണങ്ങൾ ഉണ്ടായിരിക്കണം. ഏത് തന്നെ വന്നാലും അസ്വസ്ഥനാകാതെ, അതിനെക്കുറിച്ചൊന്നും ചിന്തിക്കാതെ, അതിൽ അസ്വസ്ഥരാകാതെ, ബാധകളെ ഏൽക്കാതെയുള്ള ആ ഭക്തനെ ഇപ്പൊ പറയുന്നു. കൃഷ്ണനിൽ മാത്രം താല്പര്യമുള്ള ബോധത്തിൽ ഉറച്ച ഭക്തനെ ദ്വന്ദ്വങ്ങൾ ബാധിക്കുകയില്ല. അതായത് ആരാണോ കൃഷ്ണഭക്തിയിൽ മുന്നേറുന്നത്, കൃഷ്ണാവബോധത്തിൽ മുന്നേറുന്നത്, ആ കൃഷ്ണനിൽ മാത്രം, നമ്മൾ പറഞ്ഞില്ലേ ഏകേഹ കുരുനന്ദന, നമ്മുടെ ജീവിത ലക്ഷ്യം ഒന്നായിരിക്കണം. പലതുമാകുമ്പോ എന്താണ്, നമ്മുടെ അങ്ങോട്ടും ഇങ്ങോട്ടും പോകുമ്പോൾ നമ്മൾ എവിടെ എത്തിച്ചേരില്ല. അപ്പൊ കൃഷ്ണനിൽ മാത്രം താല്പര്യമുള്ള ഒരു കൃഷ്ണാവബോധത്തിൽ ഉറച്ച ഒരു ഭക്തന് എന്താ സംഭവിക്കുക? ദ്വന്ദ്വങ്ങൾ ബാധിക്കില്ല. കാരണം അറിയാം, അദ്ദേഹത്തിന് നല്ലതുപോലെ ബോധം ഉണ്ടായിരിക്കും. അപ്പൊ ഇതൊക്കെ പരിശീലനത്തിലൂടെയാണ് ഈ സ്ഥിതിയിലേക്ക് നമുക്ക് എത്താൻ പറ്റുള്ളൂ. ആ വിധത്തിലുള്ള ഒരു കൃഷ്ണാവബോധം എന്താ പറയും നമ്മള്? സമാധി. അതായത് ആ ദ്വന്ദ്വങ്ങൾ അദ്ദേഹത്തെ ബാധിക്കില്ല. നമ്മൾ സമാധി പറയില്ലേ, കണ്ണു തുറന്നാലും കണ്ണടച്ചാലും ഒരേ അവസ്ഥ അവർക്ക്. കാരണം ഭൗതികമായിട്ടുള്ള ഒരു സംഭവം അവരെ അലട്ടില്ല, ഒന്നും തന്നെ അവര് ആ മാനസിക തലത്തിൽ അവര് അതിനെ ആ രീതിയിൽ എടുക്കില്ല. കാരണം എന്താണ്? അവർക്കറിയാം. അതുകൊണ്ടാണ് സമാധി എന്ന് പറയുന്നത്. അറിയപ്പെടുന്ന ഈ തികഞ്ഞ അതീന്ദ്രിയ അവസ്ഥയിലേക്ക് ജീവാത്മാവിനെ എത്തിക്കുന്നു. അപ്പൊ അതുകൊണ്ടാണ് നമ്മുടെ ജീവിത ലക്ഷ്യം ഏകേഹ കുരുനന്ദന, ഒരൊറ്റ വഴി. അതെന്താണ്? നമുക്ക് പലതിലും ആകാൻ പാടില്ല, നമ്മൾ എവിടെ എത്തിച്ചേരില്ല. അപ്പൊ ഭഗവാനിൽ മാത്രം ശരണം പ്രാപിച്ചുകൊണ്ട് ഈ രീതിയിൽ ചെയ്യുമ്പോൾ ഭഗവാൻ പറയുന്നു, ദ്വന്ദ്വങ്ങളിൽ നിന്നൊഴിയും ആ വ്യക്തി സമാധി എന്ന അവസ്ഥയിലേക്ക് എത്താൻ വളരെ എളുപ്പമാണ്. അതാണ് പറയുന്നത്. അപ്പൊ എല്ലാത്തിന്റെയും പുറകെ എന്താണ് നമുക്ക് അറിയേണ്ടത്? ഒരു കാര്യം എന്താണ്? കൃഷ്ണാവബോധം. ആ ഭഗവാനിൽ ശരണം പ്രാപിച്ചാൽ മാത്രമേ നമുക്ക് ഇതൊക്കെ സാധിക്കുള്ളൂ. അത് നിരന്തരം പരിശീലനം, ഒരു ദിവസം 2 ദിവസം കൊണ്ടല്ല. യഥാ സംഹരതേ ചായം കൂർമോങ്കാനീവ സർവശഃ ഇന്ദ്രിയാണിന്ദ്രിയാർത്ഥേഭ്യസ് തസ്യ പ്രജ്ഞ പ്രതിഷ്ഠിത. ഒരു ഉദാഹരണം കൊടുത്തു പറയാണ് ഭഗവാൻ. അതായത് ആമ, നമുക്ക് എല്ലാവർക്കും അറിയാം, ആമ എങ്ങനെയാണ് തന്റെ അവയവങ്ങളെ തോടിനുള്ളിലേക്ക് വലിക്കുന്നത് പോലെ ഇന്ദ്രിയങ്ങളെ വിഷയങ്ങളിൽ നിന്ന് പിൻവലിക്കാൻ കഴിവുള്ളവനാണ് സ്ഥിതപ്രജ്ഞൻ. അപ്പൊ സ്ഥിതപ്രജ്ഞൻ എന്ന് പറഞ്ഞ എന്താണ്? ഈ ശ്ലോകം വളരെ ഇമ്പോർട്ടന്റ് ആണ്. അപ്പോ ഈ ആമയെ നമ്മൾ കണ്ടിട്ടുണ്ടല്ലേ, അതിന് എപ്പോഴാണ് അപായം തോന്നുന്നത്, ആ സമയത്ത് ആമേന്റെയും അതിന്റെ ഇന്ദ്രിയങ്ങളെല്ലാം ഉൾവലിക്കുന്നു. അതേപോലെ പിന്നെ എന്താണ്? ആ അപായമില്ല എന്ന് തോന്നുമ്പോൾ അത് വെളിപ്പെടുത്തുകയും ചെയ്യുന്നു. അങ്ങനെയാണ് ആ രീതിയിലായിരിക്കണം നമ്മൾ എന്ന് ഭഗവാൻ പറയുന്നു. അതായത് നമുക്ക് 5 ഇന്ദ്രിയങ്ങളുണ്ട്, 5 ഇന്ദ്രിയ വിഷയങ്ങളുണ്ട്, എല്ലാം നമുക്കറിയാം. അപ്പൊ ഈ ഇന്ദ്രിയങ്ങളുടെ വിഷയത്തിൽ നിന്ന് പിന്മാറ്റാൻ കഴിവുള്ളവനാണ് സ്ഥിതപ്രജ്ഞൻ. 5 ഇന്ദ്രിയങ്ങൾ ഏതാണ്? കണ്ണ്, മൂക്ക്, നാക്ക്, ത്വക്ക്, ചെവി. 5 വിഷയങ്ങൾ ഏതാണ്? സ്പർശ, രൂപ, ഗന്ധ, രുചി, ശബ്ദ. ഈ 5 ഇന്ദ്രിയ വിഷയങ്ങൾ. അപ്പൊ നമ്മൾ ആ ഇന്ദ്രിയങ്ങൾ, കാരണം എന്താണ്? നമ്മൾ കണ്ണുകൊണ്ട് കാണുന്നു, കണ്ണുകൊണ്ട് കണ്ടു കഴിഞ്ഞാൽ എന്താണ്? നമ്മൾ വെറുതെ ഇരിക്കുമോ? നമ്മളപ്പോ എന്താണ്? നമ്മൾ ചിന്തിച്ചു തുടങ്ങും. അജാമിളന്റെ കഥ കണ്ടില്ലേ? അജാമിളൻ എന്ത് ചെയ്തു? കണ്ടിട്ട് എന്താണ്? അതിനെക്കുറിച്ച് ഇങ്ങനെ ചിന്തിച്ചപ്പോ എന്താണ്? ആ ഒരു തീരുമാനം എടുക്കാനുള്ള ആ വിവേചന ബുദ്ധി നഷ്ടപ്പെട്ടു അദ്ദേഹത്തിന്. അങ്ങനെയാണ് നമ്മളിങ്ങനെ വീണു പോകുന്നത്.
അപ്പൊ അതുകൊണ്ടാ പറയുന്നത് ഇന്ദ്രിയങ്ങളെ അതിന്റെ വിഷയത്തിൽ നിന്ന് പിൻവലിക്കാൻ. അതായത് ഒരു ഭക്തൻ ആ കഴിവുണ്ടായിരിക്കും. എപ്പോഴാണ് ഒരു ഡേഞ്ചർ, അപായം എന്ന് തോന്നുന്നത്, ആ അപായത്തിൽ എന്താണ്, ആ ഇന്ദ്രിയങ്ങൾ ഇല്ലാതില്ല, ഭക്തൻ ഇന്ദ്രിയങ്ങൾ ഇല്ലാതില്ല, ഭക്തനും ഇന്ദ്രിയങ്ങളുണ്ട്. പക്ഷെ അദ്ദേഹത്തിന് അറിയാം എവിടെ ഉപയോഗിക്കണം, എവിടെ ഉപയോഗിക്കാൻ പാടില്ല എന്നുള്ള നല്ല ബോധം ഉണ്ടായിരിക്കും. അപ്പൊ ഒരു ആമയാണ് ഉദാഹരണം കൊടുത്ത് പറയുന്നത്. അപ്പൊ ആമയെ പോലെ നമ്മൾ ആ രീതിയിൽ അപായം തോന്നുമ്പോൾ നമ്മുടെ ഇന്ദ്രിയങ്ങളെ ഉൾവലിക്കുക, ഇനി അല്ല അപായം ഒന്നും ഇല്ല എന്ന് തോന്നുമ്പോൾ നമുക്കതിനെ വെളിപ്പെടുത്തുകയും ചെയ്യുക. അങ്ങനെയാണ്. അപ്പൊ ഇച്ഛാനുസരണം ഇന്ദ്രിയങ്ങളെ നിയന്ത്രിക്കാനുള്ള ഒരു കഴിവാണ് യോഗിയുടെ, ഭക്തന്റെയും ആത്മജ്ഞാനിയുടെയും ഒരു ലക്ഷണം. അപ്പൊ ഒരു ഭക്തൻ എന്ന് പറയുമ്പോൾ, ഒരു ആത്മജ്ഞാനി എന്ന് പറയുമ്പോൾ, അല്ലെങ്കിൽ ഒരു യോഗി എന്ന് പറയുമ്പോൾ അദ്ദേഹത്തിന്റെ വേണ്ടുന്ന ലക്ഷണം എന്ന മെയിൻ ആയിട്ടുള്ള ഒരു ലക്ഷണം എന്താണ്? ഇന്ദ്രിയങ്ങളെ എങ്ങനെ ഉപയോഗിക്കണം, എവിടെ ഉപയോഗിക്കണം എന്നുള്ള നല്ല നിശ്ചയദാർഢ്യം അദ്ദേഹത്തിന്, നല്ല ഒരു ബോധം ഉണ്ടായിരിക്കും അദ്ദേഹത്തിന്. അപ്പൊ അതാ പറയുന്നത്, സുഖാനുഭോഗങ്ങൾ ചുരുക്കി ആ വിധി നിഷേധങ്ങളെ അനുസരിക്കാൻ കഴിയാത്തവർക്ക് കൃഷ്ണാവബോധത്തിൽ ഉറച്ചു നിൽക്കാനാവില്ല. അപ്പൊ അതാണ് പറഞ്ഞത്. അപ്പൊ എന്താണ്, ആർക്കാണോ ഈ സുഖഭോഗങ്ങളെ അനുഭവിക്കാൻ ഒരുപാട് കൊതിയുള്ളത്, അതിനൊന്നും ചുരുക്കാൻ പറ്റുന്നില്ല, എനിക്ക് എന്റെ ഇഷ്ടാനിഷ്ടങ്ങളെ ഒന്നും വിടാൻ പറ്റുന്നില്ല, എനിക്ക് ഒരുപാട് ആഗ്രഹങ്ങളുണ്ട്, അങ്ങനെയൊക്കെ ചിന്തിക്കുന്ന ആൾക്കാർക്ക് പിന്നെ ഭഗവാന്റെ ആ വിധി നിഷേധങ്ങളെ അനുസരിക്കാൻ കഴിയുക. നമ്മൾ പറഞ്ഞില്ലേ, നമുക്കൊരു ഏത് യോഗമായാലും നമുക്ക് എന്താണ് ആദ്യം വേണ്ടത്? നമുക്ക് എന്താണ് നിയമങ്ങൾ അല്ലെ? യമ എന്ന് പറയുമ്പോൾ അനുസരിക്കേണ്ട ചില നിയമങ്ങളും പിന്നെ പരിശീലിച്ചെടുക്കേണ്ട ചില ശീലങ്ങളൊക്കെ ഉണ്ട്. ആ വിധി നിഷേധങ്ങളെയൊക്കെ നമുക്ക് അനുസരിക്കാൻ പറ്റുന്നില്ലെങ്കിൽ നമുക്ക് തീർച്ചയായിട്ടും കൃഷ്ണാവബോധത്തിൽ ഉറച്ചു നിൽക്കാൻ പറ്റില്ല. നമുക്കതൊക്കെ തോന്നും, ഇഷ്ടം തോന്നും, വരും. പക്ഷെ നമുക്കതിൽ ഉറച്ചു നിൽക്കാൻ കഴിയാത്ത എന്താണ്? നമ്മുടെ ആ ആഗ്രഹങ്ങളാണ്. കാരണം സുഖഭോഗങ്ങളുടെ ആ ആസക്തിയിൽ നമ്മൾ പരിഭ്രാന്തരാകാണ്. അതുകൊണ്ട് നമുക്കത് സാധിക്കില്ല. കൃഷ്ണാവബോധമുള്ളവർക്ക് എന്താണ് സംഭവിക്കുക? ഇന്ദ്രിയങ്ങളെ ഭഗവത് സേവനത്തിന് വേണ്ടുന്ന പ്രത്യേക ആവശ്യങ്ങൾക്കായി ഉപയോഗപ്പെടുത്തുന്നു, മറ്റു സന്ദർഭങ്ങളിൽ ഉൾവലിക്കുന്നു. അപ്പോ നമുക്ക് ചിന്തിക്കപ്പോ ഭക്തന്മാർക്ക് എന്താ ഭഗവാൻ ഇന്ദ്രിയങ്ങൾ കൊടുത്തിട്ടില്ലേ? കൊടുത്തിട്ടുണ്ട്. ഇന്ദ്രിയ വിഷയങ്ങളില്ലേ? അവരുടെ മുന്നിൽ ഇന്ദ്രിയ വിഷയങ്ങൾ വരുന്നില്ലേ? വരുന്നുണ്ട്. പക്ഷെ അവരെന്താ ചെയ്യുന്നത്? അവർക്കറിയാം, ഒരു ആമയെ പോലെ അവരെ പ്രലോഭിക്കുന്ന എന്ത് തന്നെ സാഹചര്യം വന്നാലും അവർക്കറിയാം, ആ ഇന്ദ്രിയങ്ങളെ അവർ ഉൾവലിക്കുന്നു. അതാണ് സ്ഥിതപ്രജ്ഞന്റെ ഒരു കഴിവ്. അപ്പൊ എന്താണ് ചെയ്യുന്നത് അവരൊക്കെ? ആവശ്യങ്ങൾക്കായി അത് ഉപയോഗിക്കുന്നില്ലേ? തീർച്ചയായിട്ടും ഉപയോഗിക്കുന്നുണ്ട്. ഭഗവാന്റെ ഭക്തന്മാർ അവരുടെ ഇന്ദ്രിയങ്ങളെ ഉപയോഗിക്കുന്നുണ്ട് ഭഗവത് സേവനത്തിന് വേണ്ടി, മറ്റു സന്ദർഭങ്ങളിൽ ഉൾവലിക്കുന്നു. ആവശ്യമില്ലാത്ത ഇടത്ത് അവരവരുടെ ഇന്ദ്രിയങ്ങളെ ഉപയോഗിക്കുന്നില്ല. സ്വന്തം തൃപ്തിക്കായി ഇന്ദ്രിയങ്ങളെ ഉപയോഗിക്കുന്നതിന് പകരം അവയെ ഭഗവത് സേവനത്തിനായി അർപ്പിക്കുന്നു എന്നതാണ് അർജുനന് ലഭിക്കുന്ന ഉപദേശം. അപ്പൊ ഭഗവാൻ പറഞ്ഞു കൊടുക്കുന്നു, നിന്റെ ഇന്ദ്രിയങ്ങളെ എന്റെ സംതൃപ്തിക്ക് വേണ്ടി ഉപയോഗിക്കേ. അതായത് ഇപ്പൊ അർജുനൻ യുദ്ധം ചെയ്യുമ്പോൾ അത് അവന് വേണ്ടിയിട്ടാകരുത്, അത് ഭഗവാന്റെ പ്രീതിക്ക്, ഭഗവാന്റെ ഇച്ഛ അനുസാരം ഭഗവാനെ സന്തോഷിപ്പിക്കാൻ. അങ്ങനെ ചെയ്യുമ്പോൾ അർജുനനൊന്നും സംഭവിക്കില്ല. അതുകൊണ്ടാണ് ഭഗവാൻ അങ്ങനെ പറഞ്ഞത്. ഇപ്പൊ നമ്മൾ പറഞ്ഞില്ലേ, ആത്മേന്ദ്രിയ പ്രീതി വാഞ്ച താരെ ബലിക്കാമ, കൃഷ്ണേന്ദ്രിയ പ്രീതി ഇച്ഛ ധരേ പ്രേമനാമ. അതായത് കാമം എന്ന് പറയുമ്പോൾ നമ്മുടെ സ്വന്തം ഇന്ദ്രിയത്തിനെ സംതൃപ്തിപ്പെടുത്തുന്നത്, ഭഗവാന്റെ ഇന്ദ്രിയങ്ങളെ, അതായത് ഋഷികേശനായ കൃഷ്ണന്റെ ഇന്ദ്രിയങ്ങളെ സംതൃപ്തിപ്പെടുത്തുന്ന എന്താണ്? അതാണ് പ്രേമം. ശരിയായ പ്രേമം അതാണ് ഉപദേശം കൊടുക്കുന്നത് ഭഗവാൻ ഇവിടെ. ഇനിയിപ്പോ നമുക്ക് എങ്ങനെയാണ് നമ്മുടെ ആ ഇന്ദ്രിയങ്ങളൊക്കെ നമുക്ക് ആ കൺട്രോളിൽ കൊണ്ടുവരിക? അതാണ് ഇവിടെ പറയുന്നത്. വിഷയ വിനിവർത്തന്തെ നിരാഹാരസ്യ ദേഹിന രസവർജം രസോപ്യസ്യ പരം ദൃഷ്ട്വാ നിവർത്തത്തെ. സുഖങ്ങളോടുള്ള ആ താല്പര്യം നിലനിൽക്കുമ്പോൾ നമുക്ക് എങ്ങനെയാണ്? നമുക്കറിയാം, നമ്മുടെ ഇന്ദ്രിയങ്ങളുണ്ട്. അപ്പൊ ആ ഒരു താല്പര്യം നമുക്ക് അതിനോടുള്ള ഇഷ്ടം, അതിനോടുള്ള ആ താല്പര്യം നിൽക്കുന്നുണ്ടെങ്കിലും ശരീരസ്ഥനായ ആത്മാവ് ഇന്ദ്രിയ നിയന്ത്രണം പാലിക്കേണ്ടതാണ്. നമുക്കറിയാം, നമുക്ക് ആഗ്രഹങ്ങളുണ്ട്. പക്ഷെ ഇപ്പോ നമുക്കും പക്ഷിമൃഗാദികൾക്കുള്ള വ്യത്യാസം എന്താണ്? നമുക്ക് ബുദ്ധിശക്തി ഉണ്ട്. നമുക്ക് എന്ത് ചെയ്യണം, എന്ത് ചെയ്യാൻ പാടില്ല, ധർമ്മം എന്താ, അധർമ്മം എന്താ നമ്മൾ അറിഞ്ഞിരിക്കണം. അപ്പൊ ഒരു പക്ഷിമൃഗാദികൾക്ക് അത് പറയാൻ പറ്റില്ല. കാരണം അവരുടെ ബുദ്ധിശക്തി എന്ന് പറയുമ്പോൾ തെറ്റും ശരിയും ഒന്നും അവർക്ക് വേർതിരിക്കാൻ അറിയില്ല. അവർക്ക് ആ വിവേചന ശക്തി ഇല്ല. അവരെന്താണ്, അവർക്ക് എന്ത് തോന്നുന്നു അത് ചെയ്യുന്നു, എന്ത് ചെയ്യണോ അത് ചെയ്യുന്നു. അവർക്ക് ആരെയും നിയന്ത്രിക്കാൻ അറിയില്ല. അവർക്കൊന്നും അതൊന്നും ബാധകവുമല്ല. പക്ഷെ ഇതൊക്കെ ആർക്കാണ് ഈ നിയമങ്ങളൊക്കെ? മനുഷ്യന്മാർക്കാണ്. അപ്പൊ നമുക്ക് ആ ബുദ്ധിശക്തി ഉപയോഗിച്ചിട്ട് നമുക്കറിയാം ആ താല്പര്യങ്ങളൊക്കെ ഉണ്ട്, ഇന്ദ്രിയ വിഷയങ്ങളോടുള്ള സുഖ താല്പര്യങ്ങളൊക്കെ നമുക്കുണ്ട് ഉള്ളിൽ. അപ്പൊ അതൊക്കെ നിലനിൽക്കുന്നുണ്ടെങ്കിലും നമ്മൾ എന്താണ്? ശരീരസ്ഥനായ ആത്മാവ് ഇന്ദ്രിയ നിയന്ത്രണം പാലിക്കേണ്ടതാണ്. അപ്പൊ നമ്മൾ ആത്മാവിന്റെ തലത്തിൽ ചിന്തിക്കണം. ഈ ശരീരം നഷ്ടപ്പെടും, പക്ഷെ ആത്മാവിനെ ഉയർത്തണമെങ്കിൽ നമ്മൾ ഈ ഇന്ദ്രിയ നിയന്ത്രണം പാലിക്കണം. അതാണ് ഇത്തരം പ്രക്രിയകൾക്ക് ഇത്തരം പ്രക്രിയകൾക്ക് അവസാനിപ്പിച്ച് അവസാനത്തിൽ എന്താണ് സംഭവിക്കുക? ഉന്നതമായ രുചി അനുഭവിക്കുന്നതോടെ അയാൾ സ്ഥിതപ്രജ്ഞനാകുന്നു. അപ്പൊ ഉന്നതമായ രുചി, ഇപ്പൊ നമ്മൾ പറയണ്ടേ, ഇപ്പോ നമുക്കൊരു ഗുലാബ് ജാമുൻ വെച്ചാലും പിന്നെ അതിന്റെ അടുത്ത് നമുക്കൊരു പാവയ്ക്ക വെച്ച് കഴിഞ്ഞാൽ നമുക്ക് രണ്ടും വേർതിരിക്കാനുള്ള കഴിവുണ്ട്. എന്താണ്? നമുക്കറിയാം, പാവയ്ക്ക എന്ന് പറയുമ്പോൾ കയ്പുണ്ട്,
ജാമുൻ എന്ന് പറയുമ്പോൾ എന്താണ്, അതില് നല്ല രുചിയുണ്ട് അല്ലെ, മധുരമുണ്ട്. അപ്പൊ ഈ രണ്ടും വേർതിരിക്കാനുള്ള കഴിവ് നമുക്കുണ്ടല്ലോ, അതേപോലെ. അപ്പോ ജാമുൻ ഇഷ്ടപ്പെടുമ്പോ പിന്നെ ആർക്കാണ് ഈ എന്താ പറയാ കയ്പുള്ള പാവയ്ക്ക് ഇഷ്ടപ്പെടുക? അതാണ് ഉയർന്ന രുചി. അതാണ് പറയുന്നത്. ഇപ്പോ നമുക്ക് ഉയർന്ന രുചി എന്ന് പറയുമ്പോൾ എന്താണ്, കൃഷ്ണാവബോധം. അപ്പൊ കൃഷ്ണാവബോധം മെല്ലെ 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 കൊടുത്ത് നമ്മുടെ മനസ്സിനെ ഇന്ദ്രിയങ്ങളൊക്കെ നമ്മൾ പരിശീലിപ്പിച്ച് കഴിഞ്ഞാല് അതെന്താണ്, താഴ്ന്ന രുചിയായ ഈ ഇന്ദ്രിയ സുഖഭോഗങ്ങളിലുള്ള ആസക്തിയെ തനിയെ കൈവിടും. നമുക്ക് പ്രയത്നിക്കേണ്ട ആവശ്യമൊന്നുമില്ല. കാരണം എന്താണ്, നമ്മുടെ പ്രയത്നം കൊണ്ട് ഇത് നിർത്താനും സാധിക്കില്ല. അതാണ് പറയുന്നത് കൃത്രിമമായ ആർട്ടിഫിഷ്യൽ മെത്തേഡ് എന്ന് പറയും. നമ്മൾ കൃത്രിമമായ ഉപയോഗം കൊണ്ട് നമുക്ക് ഇതൊന്നും ചെയ്യാൻ കഴിയില്ല. ഏത് നമ്മുടെ ഇന്ദ്രിയങ്ങളെ നിയന്ത്രിക്കാൻ കഴിയില്ല. പക്ഷെ നമുക്ക് എന്താ ചെയ്യാൻ കഴിയുക? അതിന് ഉന്നത രുചി കൊടുത്തു കഴിഞ്ഞാൽ മതി. അത് തനിയെ നമ്മുടെ പ്രയത്നം പോലും ഇല്ലാതെ, നമുക്ക് പോലും അറിയാതെ ആ ഇന്ദ്രിയങ്ങളെല്ലാം നിയന്ത്രണത്തിൽ വരും. അതാണ്, അങ്ങനെയാണ് സ്ഥിതപ്രജ്ഞന്റെ കാര്യം പറയുന്നത്. അതീന്ദ്രിയ അവസ്ഥയിൽ അല്ലാതെ ഇന്ദ്രിയ സുഖാനുഭൂതിയിൽ നിന്ന് വിരമിക്കുക സാധ്യമല്ല. അതാണ് പറയുന്നത്. നമുക്ക് തീർത്തും സാധിക്കില്ല. നമ്മുടെ ഈ ഭൗതികമായിട്ടുള്ള ഇന്ദ്രിയങ്ങളെ നിയന്ത്രിക്കാൻ നമുക്ക് വളരെ ബുദ്ധിമുട്ടാണ്, പ്രയാസമാണ്. പക്ഷെ അതീന്ദ്രിയ അവസ്ഥയിൽ എത്താതെ, അതീന്ദ്രിയ അവസ്ഥ എന്ന് പറഞ്ഞാൽ 3 ഗുണങ്ങൾക്ക് മുകളിലാണ് നമ്മൾ ഭഗവാന്റെ കാര്യങ്ങൾ ചെയ്യുന്നത്. അത് ഏത് ഗുണത്തിലും വരുന്നില്ല. അത് നമ്മൾ 3 ഗുണങ്ങൾക്ക് ഉപരിയാണ് നമ്മൾ ഭഗവാന്റെ കാര്യങ്ങൾ എന്ത് ചെയ്യുമ്പോഴും. അപ്പൊ എന്താണ്, അങ്ങനെ അവസ്ഥയിൽ നിൽക്കുമ്പോൾ മാത്രമാണ് നമുക്ക് ഇന്ദ്രിയ സുഖ അനുഭവങ്ങളിൽ അനുഭൂതിയിൽ നിന്ന് നമുക്ക് വിരമിക്കാൻ സാധിക്കുള്ളൂ. കൃഷ്ണാവബോധത്തിന്റെ പുരോഗമനത്തിന് പരമപുരുഷനായ കൃഷ്ണന് ഭഗവാന്റെ സൗന്ദര്യം ആസ്വദിച്ചനാകട്ടെ ജഡമായ ഭൗതിക പദാർത്ഥങ്ങളിൽ ആസക്തി തീരെ ഉണ്ടാവില്ല. അതാണ് പറയുന്നത്. ഭഗവാൻ ശ്രീകൃഷ്ണന്റെ നാമ രൂപ ഗുണ ലീല, ഭഗവാന്റെ നാമത്തെക്കുറിച്ച്, നാമം ജപിക്കുമ്പോ ഭഗവാന്റെ ഗുണങ്ങൾ, ഭഗവാന്റെ ലീലകള്, ഇങ്ങനെയൊക്കെ ഭഗവാന്റെ കാര്യങ്ങൾ കേട്ട് 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 എന്താണ്, ആത്മാവിനറിയാം. നമുക്കറിയില്ലെങ്കിലും ഉള്ളിലുള്ള ആത്മാവിന് അതറിയാം. ആരാണ് ആത്മാവ് അല്ലെ? ആത്മാവ് എന്താണ്, എന്നും ശാശ്വതമായ അംശമാണ് കൃഷ്ണന്റെ. അപ്പൊ എത്രയായാലും ആത്മാവിനെ എന്താ ആസ്വദിക്കുകയാണ്. അപ്പൊ ഇതൊക്കെ നമ്മൾ ആസ്വദിച്ച് ആസ്വദിച്ച് എന്താവും അവസാനം, നമുക്ക് ഈ ഭൗതികമായിട്ടുള്ള ജഡം എന്ന് പറഞ്ഞാൽ ഭൗതികമായിട്ടുള്ളത്, ഈ ജഡമായ ആ ഭൗതിക പദാർത്ഥങ്ങളിലുള്ള ആസക്തി നമ്മുടെ തനിയെ കുറഞ്ഞു കുറഞ്ഞു വരും. നമ്മൾ അറിയുന്നില്ല, പക്ഷെ അത് തനിയെ നമുക്ക് കുറഞ്ഞു കുറഞ്ഞ് വരും. അങ്ങനെയാണ് നമുക്ക് ആ ഒരു പരിശീലനം എടുക്കേണ്ടത്. നമ്മൾ ശരിക്കും കൃഷ്ണാവബോധം ഉദിച്ചവനാകട്ടെ തുച്ഛ വിഷയങ്ങളിലുള്ള ആസക്തി തനിയെ നശിക്കും. നമ്മളൊന്നും പ്രയത്നിക്കേണ്ട, കാരണം നമ്മുടെ പ്രയത്നത്തിൽ അത് നടക്കില്ല. നമ്മൾ ഭഗവാന്റെ കാര്യങ്ങളിൽ ശ്രദ്ധിച്ചാൽ മാത്രം മതി. തനിയെ നമ്മുടെ ഉള്ളിൽ നിന്ന് നമുക്ക് തന്നെ ഒരുപാട് മാറ്റങ്ങൾ കണ്ടറിയാൻ പറ്റും. ഇങ്ങനെയുള്ള കൃഷ്ണാവബോധം പരിശീലിക്കുമ്പോൾ നമുക്ക് തന്നെ ഒരുപാട് മാറ്റങ്ങൾ നമ്മുടെ ജീവിതത്തിൽ അനുഭവിച്ചറിയാൻ പറ്റും. അതാണ് സംഭവിക്കുന്നത്. അത് എന്താണ് നമ്മൾ പറയുന്നത്, ഈ ഭക്തിയുത സേവനം എന്ന് പറയുന്നത് എന്താണ്, ധർമ്മത്തിന്റെ പരിപൂർണതയാണ്. കാരണം എന്താണ്, ഓരോ ജീവാത്മാവിനും അതിൻ്റെതായ രീതിയിൽ അത് ആത്മസാക്ഷാത്കാരം നൽകുന്നുണ്ട്. അതുകൊണ്ടാണ് ഇത് ധർമ്മത്തിന്റെ പരിപൂർണതയാണ്. ഇതിലപ്പുറം ഇനി ഒന്നും ചെയ്യാനില്ല ഒരു ജീവാത്മാവിന്. അതാണ് യതതോ ഹ്യാപി കൗന്തേയ പുരുഷസ്യ വിപശ്ചിതഃ ഇന്ദ്രിയാണി പ്രമാതീനി ഹരതി പ്രവസമ്മനഃ. ഇന്ദ്രിയങ്ങൾ അടക്കമില്ലാത്തവയും കരുത്തുള്ളവയുമാണ് അർജുന. അവയെ നിയന്ത്രിക്കാൻ ശ്രമിക്കുന്നവന്റെ മനസ്സിനെ അവൻ വിവേകിയാണെങ്കിൽ പോലും അവ ബലാത്കാരേണ വലിച്ചു നീക്കുന്നു. അപ്പൊ ഇതെങ്ങനെയാണ്, വളരെ സ്ട്രോങ് ആണ്, ഇത് ശക്തമാണ് ഇന്ദ്രിയങ്ങള്. ആ കുതിരകളെ നമ്മൾ കണ്ടില്ലേ, അത് തന്നെയാണ്. അപ്പൊ ഇന്ദ്രിയങ്ങൾ എന്താണ്, അടക്കമില്ലാത്തതാണ്. അവരെ പിടിക്കണം നമ്മൾ. 5 കുതിരകൾ ഉണ്ടല്ലേ, അവരെ നമ്മൾ കടിഞ്ഞാൺ ഇട്ടില്ലെങ്കിൽ അത് കൺട്രോളിൽ വരില്ല, അത് നിയന്ത്രണത്തിൽ വരില്ല. 5 കുതിരകൾ തോന്നിയ വഴിക്ക് ഓടും. അതുകൊണ്ടാണ് ഈ മനസ്സാകുന്ന 5 കുതിരകളുടെ കടിഞ്ഞാണ് നമ്മൾ ഉറുകി പിടിക്കണം. ആരുടെ കൈ കൊടുക്കണം? ബുദ്ധിയുടെ കൈ കൊടുക്കണം. ബുദ്ധിയുടെ കൈ കൊടുത്തില്ലെങ്കിൽ എന്താണ്, മനസ്സ് തന്നിഷ്ടം പോലെ പ്രവർത്തിക്കാൻ തുടങ്ങിക്കഴിഞ്ഞാൽ ഇന്ദ്രിയങ്ങള് ഒരു തരത്തിലും നിയന്ത്രണത്തിൽ വരില്ല. അപ്പൊ എപ്പോഴും ബുദ്ധി കൊണ്ട് നമ്മൾ പ്രവർത്തിക്കണം. നമ്മൾ പറയില്ലേ, നമ്മൾ എന്താണ്, ശരീരം കൊണ്ടല്ല പ്രവർത്തിക്കുന്നത്, ബുദ്ധി മനസ്സുകൊണ്ടാണ്. അപ്പൊ നമുക്ക് എപ്പോഴും ആ ബുദ്ധി മനസ്സിനെ ആ രീതിയിൽ വെക്കണം. മനസ്സ് എപ്പോഴും ബുദ്ധിയുടെ കീഴിലായിരിക്കണം. അല്ലാതെ മനസ്സ് എപ്പോഴും ബുദ്ധിനെ ഡോമിനേറ്റ് ചെയ്യാൻ പാടില്ല. അതായത് അത് നമ്മൾ എന്താ പറയാ, ബുദ്ധിയുടെ കീഴിലായിരിക്കണം മനസ്സ്, അല്ലാതെ ബുദ്ധിയെ മനസ്സിന്റെ അടിമയായിട്ട് നമ്മൾ കൊടുക്കാൻ പാടില്ല. അങ്ങനെയാണ് നമ്മൾ പരിശീലിപ്പിച്ചെടുക്കേണ്ടത്. അങ്ങനെ അല്ലെങ്കിൽ എന്താണ്, ഇപ്പൊ നമ്മൾ എന്താണ്, എത്ര വിവേകശാലി ആയിക്കോട്ടെ, പക്ഷെ എങ്കിലും ഈ എന്താണ്, ബലാത്കാരേണ അത് വലിച്ചു നീക്കുന്നു. അതാണ് ഇവിടെ പറയുന്നത്. മനസ്സിനെ വിവേകിയാണെങ്കിലും, അപ്പൊ എത്രയായാലും നമ്മൾ ശ്രമിച്ചില്ല, അടക്കമില്ലാത്ത ഇന്ദ്രിയങ്ങളാണെങ്കിൽ എന്താ സംഭവിക്കുക, അതൊരു വ്യക്തി എത്രയൊരു നല്ല വിവേകശാലി ആണെങ്കിലും കൂടിയിട്ട് നമ്മുടെ മനസ്സിനെ വേണ്ടാത്ത രീതിയിൽ അത് കൊണ്ടുപോയി നമ്മളെ കൊണ്ട് ഓരോ പ്രവൃത്തികളും അത് ചെയ്യിപ്പിക്കും. അതുകൊണ്ടാണ് ഇവിടെ പറയുന്നത്, പൂർണ്ണമായും കൃഷ്ണാവബോധം ഉദിച്ചല്ലാതെ ഇന്ദ്രിയ മനോനിയന്ത്രണങ്ങൾ ലഭിക്കില്ല. നമ്മൾ വിചാരിക്കണു ഇന്ദ്രിയ നിയന്ത്രണമായാലും മനോനിയന്ത്രണമായാലും അതൊന്നും എളുപ്പമല്ല. കാരണം എന്താണ്, പൂർണ്ണമായ കൃഷ്ണാവബോധം ഉദിച്ചല്ലാതെ തന്നെ വേറെ ഏത് വഴിയിലൂടെയും അതെല്ലാം എന്താണ്, ആർട്ടിഫിഷ്യൽ, അല്ലെങ്കിൽ അതെല്ലാം കൃത്രിമമായ വഴികളാണ്. അതിലൊന്നും തന്നെ ശാശ്വതമായ പരിഹാരം നമുക്ക് ലഭിക്കില്ല. മനസ്സ് കൃഷ്ണനിൽ ഉറപ്പിക്കാതെ ഒരാൾക്ക് ഇത്തരത്തിലുള്ള ഭൗതിക പ്രവർത്തനങ്ങളിൽ നിന്ന്
പിന്മാറാനും സാധിക്കില്ല. അപ്പൊ നമ്മൾ വിചാരിക്കും, ഇന്ന് വിചാരിച്ചു ഞാൻ എല്ലാം എന്റെ മനസ്സിനെ നിയന്ത്രിക്കാൻ പറ്റും എന്ന് തോന്നിയാലും നമുക്ക് പറ്റില്ല. കാരണം എത്രയോ പ്രാവശ്യം നമ്മൾ കണ്ടിട്ടുണ്ട്, നമ്മൾ മനസ്സിനെ അടിമയായി പോവാണ്, നമ്മൾ മനസ്സിന്റെ ദാസനായി പോവാണ്. മനസ്സിനെ നമ്മൾ അതിനെ യജമാനനാക്കാൻ പാടില്ല. നമ്മൾ യജമാനായിരിക്കണം, മനസ്സിനെ ദാസനാക്കി വെക്കണം. അങ്ങനെയാണ് ചെയ്യേണ്ടത്. അല്ലെങ്കിൽ എന്താണ്, നമ്മൾ മനസ്സിന്റെ ഓരോ മനസ്സിനെ നിയന്ത്രണത്തിൽ വന്നില്ലെങ്കിൽ മനസ്സ് പറയുന്നിടത്ത് നമ്മുടെ പ്രവർത്തനങ്ങൾ ഉണ്ടായിരിക്കും ഓരോന്നും. അതാണ് പറയുന്നത്. ഭൗതിക ഭോഗങ്ങൾ കൃഷ്ണാവബോധത്തിന് മുമ്പിൽ അനാസാധ്യങ്ങളാണ്. അതായത് നമ്മൾ പറഞ്ഞില്ലേ, ഉയർന്ന രുചിയാണ് ഭഗവാന്റെ കാര്യങ്ങൾ. അത് കിട്ടുമ്പോൾ പിന്നെ എന്തിനാണ് നമുക്ക് ആദ്യമൊക്കെ മനസ്സ് കുറച്ച് എന്താ പറയാ, അത് സമ്മതിക്കില്ല. പക്ഷെ പിന്നീട് നമ്മൾ ഇരുത്തി ശീലിപ്പിച്ചു കഴിഞ്ഞാൽ ആ മനസ്സിനത് ശീലമായിക്കോളും. അപ്പൊ എന്താണ്, ആ ഉയർന്ന രുചി കിട്ടിക്കഴിഞ്ഞാൽ മനസ്സ് പിന്നെ താഴ്ന്ന രുചിയുടെ എന്താ പറയാ, താഴ്ന്ന രുചിയിലേക്ക് ചിന്തിക്കില്ല. അങ്ങനെയാണ്. അത്രമേൽ ദിവ്യമായൊരു വിശിഷ്ടാനുഭൂതി അത്ര കൃഷ്ണാവബോധം. അത് അനുഭവിച്ചവർക്കേ മനസ്സിലാവുള്ളൂ. ഇപ്പൊ നമ്മള് ഒരു എന്താ പറയാ, ഒരു കുപ്പിയിൽ തേനിട്ടിട്ട് അത് അടച്ചു വെച്ച് കഴിഞ്ഞാല്, തേന് നമുക്ക് പുറമേ നിന്ന് നക്കി കഴിഞ്ഞാൽ നമുക്ക് തേനിന്റെ രുചി അറിയില്ല. അത് അടപ്പ് തുറന്ന് നമ്മൾ അതിനെ കഴിക്കണം, എങ്കിലേ നമുക്ക് ആ തേനിന്റെ യഥാർത്ഥമായിട്ടുള്ള രുചി കിട്ടുള്ളൂ. അപ്പൊ അതേപോലെ തന്നെ ഭഗവാന്റെ കാര്യങ്ങളും കൃഷ്ണാവബോധം എന്ന് കേൾക്കുമ്പോൾ മാത്രം നമുക്ക് അതിന്റെ രുചി കിട്ടില്ല. പക്ഷെ നമ്മൾ അതിലേക്ക് ഇറങ്ങി ചെല്ലണം, അത് അനുഭവിച്ച് അറിയാൻ പറ്റും നമുക്ക് ഓരോരുത്തർക്കും. അതാണ് പറയുന്നത്. അത്രമേൽ ദിവ്യമായ ഒരു വിശിഷ്ട അനുഭൂതിയാണ് കൃഷ്ണാവബോധം. വിശക്കുന്ന ഒരാൾക്ക് പോഷകങ്ങളായ ഭക്ഷ്യ പദാർത്ഥങ്ങൾ വേണ്ടുവോളം ആസ്വദിച്ചാൽ ഉണ്ടാകുന്നത് പോലെയാണ് ഒരു അനുഭവം. അപ്പോ നല്ല വിശപ്പുള്ള സമയത്ത് നമ്മുടെ മുന്നിലേക്ക് നല്ല ഒരു എന്താ പറയാ, ആസ്വദിക്കാനായിട്ട് നമുക്ക് ഒരു ഭക്ഷ്യ പദാർത്ഥങ്ങളൊക്കെ നമ്മുടെ മുന്നിൽ കൊണ്ടുവച്ച് കഴിഞ്ഞാൽ നമ്മുടെ അവസ്ഥ എന്തായിരിക്കും? അതൊക്കെ കഴിച്ചു കഴിഞ്ഞാൽ ഉടൻ നമുക്കൊരു സംതൃപ്തി കിട്ടും അല്ലെ? ആ സംതൃപ്തിയുടെ ആ രീതിയിലാണ് ഒരു അനുഭവം നമുക്ക് ഈ കൃഷ്ണാനുഭവം എന്ന് പറയുന്നതും നമ്മൾ അനുഭവിച്ചറിയണം. അതാണ് പറയുന്നത്. കൃഷ്ണാവബോധത്തിൽ മുഴുകിയിരിക്കുന്ന ഒരു അംബരീഷ് മഹാരാജാവ് ദുർവാസവ മഹർഷിയെ പരാജിതനാക്കിയല്ലോ. നമുക്കറിയാം. സവൈ മനഃകൃഷ്ണ പദാരവിന്ദയോർ വാചാംസി വൈകുണ്ഠ ഗുണാനുവർണ്ണനെ. അതായത് എന്താ പറയുന്നത്, ഇത് അംബരീഷ് മഹാരാജന്റെ ശ്ലോകമാണ്, ഭാഗവതത്തിൽ വരുന്നതാണ്. എന്താണ്, അംബരീഷ് മഹാരാജ ഒരു രാജാവായിരുന്നു. ഒരു രാജാവായിട്ട് രാജർഷി, രാജാവായിട്ട് ഒരു ഋഷിയുടെ എല്ലാ ഗുണങ്ങളും ഉണ്ടായിരുന്നു. അപ്പൊ ഈ ദുർവാസാവ് എന്താണ്, അദ്ദേഹം ഒരു സിദ്ധി നേടിയ ഒരു വ്യക്തിയാണ്. എത്രയെല്ലാം സിദ്ധി നേടിയിട്ട് എന്താ കാര്യം ഉണ്ടായേ? ഒരു ഭക്തന്റെ മുന്നിൽ നിൽക്കാൻ പറ്റിയില്ല. കാരണം എന്താണ്, ഭക്തൻ എത്രയും ഉയർന്ന അവസ്ഥയിലാണ് നിൽക്കുന്നത്. കാരണം ദുർവാസാവ് എന്താ ചെയ്ത്, അത്രയും ഒരു സിദ്ധിയെല്ലാം നേടിയെടുത്ത് ആ അംബരീഷ് മഹാരാജാവിനെ വധിക്കാൻ ശ്രമിച്ചപ്പോഴും അംബരീഷ് മഹാരാജാവ് എന്തായി, ആ ഭഗവാന്റെ ഭക്തിയാൽ സുരക്ഷിതനായിരുന്നു അല്ലെ? അതാണ് പറയുന്നത്, ഭക്തിക്ക് അത്രയും ശക്തിയുണ്ട്. ഭക്തിക്ക് അതല്ലാതെ വേറൊന്നിനും ആ ശക്തിയില്ല. അപ്പൊ ദുർവാസാവ് അവസാനം തോൽക്കേണ്ടി വന്നു. അപ്പൊ ദുർവാസാവിന് പോലും മനസ്സിലായി അല്ലെ, ആ രാജാവായിട്ട് പോലും ഒരു ഋഷിക്ക് വേണ്ടുന്ന എല്ലാ ഗുണങ്ങളും രാജാവിലുണ്ട്. പക്ഷെ നേരെ മറിച്ചൊരു എന്താ പറയാ, ഒരു ദിവ്യജ്ഞാനിയായിട്ടും എന്താ കാര്യം ഉണ്ടായേ? പക്ഷെ ആ വേണ്ടുന്ന ആ ഭക്തി ഇല്ലെങ്കിൽ പോയി. അപ്പൊ നമുക്ക് ഭക്തി മാത്രമാണ്, ഭക്തി ഉണ്ടെങ്കിൽ എല്ലാത്തിനും നമുക്ക് തരണം ചെയ്യാൻ സാധിക്കും. അതാണ് പറയുന്നത്. താനി സർവാണി സംയമ്യ യുക്ത ആസീന മത്പരഃ വാശേഹി യസ്യ ഇന്ദ്രിയാണി തസ്യ പ്രജ്ഞ പ്രതിഷ്ഠിത. ഇന്ദ്രിയങ്ങളെ പൂർണ്ണമായും നിയന്ത്രിച്ച് എന്നിൽ തന്നെ അവബോധം ഉറപ്പിക്കുന്നവനാണ് സ്ഥിരബുദ്ധിയുള്ളവൻ. അപ്പൊ അതാ ഭഗവാൻ പറയുന്നത്. എന്താ പറയുന്നത് ഭഗവാൻ? യോഗത്തിന്റെ പരമാകാഷ്ഠയാണ് കൃഷ്ണാവബോധം. ഏത് യോഗമായാലും, ഇപ്പൊ ഭക്തിയോ കർമ്മയോഗമായാലും ജ്ഞാനയോഗമായാലും അഷ്ടാംഗ എല്ലാം അവസാനം എവിടേക്ക് എത്തണം? ഭക്തിയോഗത്തിലേക്ക് തന്നെ എത്തണം. അതാണ് കൃഷ്ണാവബോധം. കൃഷ്ണാവബോധം ഇല്ലെങ്കിൽ ഇന്ദ്രിയ ജയം സാധ്യമല്ല. ഇന്ദ്രിയ ജയം സാധ്യമല്ല. കാരണം എന്താണ്, നമ്മൾ പറഞ്ഞു, ബാഹ്യമായിട്ട് നമുക്കതൊരു പ്രകടനമായി തീരും. കാരണം ഉള്ളിലെ മനസ്സിലെ ആസക്തികൾ ബാക്കിയിരിക്കും. ഉദാഹരണം അതാണ് പറഞ്ഞ ദുർവാസാവ്. ഇപ്പൊ ദുർവാസാവ് ബാഹ്യമായിട്ട് ഒരുപാട് സിദ്ധി നേടിയ വ്യക്തിയാണ്. എന്താ കാര്യം ഉണ്ടായേ? ആ ഒരു സന്ദർഭത്തിൽ എന്താണ്, ഒരു ദേഷ്യം വന്നു അല്ലെ? ആ ദേഷ്യം വന്നു, കബന്ധ എന്നുള്ള അസുരനെ സൃഷ്ടിച്ചു, വധിക്കാൻ ശ്രമിച്ചു. അവസാനം എന്തായി? ഒരു രക്ഷയും ഇല്ലാതായിട്ട് അവസാനം അംബരീഷ് മഹാരാജാവിന്റെ കാൽക്കൽ വീഴേണ്ട ആവശ്യം വന്നു. അപ്പൊ ഇതാണ് മനസ്സിലാക്കേണ്ടത് നമ്മൾ. കൃഷ്ണാവബോധത്തിൽ മാത്രമേ നമുക്ക് ഇന്ദ്രിയ ജയം സാധ്യമുള്ളൂ. കാരണം അംബരീഷ് മഹാരാജാവിന് മുന്നിൽ എന്താണ്, മരണം കണ്ടുകൊണ്ട് ഒരു പ്രശ്നം തോന്നുന്നില്ല, പ്രക്ഷുബ്ധനായതില്ല. നമ്മുടെ അംബരീഷ് മഹാരാജാവ് എന്താ ചെയ്തേ? രണ്ട് കൈയും തൊഴുത് ഭഗവാനെ ശരണം പ്രാപിച്ചു. ഇതാണ് വേണ്ടത്. അപ്പൊ നമുക്ക് ഇതാണ് വേണ്ടത്. നമ്മുടെ ജീവിത പ്രതിസന്ധികളിലും നമുക്ക് ഇത് തന്നെയാണ് വേണ്ടത്. അപ്പൊ അംബരീഷ് മഹാരാജാവ് എന്താ ചെയ്തിരുന്നേ? നമ്മൾ പറയും 9 രീതിയിലുള്ള ഭക്തി. ഏതാണ്? നവവിധ ഭക്തി. ശ്രവണം, കീർത്തനം, വിഷ്ണു സ്മരണം, ഇങ്ങനെയുള്ള 9 രീതിയിലുള്ള ഭക്തിക്ക് ഒരു ഉദാഹരണം ആരാണ്? അംബരീഷ് മഹാരാജാവാണ്. എന്തുകൊണ്ടാണ്? അപ്പൊ അത് നോക്കാം നമുക്ക്. അംബരീഷ് മഹാരാജാവ് തന്റെ മനസ്സിനെ ശ്രീകൃഷ്ണ പാതാരവിന്ദങ്ങളിൽ ഉറപ്പിച്ചു. അപ്പൊ മനസ്സിനെ എങ്ങനെ ചെയ്തു? ഭഗവാന്റെ പാതാരവിന്ദങ്ങളിൽ ഭഗവത് ധാമത്തെ വർണ്ണിക്കുന്നതിന് അദ്ദേഹത്തിന്റെ വാക്കുകളും. അപ്പോ നമുക്ക് ഭഗവാൻ വാക്കുകൾ തന്നിട്ടുണ്ട്. വാക്കുകൾ നമ്മൾ വേണ്ടാത്ത കാര്യങ്ങൾക്കല്ല ഉപയോഗിക്കേണ്ടത്. ആ വാക്കുകളെ നമ്മൾ ഭഗവാനെ സ്തുതിക്കാൻ. അങ്ങനെയാണ് അംബരീഷ് മഹാരാജാവ് ചെയ്തിരുന്നത്. കൃഷ്ണന്റെ ക്ഷേത്രം ശുദ്ധീകരിക്കുന്നതിന് കൈകളും. അപ്പൊ കൈകളുണ്ട്, നമ്മൾ എന്ത് ചെയ്തു? ഇതാണ് പറയുന്നത്, ഓരോ അവയവങ്ങളും ഭഗവാന്റെ തൃപ്തിക്ക്. അപ്പൊ കൈ കൊണ്ട് എന്താ ചെയ്തിരുന്നത്? ഭഗവാന്റെ ക്ഷേത്രം ശുദ്ധീകരിച്ചു.
സ്വീകരിക്കാനായിട്ട്. ഭഗവത് കഥാശ്രവണത്തിൽ കർണങ്ങളും. അപ്പൊ എന്താണ്? ചെവികളെല്ലാം എന്തിനായിരുന്നു? ഭഗവാന്റെ കഥകൾ കേൾക്കാനായിട്ട്, നാമരൂപ ഗുണലീല കേൾക്കാൻ. തദ്രൂപ ദർശനത്തിൽ കണ്ണുകളും. അപ്പൊ കണ്ണുകൾ എന്താണ്? ഭഗവാന്റെ ദർശനത്തിന് വേണ്ടിയിട്ട്. അതേപോലെ കണ്ണുകൾ. പിന്നെ ഭക്തന്മാരുടെ ശരീര സ്പർശനത്തില് സ്വദേഹവും, അതായത് ഭക്തജന സംസർഗം. നമ്മുടെ ആ ശരീരം ഉണ്ടെങ്കിൽ നമ്മൾ മറ്റുള്ളവർക്ക് വേണം, അതായത് ഭക്തജനങ്ങളുടെ സംസർഗം നമ്മൾ നേടിയെടുക്കണം. പിന്നെ തൃപ്പാദ അർച്ചനയ്ക്ക് ഉപയോഗിച്ച ആ പുഷ്പങ്ങൾ മണക്കുന്നതിൽ നാസികയും. അപ്പോ ആ മൂക്ക് കൊണ്ട് എന്താണ്? മൂക്കിന്റെ ക്വാളിറ്റി, മൂക്കിന്റെ ഒരു ലക്ഷണം എന്താണ്? മൂക്കിന്റെ സ്വഭാവം എന്താണ്? ആ ഗന്ധം, അല്ലെ? അപ്പൊ ആ മൂക്ക് കൊണ്ട് എന്താണ്? മണക്കാൻ. എന്ത് മണക്കാൻ? ഭഗവാന്റെ പാദങ്ങളിൽ അർപ്പിച്ച പുഷ്പങ്ങൾ, ഭഗവാൻ അർപ്പിച്ച തുളസീദലങ്ങൾ ആസ്വദിക്കാനാണ് രസനയും ഏർപ്പെട്ടു. അതായത് ഭഗവാന്റെ പ്രസാദം സ്വീകരിക്കാനായിട്ട് നമ്മുടെ ആ ഒരു നാക്കിന് നമ്മൾ ഉപയോഗിക്കുക. കൃഷ്ണക്ഷേത്രങ്ങളുള്ള ആ ദേശങ്ങളിലേക്ക് രാജാവിന്റെ കാലുകൾ നീങ്ങി. അപ്പൊ കാലുകൾ എന്തിനു വേണ്ടി ഉപയോഗിച്ചു? അമ്പലങ്ങൾ അല്ലെങ്കിൽ ക്ഷേത്രങ്ങൾ ദർശിക്കാനായിട്ട്. ശിരസ് എന്തിനാണ് ഉപയോഗിച്ചത്? ശിരസ് ഭഗവാനെ പ്രണമിക്കാനായിട്ട് ഉപയോഗിച്ചു. അങ്ങനെയാണ്. അപ്പൊ നമ്മുടെ ആ ശരീരത്തിന്റെ എല്ലാ ഭാഗങ്ങളും എന്താണ്? ഭഗവാന് കൊടുക്കാണ്. അതാണ് ആത്മാർപ്പണം. ആത്മസമർപ്പണം എന്ന് പറഞ്ഞ് ഇങ്ങനെയാണ് ഉണ്ടാവേണ്ടത്. അദ്ദേഹത്തിന്റെ ആഗ്രഹം കൃഷ്ണന്റെ അഭീഷ്ടങ്ങൾ നിറവേറ്റുന്നതിൽ മാത്രമായിരുന്നു. ഒരു രാജാവാണ്, എങ്ങനെ വേണമെങ്കിലും ജീവിക്കായിരുന്നു. പക്ഷെ അദ്ദേഹം അങ്ങനെയല്ല ചെയ്ത. ഒരു രാജാവ് മാതൃകയാണ്, മറ്റുള്ള പ്രജകൾക്ക് മാതൃകയാണ്. യഥാ രാജ തഥാ, നമ്മൾ പറഞ്ഞില്ലേ, യദ്യദാചരതി ശ്രേഷ്ഠ. അതുകൊണ്ട് രാജാവ് എങ്ങനെയാണ്? മറ്റുള്ളവർക്ക് ഒരു മാതൃകയായിരുന്നു രാജാവ്. ഈ പറഞ്ഞ എല്ലാ ഗുണവിശേഷങ്ങളും അദ്ദേഹത്തില് മത്പരാഭക്തനാകാനുള്ള ആ യോഗ്യത നേടിക്കൊടുത്തു. നമുക്കത് മനസ്സിലാക്കാം. ധ്യായത്തോ വിഷയാൻ പുംസ സംഗസ്തേഷു ഉപജായത്തെ സംഗാത് സഞ്ജായത്തെ കാമാത് ക്രോധോഭിജായത്തെ ക്രോധാത്. അപ്പൊ ഇവിടെ എന്താ പറയുന്നത്? ഇപ്പൊ നമ്മൾ പറഞ്ഞു മനസ്സിന്റെ ഈ മനസ്സ്, നമ്മൾ പറയുന്നില്ലേ, മനസ്സിന്റെ പതനത്തിനുള്ള 8 സ്റ്റെപ്പുകളാണ്. ഇപ്പൊ 62ഉം 63ഉം ശ്ലോകത്തിൽ നമുക്ക് മനസ്സിന്റെ 8 സ്റ്റെപ്പുകൾ നോക്കാം, എങ്ങനെയാണ് അത് പതനത്തിലേക്ക് പോകുന്നത്. അപ്പൊ ഇന്ദ്രിയ വിഷയങ്ങളെ പറ്റി ചിന്തിച്ചു കൊണ്ടിരിക്കുന്നവർക്ക് അവയിൽ ആസക്തി ഉണ്ടാകുന്നു. അപ്പൊ എന്താണ്? ആദ്യത്തെ ധ്യായത്തോ വിഷയാൻ പുംസ. അപ്പൊ മനുഷ്യന്മാർ എന്താണ്? ഇന്ദ്രിയ വിഷയങ്ങളെ കുറിച്ച് ചിന്തിക്കുന്നു, അവിടെ ഒരു ആസക്തി വരുന്നു. ഇന്ദ്രിയ വിഷയങ്ങളെ ചിന്തിക്കുമ്പോ എന്താണ്? ആ വിഷയത്തിൽ ഒരു ആസക്തി വരുന്നു. ആസക്തിയിൽ എന്താ വരിക? കാമം. അതായത് എന്താ പറയാ, നമുക്ക് ആ കാമം എന്ന് പറയുമ്പോൾ ആസക്തി ശക്തമാവുകയാണ്. അപ്പൊ നമുക്കത് ശക്തമായ ഒരു ആഗ്രഹമായിട്ട് മാറുകയാണ്. എന്താണ്? ആസക്തി ശക്തമായ ആഗ്രഹമായി മാറുന്നു. അതിൽ നിന്ന് എന്താണ്? ക്രോധം ഉളവാകുന്നു. അത് നടന്നു കിട്ടിയില്ലെങ്കിൽ നമുക്ക് എന്താണ്? അവിടെ ക്രോധം വരുന്നു. കൃഷ്ണാവബോധമില്ലാത്തവർ ഇന്ദ്രിയ വിഷയങ്ങളെ പറ്റി ചിന്തിക്കുമ്പോൾ ഭൗതിക തൃഷ്ണയ്ക്ക് വശപ്പെടുന്നു. അപ്പോൾ നമുക്ക് കൃഷ്ണാവബോധമില്ലെങ്കിൽ നമ്മൾ എന്താണ്? ഭൗതികമായിട്ടുള്ള ആ വിഷയങ്ങൾക്ക് നമ്മൾ എന്താണ്? നമ്മൾ ആ വശപ്പെടുകയാണ് ചെയ്യുന്നത്. അപ്പൊ ഇതാണ് പറയുന്നത്, കൃഷ്ണാവബോധത്തിൽ നമ്മൾ ആദ്യമേ നമ്മുടെ മനസ്സും ശരീരത്തെയും എല്ലാം കൃഷ്ണാവബോധത്തിലേക്ക് തിരിക്കണമെന്ന്. ആത്മാർത്ഥതയുള്ള ഒരു ഭക്തന് ഭഗവത് സമ്പർക്കത്തിന് ഉണ്ടാകുന്ന ആ ആത്മീയ ആനന്ദം ആസ്വദിക്കുന്നതിൽ ഇതിനാൽ എല്ലാ ഭൗതിക സുഖങ്ങളെയും അവഗണിക്കുന്നു. അതത്ര ഭക്തന്റെ വിജയരഹസ്യം. അപ്പൊ ഒരു ഭക്തന്റെ വിജയരഹസ്യം എന്ന് പറയുമ്പോൾ എന്താണ് സംഭവിക്കുന്നത്? ആ വ്യക്തിക്ക്, ആ ഭക്തൻ എന്താണ്? ആത്മാർത്ഥതയുണ്ട്, അല്ലെ? ആ ഭക്തന് ഭഗവാന്റെ സേവനത്തിൽ ഏർപ്പെട്ട് ഉണ്ടാകുന്ന ആ ഒരു ആത്മീയ ആനന്ദം. നമ്മൾ എന്താണ്? നമുക്ക് ഒന്നില്ലെങ്കിൽ നമുക്ക് മായാശക്തി, ഭഗവാന്റെ മായാശക്തിക്ക് നമ്മൾ അടിമയായി കഴിയണം, അല്ലെങ്കിൽ ശ്രീകൃഷ്ണ ഭഗവാൻ. അപ്പൊ ഭഗവാൻ നമുക്ക് ആ സ്വാതന്ത്ര്യം തന്നിട്ടുണ്ട്. എവിടെ വേണോ അവിടെ നിൽക്കാം. ഭഗവാൻ, അതാണ് നമ്മൾ തടസ്ഥ ശക്തി. ബാഹ്യശക്തിക്ക് വേണോ അതോ ഇനി അന്തരംഗ ശക്തിയിലേക്ക് വരണോ, നമ്മുടെ ഇഷ്ടം. അപ്പൊ ആ ഒരു സ്വാതന്ത്ര്യം നമുക്കുണ്ട്. അപ്പൊ നമ്മൾ എപ്പോഴാണോ ഭഗവാനെ ആശ്രയിക്കുന്നത്, അപ്പൊ എന്താണ്? നമുക്ക് ശരിക്കും ആത്മീയ ആനന്ദം അനുഭവിക്കാൻ കഴിയും. ആ ഭൗതിക സുഖങ്ങളെ നമ്മൾ അവഗണിക്കും. നമ്മുടെ മുന്നിൽ എത്ര എന്ത് തന്നെ കണ്ടാലും അതൊന്നും തന്നെ നമ്മളെ അലട്ടില്ല. കാരണം എന്താണ്? നമുക്ക് ആ ഒരു ആനന്ദം കിട്ടിക്കഴിഞ്ഞു. ഇത് ആത്മീയ തലത്തിൽ. അതത്ര ഒരു ഭക്തന്റെ വിജയ രഹസ്യം അതാണ്. ഇനിയിപ്പോ ആ മറ്റേ സ്റ്റെപ്പ് പറയണേ, ക്രോധാത് ഭവതി. ഇനിയിപ്പോ എന്താണ് നെക്സ്റ്റ്? ക്രോധാത് ഭവതി സമ്മോഹ സ്മൃതി വിഭ്രമ സ്മൃതി ഭ്രംശാത് ബുദ്ധിനാശാത് പ്രണശ്യതി. ഇപ്പൊ നമ്മൾ പറഞ്ഞു, ഒരു ഇന്ദ്രിയ വിഷയങ്ങളെ കുറിച്ച് ആലോചിച്ചു, ആസക്തി. അതിനെക്കുറിച്ച് നമ്മൾ ഇങ്ങനെ ചിന്തിച്ചുകൊണ്ടിരിക്കുമ്പോൾ ആസക്തി വന്നു. ആസക്തിയിൽ നിന്ന് കാമമുണ്ടായി, അതായത് അതിയായ അശക്തമായ ആഗ്രഹമായി മാറി. അത് നടന്നില്ലെങ്കിൽ ക്രോധമായി. ഇനിയിപ്പോ ക്രോധത്തിൽ നിന്ന് എന്താ സംഭവിക്കുക? ക്രോധത്തിൽ നിന്ന് സമ്മോഹം എന്ന് പറഞ്ഞാൽ ശരി തെറ്റു മനസ്സിലാക്കാത്ത ഒരു അവസ്ഥ. ഇത് ശരിയാണ്, ഞാൻ ചെയ്യുന്നത് ശരിയാണോ തെറ്റാണോ എന്നുള്ള മനസ്സിലാക്കാത്ത ഒരു അവസ്ഥ. അതിൽ നിന്ന് ഓർമ്മപ്പിഴ എന്ന് പറയുമ്പോൾ എന്താണ്? നമ്മുടെ സാധാരണ രീതിയിലല്ല. അതായത് ഓർമ്മപ്പിഴ എന്ന് പറയുമ്പോൾ നമ്മൾ അതുവരെ ഭഗവാന്റെ കാര്യങ്ങൾ കേട്ടത്, ഭഗവാന്റെ ഉപദേശങ്ങൾ കേട്ടത്, നമ്മുടെ ആ ഒരു എന്താ പറയാ, നമ്മുടെ ആ എന്തെല്ലാം നമ്മൾ കേട്ടു, ആത്മീയ കാര്യങ്ങളെല്ലാം കേട്ടതിന്റെ ആ ആത്മീയ സ്മരണ നഷ്ടപ്പെടുകയാണ്. നമുക്ക് അതുവരെ നമ്മളെല്ലാം കേട്ടു, പക്ഷെ നമുക്ക് ഈ ഒരു സമ്മോഹ അവസ്ഥയിൽ എന്താണ്? ആ കേട്ടതും ഭഗവാന്റെ കാര്യങ്ങളെല്ലാം നമുക്ക് മറന്നു പോവാണ്. ആത്മീയമായിട്ടുള്ള സ്മരണ നഷ്ടപ്പെടുകയാണ്. അങ്ങനെ ആകുമ്പോ എന്താണ്? ഓർമ്മപ്പിഴയിൽ നിന്ന് ബുദ്ധിനാശം. അപ്പൊ എന്താണ്? നമുക്ക് ആ വിവേചന ബുദ്ധി നഷ്ടപ്പെട്ടു. ഞാൻ ചെയ്യുന്നത് ശരിയാണോ തെറ്റാണോ, ധർമ്മമാണോ അധർമ്മമാണോ, ഇത് ചെയ്താൽ എന്താ, അതൊന്നും നമുക്ക് ഓർമ്മ വരില്ല. അപ്പൊ എല്ലാം നമ്മള് ആ ബുദ്ധിനാശം കൊണ്ട് എന്താണ്?
ബുദ്ധിനാശത്താൽ വീണ്ടും ഭൗതികതയുടെ കയത്തിലേക്ക് നമ്മൾ വീണ് നാശം പ്രാപിക്കുന്നു. അപ്പൊ ഇതാണ് 8 സ്റ്റെപ്പ്. ധ്യായത്തോ വിഷയാൻ പുംസ സംഘസ്തേഷു ഉപജായത്തെ, അങ്ങനെ പറയുന്നു. അപ്പോ ആദ്യം വിഷയത്തെ ചിന്തിക്കുന്നു, പിന്നെ എന്താണ്, നമുക്ക് ഈ വിഷയം ചിന്തിച്ച് അത് ആസക്തി വരുന്നു, കാമമായി, ക്രോധമായി, സമ്മോഹ, ഓർമ്മപ്പിഴ, ബുദ്ധിനാശം. ഇങ്ങനെയാണ് ബുദ്ധിനാശം കൊണ്ട് സർവനാശം. അപ്പൊ ഭഗവത് സേവനത്തിന് ആകാത്തതായി ഒന്നും തന്നെ ഇല്ല എന്ന് കൃഷ്ണാവബോധത്തിന്റെ വികാസത്താൽ ഒരു ഭക്തന് മനസ്സിലായി. അതായത് ഇപ്പൊ നമ്മുടെ കയ്യിൽ ഇപ്പൊ ലാപ്ടോപ്പ് ഉണ്ട്, മൊബൈൽ ഉണ്ട്, ഇതൊക്കെ എന്നും പറഞ്ഞ് നമ്മളിപ്പോ ഭൗതികമായിട്ടൊന്നും വേണ്ട എന്ന് വെക്കേണ്ട ആവശ്യമൊന്നുമില്ല. ഭഗവാൻ നമുക്ക് എന്തെല്ലാം തന്നിട്ടുണ്ടോ അതിനൊക്കെ നമ്മൾ ഭഗവത് സേവനത്തിൽ ഏർപ്പെടുത്താം. അപ്പൊ നമ്മൾ ഇത് ഭൗതികമായിട്ടല്ല ഉപയോഗിക്കുന്നത്, നമ്മൾ ആത്മീയമായിട്ടുള്ള കാര്യങ്ങൾക്കാണ് നമ്മൾ ഇത് ഉപയോഗിക്കുന്നത്. അപ്പോ ഭഗവാന്റെ ഭക്തൻ അറിയാം, ഒന്നും വെറുതെ വേണ്ട വേണ്ട എന്ന് പറയില്ല. ഭഗവാൻ എന്ത് കൊടുത്തുണ്ടോ അതൊക്കെ എങ്ങനെയാണ് ഭഗവാന്റെ ഭക്തിയുടെ സേവനത്തിലേക്ക് ഏർപ്പെടുത്തുക എന്നുള്ളത് നല്ലതുപോലെ ബോധ്യം ഉണ്ടായിരിക്കും. കൃഷ്ണനാണ് സർവോത്തമനായ ആസ്വാദകൻ എന്ന് അറിയുന്ന ഭക്തന് വിശിഷ്ട ഭോജ്യങ്ങളെ ഭഗവാന് സമർപ്പിച്ച ശേഷം ഉച്ഛിഷ്ടമായത്, അതായത് പ്രസാദം കൈകൊള്ളുന്നു. ഭക്തന് കൃഷ്ണാവബോധത്തോടെ പ്രസാദം ഉണ്ണുന്നു. അപ്പൊ ഒരു ഭക്തന് നല്ലതുപോലെ അറിയാം, നമ്മുടെ മുന്നിൽ ഭഗവാൻ എന്തൊക്കെ തന്നെ നമ്മൾ പറയില്ലേ, ത്വദീയം വസ്തു ഗോവിന്ദ തുഭ്യമേവ സമർപ്പയ, അതായത് എല്ലാം തന്നത് നീയാണ്, പക്ഷെ നീ വീണ്ടും എല്ലാം നിനക്ക് തന്നെ സമർപ്പിക്കുന്നു എന്ന രീതിയിൽ എല്ലാം ഭഗവാന് സമർപ്പിച്ച ശേഷം, ഭക്തൻ ഭഗവാന് സമർപ്പിച്ച ശേഷം എന്താണ്, ആ ഉച്ഛിഷ്ടം, ആ ഭഗവാന്റെ പ്രസാദം, അതാണ് ഒരു ഭക്തൻ സ്വീകരിക്കുന്നത്. അപ്പോ അതാണ് കൃഷ്ണാവബോധത്തോടെ പ്രസാദമാണ് ഉണ്ണുന്നത് ആര്, ഭക്തൻ. അതാണ് പറയുന്നത്. രാഗദ്വേഷ വിമുക്തൈസ്തു വിഷയാനിന്ദ്രിയൈശ്ചരൻ ആത്മവശൈർവിധേയാത്മാ പ്രസാദമതി ഗച്ഛതി. രാഗദ്വേഷങ്ങളിൽ നിന്ന് വിമുക്തനായി സ്വാതന്ത്ര്യത്തിനു വേണ്ടിയുള്ള നിബന്ധനകൾ വഴി ഇന്ദ്രിയങ്ങളെ നിയന്ത്രിക്കുന്ന ഒരു വ്യക്തിക്ക് ഭഗവാന്റെ പൂർണ്ണ കാരുണ്യം ലഭ്യമാകും. എന്താ പറയുന്നത് ഇവിടെ, രാഗദ്വേഷ വിമുക്ത. അത് രാഗം എന്ന് പറഞ്ഞാൽ നമ്മൾ പറഞ്ഞു ആസക്തി, ദ്വേഷം എന്ന് പറഞ്ഞാൽ ആ ഇഷ്ടമല്ല, അത് നമ്മൾ പറഞ്ഞു ഇഷ്ടം ഇഷ്ടക്കേട് നമ്മൾ പറയുന്നില്ലേ. രാഗം എന്ന് പറഞ്ഞാൽ ഇഷ്ടം, ദ്വേഷം എന്ന് പറയുമ്പോൾ ഇഷ്ടക്കേട്, അതാണ്. അതിൽ നിന്നെല്ലാം നമ്മൾ വിമുക്തരായി സ്വാതന്ത്ര്യത്തിനു വേണ്ടി, എന്ത് സ്വാതന്ത്ര്യം, അതായത് നമുക്ക് ആ ബന്ധനത്തിലാണ് ഇതെല്ലാം ആക്കുന്നത്. ആ ബന്ധനത്തിൽ നിന്ന് നമ്മൾ ഒഴിയണമെങ്കിൽ ആ നിബന്ധനകൾ നമ്മൾ അനുസരിക്കണം. ആ നിബന്ധനകൾ വഴി എന്താണ്, ഇന്ദ്രിയങ്ങളെ നിയന്ത്രിക്കുന്ന ഒരു വ്യക്തിക്ക് ഭഗവാന്റെ പൂർണ്ണ കാരുണ്യം ലഭ്യം. അതായത് കൃഷ്ണാവബോധം തികഞ്ഞ ഒരാൾ വൈഷയിക മേഖലയിലാണെന്ന് തോന്നുമെങ്കിലും കൃഷ്ണാവബോധം ഉള്ളത് കൊണ്ട് എന്താണ്, വിഷയാബോധങ്ങളിൽ അനാസക്തനായിരിക്കും. അതായത് ഇപ്പൊ നമുക്ക് പുറമേന്ന് കാണുമ്പോൾ, ഒരു ഭക്തനെ കാണുമ്പോൾ നമുക്ക് തോന്നും, ഇദ്ദേഹത്തിന് എന്താ വ്യത്യാസം കാണുന്നത്, ദൈവം അതേപോലെ നമ്മളെ പോലെ തന്നെയല്ലേ എല്ലാം ചെയ്യുന്നത് എന്നൊക്കെ തോന്നാം. അത് നമുക്ക് അങ്ങനെ തോന്നാം പുറമേന്ന്. പക്ഷെ അങ്ങനെയല്ല. ആ വ്യക്തി എന്താണ്, അങ്ങനെ തോന്നിയായാലും പക്ഷെ എന്താണ്, കൃഷ്ണാവബോധം ഉള്ളത് കൊണ്ട് ആ വിഷയബോധങ്ങളിൽ അനാസക്തനാണ്. പുറമേന്ന് നമുക്ക് അങ്ങനെ തോന്നിയാലും ആ മനസ്സുകൊണ്ടും ആ ബുദ്ധി കൊണ്ടൊന്നും അദ്ദേഹം യാതൊരു തരത്തിലും ഭൗതികമായ വിഷയങ്ങളിൽ അദ്ദേഹം ആസക്തനായിരിക്കില്ല. ഭക്തന്റെ താല്പര്യം എപ്പോഴും എന്താണ്, കൃഷ്ണനെ പ്രീതിപ്പെടുത്തുക മാത്രമാകയാൽ മറ്റെല്ലാ ആസക്തികളിൽ നിന്ന് അദ്ദേഹം മുക്തനാണ്. നമുക്കറിയാം, ഭഗവാൻ പറയുന്നു ചതുശ്ലോകി ഭഗവത്ഗീതയിൽ അല്ലെ, ഭക്തന്മാർക്ക് എന്താണ് ഇഷ്ടം, അവരെപ്പോ തമ്മിൽ കണ്ടുമുട്ടുമ്പോഴും അവർ ഭഗവാന്റെ കാര്യങ്ങളാണ് അവർ ചർച്ച ചെയ്യുന്നത്, മറ്റുള്ള കാര്യങ്ങളല്ല. അപ്പൊ അതാണ് ഭഗവാൻ, അവർ ആലോചിക്കും, ഞാൻ എങ്ങനെ ഇനി കൃഷ്ണനെ പ്രീതിപ്പെടുത്താൻ സാധിക്കും, എന്റെ ഈ ശരീരം വെച്ച് എനിക്ക് എങ്ങനെ എന്തൊക്കെ സേവനം അനുഷ്ഠിക്കാൻ പറ്റും ഭഗവാനെ, ഇങ്ങനെയുള്ള കാര്യങ്ങൾ മാത്രമാണ് അവർ ചിന്തിച്ചുകൊണ്ടിരിക്കുക. അതുകൊണ്ട് അവർ എപ്പോഴും മുക്തനാണ്. തന്റെ പ്രവർത്തികളെല്ലാം കൃഷ്ണന്റെ നിർദ്ദേശം അനുസരിച്ച് മാത്രമായതുകൊണ്ട് ഭക്തന് അവയ്ക്കുമേൽ നിയന്ത്രണം ഉണ്ടായിരിക്കും. തീർച്ചയായിട്ടും ഉണ്ടാവും. കാരണം എന്താണ്, അദ്ദേഹം ചെയ്യുന്നതെല്ലാം ഭഗവാന്റെ ഇച്ഛ അനുസരണമാണ്. ഭഗവാന്റെ എന്താണ് നിർദ്ദേശം, കാരണം ഭഗവാൻ പറയുന്നുണ്ടല്ലേ, നമുക്ക് ഭഗവാൻ ഇഷ്ടമാണെങ്കിൽ ഭഗവാൻ പറയുന്നത് എന്റെ അടുത്തേക്ക് വരാൻ ഇതാണ് വഴിയെന്ന്. അപ്പൊ ആ വഴി നമ്മൾ സ്വീകരിക്കണം. ഭഗവാൻ പറയുന്ന ആ വഴികൾ, ആ നിർദ്ദേശങ്ങൾ നമ്മൾ സ്വീകരിച്ചു കഴിഞ്ഞാൽ അതാണല്ലോ നമ്മളൊരു ആ സ്നേഹപ്രകടനം, ഭഗവാനോടുള്ള ഇഷ്ടം പ്രകടിപ്പിക്കുക. എങ്ങനെയാണ്, ഭഗവാന്റെ ആ നിർദ്ദേശങ്ങൾ നമ്മൾ സ്വീകരിച്ചു കഴിഞ്ഞാൽ അതിന്റെ അർത്ഥം എന്താണ്, നമ്മൾ ഭഗവാന്റെ ഇഷ്ടത്തിനനുസരിച്ച് നമ്മൾ സഞ്ചരിക്കുകയാണ് ആ വഴിയിൽ. അതാണ്. അങ്ങനെ ആവുമ്പോൾ എന്താണ്, ഭക്തന് അവയ്ക്കുമേൽ ഒരു നിയന്ത്രണം ഉണ്ടായിരിക്കും. അപ്പോ ആ ഇന്ദ്രിയങ്ങളോ ആ മനസ്സോ ബുദ്ധിയോ ഒന്നും തന്നെ അദ്ദേഹത്തിനെ നിയന്ത്രിക്കാൻ കഴിയില്ല. ഇദ്ദേഹത്തിന് അതിന്റെ മേൽ നിയന്ത്രണം ഉണ്ടായിരിക്കും. ഭക്തന് കൈവരുന്ന അഹേതുകമായ ഒരു ഭഗവത് പ്രസാദമാണ് കൃഷ്ണാവബോധം. അപ്പോ അഹേതുകം എന്ന് പറയുമ്പോൾ നമ്മൾ ഒരു തരത്തിലും ഒന്നും പ്രതീക്ഷിക്കാതെ, അതായത് നമ്മൾ എന്താണ്, ആ ഭൗതികമായിട്ടൊന്നും തന്നെ നമ്മൾ അവിടെ പ്രതീക്ഷിക്കുന്നില്ല. അതാണ് പറയുന്നത് അഹേതുകമായ ഹൈതുകമായ ഭഗവാന്റെ ആ ഒരു പ്രസാദമാണ് കൃഷ്ണാവബോധം. കൃഷ്ണാവബോധം എന്ന് പറയുന്നത് ഭഗവാന്റെ ഒരു പ്രസാദം എന്ന് നമ്മൾ എന്തുകൊണ്ട് പറഞ്ഞു, അതായത് നമുക്ക് യോഗ്യത ഉണ്ടായതുകൊണ്ടോ അല്ലെങ്കിൽ ഇനിയിപ്പോ ഭൗതികമായിട്ടുള്ള ഒരു കാരണം കൊണ്ടൊന്നും അല്ല നമുക്കിത് കിട്ടുന്നത്. ഭഗവാന്റെ കൃഷ്ണാവബോധം അത് ഭഗവാന്റെ അഹേതുകമായ ഒരു പ്രസാദമാണ് നമുക്ക് കൃഷ്ണാവബോധം. അത് നമ്മൾ മനസ്സിലാക്കണം. അതിനെ കുറിച്ചാണ് ഇവിടെ പറയുന്നത്. അടുത്ത ശ്ലോകത്തിൽ എന്താ പറഞ്ഞു, പ്രസാദേ സർവ ദുഃഖാനാം ഹാനിരസ്യോപജായത്തെ പ്രസന്നചേതസാ ബുദ്ധി പര്യവതിഷ്ഠത്തെ. ഇവിടെ പറയുന്നു, കൃഷ്ണാവബോധത്തിൽ ഇപ്രകാരം തൃപ്തനായ ഒരാൾക്ക് ഭൗതികതയിലെ
ത്രിവിധ ക്ലേശങ്ങൾ ഉണ്ടാകുന്നില്ല. അപ്പൊ നമ്മൾ എപ്പോഴും പഠിക്കുന്നുണ്ട്, ഭഗവാൻ എപ്പോഴും പറയുന്നുണ്ട്. നമുക്ക് 5-ാം അധ്യായത്തിൽ 29-ാം ശ്ലോകത്തിലും ഭഗവാൻ പറഞ്ഞു, ഭഗവാനെ മനസ്സിലാക്കിക്കൊണ്ട് നമ്മൾ ജീവിതം നയിക്കുമ്പോൾ അദ്ദേഹത്തിന് ഈ ത്രിവിധ ക്ലേശങ്ങളെല്ലാം ഉപദ്രവം ഉണ്ടായിരിക്കില്ല, അതിൽ നിന്ന് ഉപദ്രവങ്ങൾ ഉണ്ടായിരിക്കില്ല. സംതൃപ്തമായ ഈ അവബോധത്തിൽ എന്താണ് സംഭവിക്കുക? അയാൾ താമസം വിന സ്ഥിരപ്രതിഷ്ഠ നേടുന്നു. അപ്പോ ഇങ്ങനെ ഒരു അവസ്ഥയിൽ, അതായത് നമുക്ക് ഭൗതിക ക്ലേശങ്ങൾ ഇല്ലെങ്കിൽ നമുക്ക് എന്താണ്, നമ്മുടെ ബുദ്ധിയായാലും മനസ്സായാലും ഇന്ദ്രിയങ്ങളൊക്കെ ഭഗവാന്റെ സേവനത്തിൽ ഏർപ്പെടുത്താൻ കഴിയും. പക്ഷെ നമുക്ക് ഇതിനൊരു നിരന്തരമായ പരിശീലനം തന്നെ വേണം. ഒറ്റ ദിവസം കൊണ്ട് നടക്കുന്ന പ്രക്രിയയല്ല ഇത്. നമ്മൾ അത്രയും നിയന്ത്രണം വരണമെങ്കിൽ നമുക്ക് നിരന്തരം ഭഗവാന്റെ കാര്യങ്ങളിൽ നമ്മൾ ഏർപ്പെടണം. നാസ്തി ബുദ്ധിരയുക്തസ്യ നാചായുക്തസ്യ ഭാവന നാചാ ഭാവയതോ ശാന്തി അശാന്തസ്യ കുതസുഖം. ഇവിടെ ചോദിക്കുകയാണ്, പരമപുരുഷനുമായി, അതായത് ശ്രീകൃഷ്ണനുമായി ആ കൃഷ്ണാവബോധത്തിൽ ബന്ധപ്പെടാത്തവൻ എന്താണ്, ദിവ്യ ബുദ്ധി ഉണ്ടാകില്ല. ആ ദിവ്യ ബുദ്ധി ഉണ്ടായില്ല എന്ന് മനസ്സിലാക്കുമ്പോൾ എന്താണ്, ഉറച്ച മനസ്സ് അദ്ദേഹത്തിന് ലഭിക്കാൻ സാധ്യതയില്ല. ഉറച്ച മനസ്സ് ലഭിച്ചില്ലെങ്കിൽ, അതില്ലെങ്കിൽ എന്താണ്, സമാധാനം ഉണ്ടാകില്ല. സമാധാനം ഇല്ലെങ്കിൽ ഭഗവാൻ ചോദിക്കുന്നു, സുഖം എവിടെ? നമുക്ക് എല്ലാവർക്കും വേണ്ടുന്ന ഒന്നാണ് സമാധാനം, അല്ലെ? ഈ സമാധാനം വേണമെങ്കിൽ നമ്മൾ എന്താ ചെയ്യേണ്ടത്? ഭഗവാൻ പറയുന്ന വഴിയിൽ സഞ്ചരിക്കണം. നമുക്ക് എല്ലാവർക്കും ആവശ്യമാണ് സമാധാനം. പക്ഷെ അതെങ്ങനെ കിട്ടും? ഭൗതികതയിൽ കിട്ടില്ല. കാരണം എന്താണ്? ഇത് ദുഃഖാലയം, അശാശ്വതം. ഇവിടെ ദുഃഖാലയം, ദുഃഖം മാത്രമേ കിട്ടുള്ളൂ. പക്ഷെ എന്നാൽ നമുക്കത് സമാധാനം വേണമെങ്കിൽ ഭഗവാൻ പറയുന്ന ആ വഴികളിൽ നമ്മൾ സഞ്ചരിക്കണം. കൃഷ്ണാവബോധമില്ലാത്ത ഒരാൾക്ക് ശാന്തി കൈവരിക്കാൻ സാധ്യമല്ല. അപ്പൊ എന്താണ്? തപോയജ്ഞാദികളുടെ സത്ഫലങ്ങളെല്ലാം ആസ്വദിക്കുന്നത് കൃഷ്ണൻ തന്നെയാണെന്നും എല്ലാ പ്രപഞ്ച പ്രതിഭാസങ്ങളുടെയും ഉടമയും എല്ലാ ജീവജാലങ്ങളുടെയും യഥാർത്ഥ സുഹൃത്തും അദ്ദേഹം ഒരാളും ആണെന്നും അറിയുന്നവർക്ക് മാത്രമാണ് ശരിക്കും സമാധാനം ലഭിക്കുക. അപ്പൊ എങ്ങനെയുള്ള ആൾക്ക് സമാധാനം ലഭിക്കും? നമ്മൾ 5:29 ശാന്തി മന്ത്രം കേട്ടു, അല്ലെ? ശാന്തി മന്ത്രത്തിൽ എന്താ പറയുന്നത് ഭഗവാൻ? 3 കാര്യങ്ങൾ. സുഹൃതം ഫസ്റ്റ് എന്താ പറയുന്നത്? ഭോക്താറാം യജ്ഞ തപസാം, അല്ലെ? നമ്മൾ ചെയ്യുന്ന യജ്ഞങ്ങളുടെയും എല്ലാ തപസ്സുകളുടെയും ഭോക്താവാണ് ശ്രീകൃഷ്ണ ഭഗവാൻ. പിന്നെ എന്താണ്? സർവലോക മഹേശ്വര, എല്ലാ ദേവന്മാർക്കും എല്ലാ ലോകങ്ങൾക്കും എന്താണ്? അധീപനാണ്. സുഹൃതം സർവഭൂതാനാം, അതായത് എന്താണ്? ഭഗവാൻ എല്ലാവരുടെയും സുഹൃത്തും അഭ്യുദയകാംക്ഷിയാണ്. ജ്ഞാത്വാമാം ശാന്തി മൃച്ഛതി, അങ്ങനെയുള്ള ഒരാൾക്ക് സമാധാനവും ശാന്തിയും ഒക്കെ ലഭിക്കും. അതാണ് ഇവിടെ പറയുന്നത്. ഇന്ദ്രിയാണാം ഹി ചരന്തം യമനോനു വിധീയത്തെ തദസ്യാചരതി പ്രജ്ഞാം വായുർനാവാം ഇവാംബസി, വെള്ളത്തിലെ, അതായത് പറയുന്നു വെള്ളത്തിലെ തോണിയെ കൊടുങ്കാറ്റ് എന്ന പോലെ അലയുന്ന ഇന്ദ്രിയങ്ങൾ ഏതെങ്കിലും ഒന്നിൽ മനസ്സ് കേന്ദ്രീകരിക്കുമ്പോൾ എന്താ സംഭവിക്കുക? മനുഷ്യന്റെ ബുദ്ധിയെ അത് വലിച്ചിഴയ്ക്കുന്നു. അപ്പോ ഈ കാറ്റ്, അതായത് എങ്ങനെയാണോ ഈ കാറ്റ്, ആ ഇവാംബസ എന്ന് പറയുമ്പോൾ അതായത് കാറ്റ് എങ്ങനെയാണോ തോണിയെ അതിൻ്റെ ദിശയിൽ കൊണ്ടുപോകുന്നത്, വലിച്ചു കൊണ്ടുപോകുന്നത്, ആ രീതിയിൽ എന്താ സംഭവിക്കുക? നമ്മുടെ ഇന്ദ്രിയങ്ങൾ ഏതെങ്കിലും ഒരു വിഷയത്തിൽ ഇങ്ങനെ ആസക്തരായിരിക്കും, അല്ലെ? നമ്മുടെ ഇന്ദ്രിയങ്ങൾ എന്തെങ്കിലും ഒന്ന് ചിന്തിച്ചുകൊണ്ടിരിക്കും, കണ്ടുകൊണ്ടിരിക്കും, ഇന്ദ്രിയ വിഷയങ്ങൾ ഉണ്ടാവും. അപ്പൊ എന്താണ്? അതിൽ നമ്മുടെ മനസ്സിനെ, ഇന്ദ്രിയങ്ങൾ കാണുന്നു ഇന്ദ്രിയ വിഷയങ്ങളെ, അപ്പൊ മനസ്സിനെ നമ്മൾ അതിൽ കേന്ദ്രീകരിക്കുന്നു. അപ്പൊ എന്താ സംഭവിക്കുക? നമ്മുടെ ബുദ്ധിയെ, ആ കാറ്റ് എങ്ങനെയാണോ ഒരു തോണിയെ വലിച്ചു കൊണ്ടുപോകുന്നത്, വലിച്ചിഴയ്ക്കുന്നത്, അതുപോലെ നമ്മുടെ ബുദ്ധിയെ ഈ മനസ്സും എന്താണ്? വലിച്ചു കൊണ്ടുപോവാണ്. അതാണ് പറയുന്നത് ഇവിടെ. അപ്പൊ നമ്മൾ ബുദ്ധിക്ക് എന്താ പറയാ, നമ്മൾ മനസ്സിന് അടിമയാകാൻ പാടില്ല. മനസ്സ് എപ്പോഴും ബുദ്ധിയുടെ അടിമയായിരിക്കണം. അതാണ്. ഇന്ദ്രിയങ്ങൾ ഒന്നൊഴിയാതെ കൃഷ്ണാവബോധത്തിൽ പ്രവർത്തനാനിരതമാക്കണം. അതുകൊണ്ടാണ് നമ്മൾ എപ്പോഴും നമ്മുടെ എല്ലാ ഇന്ദ്രിയങ്ങളും ഭഗവാന്റെ സന്തോഷത്തിന് വേണ്ടി, ഭഗവാന്റെ ഇന്ദ്രിയങ്ങളെ സംതൃപ്തപ്പെടുത്താൻ വേണ്ടിയിട്ട് നമ്മൾ ഉപയോഗിക്കണം. അതാണ് മനസ്സംയമനത്തിനുള്ള ശരിയായ ഒരു മാർഗം എന്ന് പറയുന്നത്. അപ്പൊ അംബരീഷ് മഹാരാജാവ് നമുക്കറിയാം, അദ്ദേഹം ചെയ്ത പോലെ നമ്മളും നമ്മുടെ ഇന്ദ്രിയങ്ങളെല്ലാം ഭഗവത് സേവനത്തിന് വേണ്ടി ഏർപ്പെടുത്തണം. അതാണ് പറയുന്നത്. തസ്മാദ്യസ്യ മഹാബാഹോ നിഗൃഹീതാനി സർവശഃ ഇന്ദ്രിയാണി തസ്യ പ്രജ്ഞ പ്രതിഷ്ഠിതാം. അതുകൊണ്ട് കൈകരുത്തുള്ള അർജുനനെ പറയാണ്, കൈകരുത്തുള്ളവനെ, ഇന്ദ്രിയങ്ങളെ അവയുടെ വിഷയങ്ങളിൽ നിന്ന് പിന്മാറ്റാൻ കഴിവുള്ള ആളാണ് സ്ഥിതപ്രജ്ഞൻ. അപ്പൊ സ്ഥിതപ്രജ്ഞൻ എന്ന് പറഞ്ഞാലാണ് ഇന്ദ്രിയങ്ങളെ അതിൻ്റെതായ വിഷയങ്ങളിൽ നിന്ന് പിന്മാറ്റാൻ കഴിവുള്ളവനാണ് സ്ഥിതപ്രജ്ഞൻ. അതാണ് ഭഗവാൻ പറയുന്നത്. ഇന്ദ്രിയങ്ങളെ കൃഷ്ണന്റെ അതീന്ദ്രിയ സേവനത്തിൽ നിയോഗിക്കുക, അഥവാ കൃഷ്ണാവബോധത്തിൽ മുഴുകുക വഴി മാത്രമേ ഒരാൾക്ക് ഇന്ദ്രിയ സുഖാവേശം നിയന്ത്രിക്കാൻ കഴിയൂ. അപ്പൊ ഇന്ദ്രിയങ്ങൾക്ക് എപ്പോഴും എന്തെങ്കിലും കണ്ടുകൊണ്ടിരിക്കണം, എന്തെങ്കിലും വിഷയത്തിൽ മനസ്സിനെ നമ്മൾ കേന്ദ്രീകരിക്കും. പക്ഷെ അതിനെ നമ്മൾ എന്താണ് കൊടുക്കേണ്ടത്? കൃഷ്ണാവബോധം മാത്രമാണ്. അങ്ങനെ ആകുമ്പോൾ മാത്രമാണ് ഒരാൾക്ക് ഇന്ദ്രിയ സുഖാവേശം നിയന്ത്രിക്കാൻ നമുക്ക് സാധിക്കുകയുള്ളൂ. യാ നിശാ സർവഭൂതാനാം, ഇവിടെ എന്താ പറയുന്നത്? യാ നിശാ സർവഭൂതാനാം തസ്യാം ജാഗ്രതി സംയമി യസ്യാം ജാഗ്രതി ഭൂതാനി സാ നിശ
സാ നിശാ പശ്യത്തു മുനേഹേ. സർവ്വ ജീവജാലങ്ങൾക്കും രാത്രിയായിരിക്കുമ്പോൾ ആത്മസംയമനം കൈവരിച്ച ആള് ഉണർന്നിരിക്കുന്നു. ഏവരും ഉണർന്നിരിക്കുമ്പോൾ അന്തർമുഖനായ മുനിക്ക് നിശാകാലമാണ്. അപ്പൊ ഇവിടെ നമ്മൾ അക്ഷരാർത്ഥത്തിൽ എടുക്കാൻ പാടില്ല. അതായത് രാത്രിയും പകലും ഇവിടെ എന്താ പറയുന്നതെന്ന് വെച്ചാല്, അതായത് ഈ രണ്ടു തരം, അതായത് ഇപ്പൊ ബോധത്തിന്റെ രണ്ട് വ്യത്യസ്ത നിലകളെയാണ് ഇവിടെ പറയുന്നത്. ബോധത്തിന്റെ രണ്ട് വ്യത്യസ്ത നിലകൾ എങ്ങനെയാണ്? ഇപ്പൊ സാധാരണയായിട്ട് നമുക്ക് എന്താ പറയാ, ആളുകൾക്ക് എന്തായിരിക്കും അവരുടെ ആ ശ്രദ്ധ കേന്ദ്രീകരിക്കുന്ന എന്തിനാണ്? ധനം സമ്പാദിക്കാനായിട്ട്, പ്രശസ്തി ഇന്ദ്രിയ സുഖങ്ങള്, സ്ഥാനമാനം, ഇങ്ങനെയുള്ള കാര്യങ്ങളായിരിക്കും നമുക്കൊക്കെ ശ്രദ്ധ ഉണ്ടാവുക. അപ്പൊ അതൊക്കെ എന്താണ്? അതൊരു പകല് പോലെയാണ്. പക്ഷെ ജ്ഞാനമുള്ളവർക്ക്, അതായത് ആത്മജ്ഞാനമുള്ള ഒരു വ്യക്തിക്ക് എന്താണ്? ഇങ്ങനെയുള്ള ആ പകൽ എന്താണ്? അവർക്ക് രാത്രിയാണ്. അവരൊരിക്കലും ഇങ്ങനെയുള്ളതില് അവരുടെ മനസ്സിനെ, ബുദ്ധിയെ കേന്ദ്രീകരിക്കില്ല, അവരുടെ ശ്രദ്ധ കേന്ദ്രീകരിക്കില്ല. നേരം മറിച്ച് ഒരു ജ്ഞാനിയുടെ പകൽ എന്താണ്? ജ്ഞാനിക്ക് ഒരു പകൽ എന്ന് പറയുന്നത് എന്താണ്? ആ ജ്ഞാനിയുടെ പകൽ എന്ന് പറയുന്നത് ആത്മാവിനെ കുറിച്ച് ചിന്തിക്കുക, ഭഗവാനുമായിട്ടുള്ള ബന്ധത്തെക്കുറിച്ച് ചിന്തിക്കുക, ഭക്തിയെക്കുറിച്ച് ചിന്തിക്കുക, മോക്ഷത്തെക്കുറിച്ച് ചിന്തിക്കുക, ഈ ശാശ്വത സത്യത്തെക്കുറിച്ച് മനസ്സിലാക്കുക. ഇതൊക്കെയാണ് ഒരു ജ്ഞാനിയുടെ പകൽ എന്ന് പറയുന്നത്. പക്ഷെ ഈ നേരം മറിച്ച് മറ്റുള്ള ഭൗതികമായിട്ടുള്ള ആൾക്കാർക്ക് എന്താണ് ഇത് അവർക്ക് രാത്രിയെ പോലെയാണ്. അപ്പൊ സാധാരണ ആളുകൾക്ക് ഇതിൽ താല്പര്യം ഉണ്ടായിരിക്കില്ല. അത് അവർക്കൊരു രാത്രി പോലെ എന്ന് പറയാണ്. ബുദ്ധിമാന്മാർ രണ്ട് വിധമുണ്ട്. എങ്ങനെയാണ്? ഒരാൾ എന്താണ്? രണ്ട് വിധം എങ്ങനെയാണ്? ഫസ്റ്റ് എന്താണ്? വിഷയസുഖപൂർത്തിക്ക് വേണ്ടുന്ന ഭൗതിക പ്രവർത്തനങ്ങളിൽ ബുദ്ധിശക്തി ഉപയോഗിക്കുന്നവർ. അതായത് നമ്മുടെ ബുദ്ധിശക്തിയൊക്കെ എന്തിനാണ്? ആ വിഷയ സുഖപൂർത്തിക്ക് വേണ്ടിയിട്ട്, എനിക്ക് ഇന്നത് ഇഷ്ടമാണ്, അത് ഞാൻ ആസ്വദിക്കണം, അത് ഞാൻ അനുഭവിക്കണം എന്നുള്ള അതിൽ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്ന ആൾക്കാർ. മറ്റൊരു തരം എന്താണ്? അന്തർമുഖരായി, അതായത് അവർ പുറത്തേക്കല്ല, അവരുടെ ഇന്ദ്രിയങ്ങളെ ഉള്ളിലേക്കാണ്. അന്തർമുഖരായി ആത്മസാക്ഷാത്കാരത്തിന് പരിശീലിക്കുന്നവരും. അതായത് അന്തർമുഖം എന്ന് പറയുമ്പോൾ അവർക്ക് ഇന്ദ്രിയങ്ങളുണ്ട്, മനസ്സുണ്ട്, ബുദ്ധിയുണ്ട്. പക്ഷെ ഇതിനൊക്കെ എന്തിനാ ഉപയോഗിക്കുന്നത്? ആത്മാവിന് വേണ്ടിയിട്ട്. ഭൗതികമായിട്ടുള്ള നശിക്കുന്ന ശരീരത്തിന് വേണ്ടിയിട്ടല്ല, പക്ഷെ നേരെ മറിച്ച് ആത്മാവിന് വേണ്ടിയിട്ട്. അപ്പൊ ഇങ്ങനെ ഉണർന്നു തന്നെ അവരിയ്ക്കുന്നു. അപ്പൊ അന്തർദൃഷ്ടിയായ ഋഷി എന്താണ്? ഭൗതിക കർമ്മങ്ങളുടെ ഈ രാവിൽ അവര് ഉണർന്ന് തന്നെ ഇരിക്കും. അപ്പൊ അവർക്ക് ഇത് രാത്രിയല്ല, അവരെപ്പോഴും അതിലെ ഉണർന്നിരിക്കും. ആത്മീയ സംസ്കാരത്തിന്റെ ക്രമികമായ മുന്നേറ്റത്തിൽ അദ്ദേഹം അതീന്ദ്രിയ ആനന്ദം അനുഭവിക്കുന്നു. അപ്പൊ നമുക്ക് അവരെ കാണുമ്പോൾ മനസ്സിലാവും. പക്ഷെ അവർക്ക് എന്താണ്? നമ്മുടെ രാത്രി അവർക്ക് പകൽ, അവരുടെ രാത്രി നമുക്ക് പകല് പോലെ, അങ്ങനെയാണ്. അപ്പൊ പക്ഷെ അവർക്ക് എപ്പോഴും ആത്മീയമായ അതീന്ദ്രിയമായ ഒരു ആനന്ദം അവര് അനുഭവിച്ചുകൊണ്ടിരിക്കും. കാരണം ആനന്ദം എന്ന് പറഞ്ഞ് കിട്ടുന്നത് എന്താണ്? ആത്മാവിന്റെ തലത്തിൽ മാത്രമേ അത് കിട്ടുള്ളൂ. അപ്പൊ ഇപ്പൊ പറയുന്നു, അപൂര്യമാൺ അചലം അപൂര്യമാൺ മചലം പ്രതിഷ്ഠം സമുദ്രമാപ പ്രവിശന്തി യദ്വത് തദ്വത് കാമാം യ പ്രവിശന്തി സർവേസ ശാന്തിമവാപ്നോതി ന കാമി. എപ്പോഴും എപ്പോഴും നിറയ്ക്കപ്പെട്ടുകൊണ്ടിരുന്നാലും ഉൾക്ഷോഭമില്ലാത്ത ഒരു സമുദ്രത്തിലേക്ക് നദികൾ എന്ന പോലെ നിരന്തരം തന്നിലേക്ക് ഒഴുകിയെത്തുന്ന ആഗ്രഹങ്ങളാൽ പ്രക്ഷുബ്ധനാകാത്ത ഒരു മനുഷ്യൻ മാത്രമാണ് ശാന്തി ലഭിക്കുന്നത്. മറിച്ച് ആ ആഗ്രഹങ്ങളെ നിറവേറ്റാൻ യത്നിക്കുന്നവനല്ല. അപ്പോ ഇവിടെ ഭഗവാൻ ഇപ്പൊ നമുക്കൊരു ഉദാഹരണം, അതായത് ഇപ്പൊ സമുദ്രത്തിലേക്ക് എങ്ങനെയാണ്? നദികൾ ഇങ്ങനെ വന്നുകൊണ്ടേയിരിക്കും, എന്നാലും സമുദ്രത്തിന് ഒരു ഏറ്റക്കുറച്ചിലുകളില്ല. എന്തുകൊണ്ടാണ്? അത് അതുപോലെ തന്നെ ഉണ്ടാവും. നദികൾ എത്ര വന്നാലും, എത്ര വെള്ളം അങ്ങനെ ഒഴുകി സമുദ്രത്തിലേക്ക് പോകുമ്പോഴും അത് പ്രക്ഷുബ്ധ അവസ്ഥയിലല്ല. അതേപോലെ തന്നെ ഒരു ഭക്തനും അവന് ഇന്ദ്രിയങ്ങളുണ്ട്, മനസ്സുണ്ട്, ബുദ്ധിയുണ്ട്, എല്ലാം ഉണ്ട്. പക്ഷെ അതേപോലെ ആഗ്രഹങ്ങളാകുന്ന നദി ഒഴുകുമ്പോഴും അദ്ദേഹം എങ്ങനെയാണ്? പ്രക്ഷുബ്ധനാകില്ല. ആ നദി, ആഗ്രഹമില്ലാതെ ആർക്കും ഇരിക്കാൻ പറ്റില്ല. പക്ഷെ ആഗ്രഹങ്ങൾ വന്നാലും അദ്ദേഹത്തിന് അറിയാം അതെല്ലാം വന്നുകൊണ്ടേയിരിക്കും. പക്ഷെ അദ്ദേഹം ആ ആഗ്രഹങ്ങൾ കൊണ്ട് അദ്ദേഹം പ്രക്ഷുബ്ധനാകുന്നില്ല. അങ്ങനെയുള്ള ഒരാൾക്ക് മാത്രമാണ് ശാന്തി ലഭിക്കുന്നത്. അല്ലാതെ എപ്പോഴും ആഗ്രഹങ്ങളെ നിറവേറ്റിക്കൊണ്ടിരിക്കുന്ന ഒരാൾക്കല്ല ശാന്തി ലഭിക്കുക എന്ന് ഭഗവാൻ പറയണം. കൃഷ്ണാവബോധം ഉറച്ചവന് ആവശ്യങ്ങളില്ല. അദ്ദേഹത്തിന് പ്രത്യേകിച്ച് ആവശ്യങ്ങളൊന്നുമില്ല. എന്താണ്? കൃഷ്ണാവബോധമുള്ള വ്യക്തിക്ക് എപ്പോഴും ഭഗവാന്റെ ആവശ്യങ്ങളാണ് അദ്ദേഹത്തിന് എപ്പോഴും. ആത്മാവിന്റെ തലത്തിലാണ് അദ്ദേഹം ചിന്തിക്കുക, അല്ലാതെ ഭൗതിക ആവശ്യങ്ങൾ അദ്ദേഹത്തിന് ഉണ്ടായിരിക്കില്ല. സമുദ്രത്തെ പോലെയാണ് അയാൾ, സദാ പരിപൂർണനാണ് ആര്? കൃഷ്ണാവബോധം ഉദിച്ച ഒരാള്. വിഹായ കാമാന്യ സർവാൻ പുമാംശരതി നിസ്പൃഹ നിർമ്മമോ നിരഹങ്കാര സ ശാന്തിം അധിഗച്ഛതി. ഇവിടെ പറയുന്നു എല്ലാ വൈഷയികാഭിലാഷങ്ങളിൽ നിന്നും, അതായത് ഭൗതികമായിട്ടുള്ള ആ അഭിലാഷങ്ങളിൽ അല്ലെങ്കിൽ ആഗ്രഹങ്ങളിൽ നിന്നും സ്വയം മുക്തനായി എല്ലാതരം അവകാശ ബോധവും മിഥ്യ അഹംഭാവവും ഉപേക്ഷിച്ചവനായി നിസ്പൃഹനായി വർത്തിക്കുന്നവന് മാത്രമേ ശരിക്കും ശാന്തി നേടാൻ കഴിയുള്ളൂ. അപ്പൊ ഇവിടെ എന്താ പറയുന്നത്? നിസ്പൃഹ എന്ന് പറയുമ്പോൾ യാതൊന്നിലും ആസക്തി കൂടാതെ, അതായത് ഏതൊരു ഭൗതിക വിഷയങ്ങളിൽ നിന്നും സ്വയം മുക്തനായി എല്ലാത്തരം ഉടമസ്ഥാവകാശ ബോധം, അതായത് ഇത് ഞാൻ ചെയ്തു, ഇത് ഞാൻ കാരണം, ഇത് എന്റെ എന്നുള്ള ആ ഉടമസ്ഥാവകാശ ബോധമില്ലാതെ മിഥ്യാഹംഭാവം കൊണ്ട്, അതായത് ഞാൻ ഈ കാണുന്ന ശരീരമാണെന്നുള്ള ആ അഹംഭാവം ഇല്ലാതെ എന്താണ്? നിസ്പൃഹനായി യാതൊന്നിലും ആസക്തി ഇല്ലാതെ
വർത്തിക്കുന്നവനാണ് എന്താണ് ശരിക്കും ശാന്തി നേടാൻ കഴിയുള്ളൂ. ഇത് ഭഗവാൻ പറഞ്ഞു കൊടുക്കണം. അങ്ങനെയുള്ള ഒരു വ്യക്തിക്ക് മാത്രമേ ശാന്തി നേടാൻ കഴിയുള്ളൂ. ബോധവാനാകാതെ ആകണമെന്ന അഭിലാഷം വാസ്തവത്തിൽ ആഗ്രഹമുക്തി തന്നെയാണ്. അപ്പൊ ആരെങ്കിലും ഒന്ന് ആഗ്രഹിക്കുകയാണ്, അതായത് ഞാൻ കൃഷ്ണാവബോധവാനാകണം എന്ന് ആഗ്രഹിച്ചാൽ പോലും അതെന്താണ്, അതൊരു ആഗ്രഹമുക്തി തന്നെ. അപ്പൊ നമുക്ക് എന്താണ്, മെല്ലെ മെല്ലെ നമ്മുടെ ആ ഭൗതിക ആഗ്രഹങ്ങളൊക്കെ ഇല്ലാതാവും. കാരണം നമുക്ക് ആഗ്രഹമില്ലാതെ ജീവിക്കാൻ പറ്റില്ല. കാരണം നമുക്ക് ആഗ്രഹം വേണം. പക്ഷെ നമ്മൾ എങ്ങനെയുള്ള ആഗ്രഹം വെക്കണം? ഭൗതികമായിട്ടുള്ളതല്ല, നമ്മൾ ആധ്യാത്മികമായിട്ടുള്ള, അല്ലെങ്കിൽ നമ്മൾ ആ ഭഗവാനിലേക്ക് അടുക്കുന്ന അങ്ങനെയുള്ള ആഗ്രഹങ്ങൾ നമ്മൾ വളർത്തിയെടുക്കണം. അതാണ് അത് മുക്തിക്ക് തുല്യമാണ്. കാരണം എന്താണ്, നമുക്ക് ഭൗതികമായിട്ടുള്ള ആഗ്രഹങ്ങളില്ല. അതല്ലേ പറയുന്നത്. നമുക്ക് ഭൗതികമായിട്ടുള്ള ആഗ്രഹങ്ങൾ ഇല്ലെങ്കിൽ തന്നെ എന്താണ് അതർത്ഥം? നമുക്ക് അവിടെ മുക്തി തന്നെയല്ലേ. അതാണ് ഈ ആഗ്രഹങ്ങളാണല്ലോ നമ്മളെ വീണ്ടും വീണ്ടും ഇവിടെ ബന്ധനത്തിലാക്കുന്നത്. അപ്പൊ തന്റെ യഥാർത്ഥ സ്ഥിതി കൃഷ്ണന്റെ നിത്യദാസൻ എന്ന ആ ഒരു മനസ്സിലാക്കൽ, ആ നിലയിലാണെന്നറിഞ്ഞ് ഈ ശരീരമാണ് താൻ എന്ന വ്യാമോഹം ഇല്ലാതെ, നമുക്ക് ആ വ്യാമോഹത്താൽ ഒന്നും അവകാശപ്പെടാതെയും ലോകത്തിൽ ഏതൊരു വസ്തുവിലും ഉടമാവകാശം കരുതാതെയും ജീവിക്കലാണ് കൃഷ്ണാവബോധത്തിന്റെ പരമാകാഷ്ഠ. അപ്പോ ഈ കൃഷ്ണാവബോധം എന്ന് പറയുമ്പോൾ എങ്ങനെയാണ് നമ്മൾ ജീവിക്കേണ്ടത്? നമുക്കൊരു ഉടമസ്ഥാവകാശ ബോധം ഉണ്ടാവാൻ പാടില്ല. ഈ ഞാൻ എന്നുള്ള വ്യാമോഹം ഉണ്ടാവില്ല. നീ ഇതെല്ലാം ചെയ്യുന്നത് ഞാനാണ്, എന്റെ മിഥ്യമായ ധാരണ, തെറ്റായ ഒരു ധാരണയാണ് നമുക്കൊക്കെ. ഞാനാണ്, സ്ത്രീയാണ്, പുരുഷനാണ്, ഞാൻ നമ്മുടെ സ്ഥാനമാനങ്ങളിലുള്ള ഒരു തെറ്റായ ധാരണയാണ്. ഇതൊക്കെ നമ്മൾ എന്താ പറയാ, അതൊന്നും ഇല്ലാതെ ജീവിക്കണം. പിന്നെ എന്താണ്, ഒരേ ഒരു ആഗ്രഹം എന്താണ് നമുക്ക് ഉണ്ടാകാൻ പാട്? ഞാൻ ഭഗവാന്റെ നിത്യദാസനാണ്. നമുക്കറിയാം പ്രതാപരുദ്ര മഹാരാജാവ് എന്താ ചെയ്തേ? ആ തേര് വരുമ്പോ ഒരു രാജാവായിട്ട് പോലും അടിച്ചു വാരുന്നു അല്ലെ, ആ വഴി മുഴുവനും അടിച്ചു വാരുന്നു. എന്തുകൊണ്ടാണ്? കാണിച്ചു കൊടുക്കാണ്, ഞാൻ എത്ര വലിയൊരു പൊസിഷനിൽ, എത്ര ഒരു വലിയൊരു സ്ഥാനത്തിരുന്നാലും എന്റെ എന്ന് പറയാൻ ഒന്നുമില്ല, ഞാൻ ഭഗവാന്റെ ഒരു ദാസൻ മാത്രമാണെന്ന് കാണിച്ചു കൊടുക്കാണ്. ആ ഒരു ബോധമാണ് നമുക്ക് കൃഷ്ണാബോധത്തിൽ ഉണ്ടാവേണ്ടത്. ഏഷാ ബ്രാഹ്മി സ്ഥിതി പാത നൈനം പ്രാപ്യ വിമുഹ്യതി സ്ഥിത്വാസ്യാമനന്തകാലേപി ബ്രഹ്മനിർവാണം ഋച്ഛതി. ഇവിടെ എന്താ പറയുന്നത്? ബ്രഹ്മനിർവാണത്തെ കുറിച്ച് പറയാണ്. ഏതൊന്നിൽ എത്തിയാൽ മനുഷ്യൻ വിഭ്രാന്തി ഒഴിയുന്നുവോ ആ ആത്മീയവും ദൈവികവുമായ പദമാണിത്. ഏത്? കൃഷ്ണാവബോധം എന്ന് പറയുന്നത് എന്താണ്? ഏതൊന്നിൽ എത്തിക്കഴിഞ്ഞാൽ നമുക്ക് എന്താണ്, ആ വിഭ്രാന്തി ഉണ്ടായില്ല. അത് വിഭ്രാന്തി എന്താണ്? നമ്മുടെ ഈ ആഗ്രഹങ്ങൾ മൂലം, ഭൗതികമായിട്ടുള്ള ആഗ്രഹങ്ങൾ മൂലം ഉണ്ടാകുന്നതാണ് നമ്മൾ വിഭ്രാന്തിയിൽ പെടുന്നത്. എന്താണ്? എനിക്കത് അനുഭവിക്കണോ, അത് കിട്ടിയില്ലെങ്കിൽ ഇങ്ങനെ, അത് മോഹം, വ്യാമോഹം, നമ്മൾ സമൂഹം എല്ലാം പറയില്ല, ഏറെക്കുറെ എല്ലാം ഒരേപോലെ തന്നെ. അതായത് നമുക്ക് ആ മോഹം ഉണ്ടാവും, അത് കിട്ടിയില്ല എന്ന് പറയുമ്പോൾ ഞാൻ ഇനി സന്തോഷവാനായിരിക്കില്ല, പിന്നെ നമുക്ക് ചെയ്യുന്ന തീരുമാനങ്ങൾ എടുക്കാൻ പറ്റാത്ത ഒരു അവസ്ഥ, ഇങ്ങനെയുള്ള ആ വിഭ്രാന്തിയിൽ ഒഴിഞ്ഞു നിൽക്കണം നമ്മൾ. അപ്പൊ ആത്മീയവും ദൈവികവുമായ ആ പദമാണ് ഏത്? കൃഷ്ണാവബോധം. ഈ കാര്യങ്ങളെല്ലാം നമ്മുടെ ആ സ്വഭാവം അല്ലെങ്കിൽ നമ്മുടെ ലക്ഷണങ്ങൾ ഈ രീതിയിൽ ഉണ്ടായിരിക്കണം. ഇവിടെ നിലയുറപ്പിച്ച് മരണവേളയിലും അതേ സ്ഥിതി തുടരുന്നവൻ ഭഗവത് ധാമത്തിലെത്തും. അപ്പൊ നമ്മൾ ജീവനിരിക്കെ, നമ്മൾ ഇങ്ങനെ ഈ ഭൗതികതയിൽ ഇരിക്കുമ്പോ തന്നെ നമ്മൾ ഈ രീതിയിൽ ജീവിക്കുമ്പോൾ തീർച്ചയായിട്ടും എന്താണ് നമുക്ക് സംഭവിക്കുക? മരണസമയത്ത് നമുക്ക് ഭഗവാനെ ഓർക്കാൻ, ഭഗവാന്റെ ധാമത്തിലെത്താൻ കഴിയും. കാരണം യം വാപി സ്മരൻ ഭഗവാനെ സ്മരിച്ചുകൊണ്ട് മരിക്കുമ്പോൾ എന്താണ്, നമുക്ക് തീർച്ചയായിട്ടും ഭഗവാന്റെ ധാമത്തിലേക്ക് എത്താൻ പറ്റും. കൃഷ്ണാവബോധം അഥവാ ദിവ്യ ജീവിതം ഒരാൾക്ക് പെട്ടെന്ന് അനുഭവപ്പെട്ടു എന്ന് വരാം. ഉദാഹരണം കട്വാങ്ക മഹാരാജാവ്. അതായത് ഒരു കട്വാങ്ക മഹാരാജാവിന്റെ കഥ എന്താന്ന് പറഞ്ഞാല്, ഈ കട്വാങ്ക മഹാരാജ ഇക്ഷ്വാകു ഒരു രാജവംശത്തിലെ ഒരു രാജാവായിരുന്നു. ഈ രാജാവ് എന്താ സംഭവിച്ചെന്ന് വെച്ചാല്, ദേവന്മാരെ സഹായിക്കാൻ വേണ്ടിയിട്ട് ദേവലോകത്തേക്ക് പോയി. അങ്ങനെ ദേവലോകത്തേക്ക് ഈ രാജാവ് ചെന്നപ്പോ അവിടെ എന്താ സംഭവിച്ചത്? അങ്ങനെ യുദ്ധം കളിച്ച്, കാരണം ഇവിടത്തെയും കാലം വ്യത്യാസമുണ്ട്. അപ്പൊ അവിടെ യുദ്ധം ചെയ്ത് എന്താ സംഭവിച്ചേ? സമയം പോയതറിഞ്ഞില്ല. അദ്ദേഹം അവിടെ ഇങ്ങനെ ആ ദേവന്മാരെ സഹായിച്ച്, അസുരന്മാരിൽ നിന്ന് സഹായിച്ച് അവരെ അസുരന്മാരിൽ നിന്ന് രക്ഷപ്പെടുത്തി അങ്ങനെ ആ യുദ്ധം ജയിക്കുകയാണ് കട്വാങ്ക മഹാരാജാവ്. അവിടെ ചെന്ന് യുദ്ധം ജയിച്ചപ്പോ അവര് ചോദിക്കുകയാണ്, ദേവന്മാർ പ്രീതിപ്പെട്ട് ചോദിക്കുകയാണ്, നിനക്ക് എന്താണ് വരം വേണ്ടത്? ചോദിച്ചോളാം. അപ്പൊ ഈ രാജാവ് ചോദിക്കുകയാണ്, എനിക്കിനി ഭൂമിയിൽ, കാരണം തിരിച്ചു വരണല്ലോ ഭൂമിയിലേക്ക്, എനിക്കിനി ഭൂമിയിൽ എത്ര ആയുസ്സുണ്ടെന്ന് ചോദിക്കും. അപ്പൊ അവര് പറയാണ് ദേവന്മാർ, കാരണം അദ്ദേഹത്തിന് മനസ്സിലായില്ല അവിടെ ചെന്നപ്പോ എത്ര ആയുസ്സെല്ലാം തീർന്നു പോയി. അപ്പൊ അവര് പറയാണ്, നിന്റെ ആയുസ്സിനി ഒരു മുഹൂർത്തം മാത്രമേ ഉള്ളൂ ഭൂമിയിൽ ശേഷിക്കുന്നുള്ളൂ എന്ന്. ഒരു മുഹൂർത്തം എന്ന് പറഞ്ഞാൽ 24 മിനിറ്റ് തൊട്ട് 48 മിനിറ്റ് വരെയുള്ള ആ ഒരു സമയം മാത്രമേ ഉള്ളൂ ഇദ്ദേഹത്തിന് ആയുസ്. അപ്പൊ ഇദ്ദേഹം എന്ത് ചെയ്തു? ഉടനടി ഭൂമിയിലേക്ക് എത്തി. ഭൂമിയിൽ എത്തിയിട്ട് എന്താ ചെയ്തത്? എന്താ പറയാ, ആ ഭൗതികമായിട്ടുള്ള എല്ലാ ബന്ധനങ്ങളിൽ നിന്നൊഴിഞ്ഞ്, കാരണം അത്രേ സമയമുള്ളൂ, ഒരു മുഹൂർത്തമേ സമയമുള്ളൂ ആയുസ്. ആ നേരം കൊണ്ട്
എന്താ ചെയ്തത്? എല്ലാം ഉപേക്ഷിച്ച് ആത്മാർപ്പണം ചെയ്തു. ആർക്ക് വേണ്ടിയിട്ട്? ഭഗവാന് വേണ്ടി സ്വയം സമർപ്പണം ചെയ്ത് ഭഗവാന് വേണ്ടിയിട്ട് എല്ലാം ത്യാഗം ചെയ്തു. ഭഗവത് പ്രാപ്തിക്ക് വേണ്ടി ആത്മാർപ്പണം ചെയ്ത് അങ്ങനെ മുക്തി നേടിയ ഒരാളാണ് ഖട്വാങ്ക മഹാരാജാവ്. ആ രാജാവിന് വരം ചോദിക്കാൻ പറഞ്ഞപ്പോ എന്തും ചോദിക്കായിരുന്നു, വേറെ എന്ത് വേണേലും ചോദിക്കായിരുന്നു. ആയുസ്സിന് എന്താ പറയാ, ആയുസ്സിന്റെ ദൈർഘ്യം കൂട്ടാൻ പറയാമായിരുന്നു, എന്ത് വേണേലും ചോദിക്കായിരുന്നു. പക്ഷെ അദ്ദേഹം ഒന്നും ചോദിച്ചില്ല. എനിക്ക് എത്ര ആയുസ്സുണ്ടെന്ന് ചോദിച്ചു. ആ ഉള്ള ഒരു സമയം അദ്ദേഹം പാഴാക്കാതെ ഭൂമിയിൽ ഉടനടി എത്തി എന്താണോ ചെയ്യേണ്ടത്, ഒരു മനുഷ്യ ആയുസ്സിൽ നമ്മൾ എന്താണോ ചെയ്യേണ്ടത് അത് ആ നിമിഷം കൊണ്ട് ചെയ്തു. അതാ പറയുന്നത്, ചിലർക്ക് എങ്ങനെയാണ് കൃഷ്ണാവബോധം നമ്മൾ ഒരുപാട് വർഷം ഉണ്ടായിട്ട് നമുക്ക് അത് അനുഭവപ്പെടണം എന്നില്ല. എന്നാൽ ചിലവർക്ക് എങ്ങനെയാണ് അഥവാ ദിവ്യ ജീവിതം ഒരാൾക്ക് പെട്ടെന്ന് അനുഭവപ്പെട്ടു എന്ന് വരാം. എന്താണ് അത്? ഓരോരുത്തരുടെ വ്യക്തിഗതമായ ഭഗവാനിൽ സമർപ്പണ ബോധമാണ്. ഭഗവാൻ പറഞ്ഞു, യഥാമാം പ്രപഞ്ച, നീ എത്രത്തോളം എനിക്ക് ശരണം പ്രാപിക്കുന്നു അത്രത്തോളം ഞാൻ നിന്നെ അനുഗ്രഹിക്കുന്നു. അപ്പൊ അതുപോലെ ആയിരിക്കും. അപ്പൊ നമുക്ക് എളുപ്പത്തിലും സാധിക്കും, ഒരുപാട് വർഷങ്ങളും എടുത്തേക്കാം, ഒരുപാട് ജന്മങ്ങളും എടുത്തേക്കാം. അപ്പൊ ശീല ഭക്തി വിനോദ് ഠാക്കൂർ ഈ അധ്യായത്തെ, ശീല ഭക്തി വിനോദ് ഠാക്കൂർ എന്ന് പറയുമ്പോൾ നമ്മുടെ പ്രഭുപാദരുടെ ഗുരു ഭക്തി സിദ്ധാന്ത സരസ്വതി, അവരുടെ അച്ഛനാണ് ഭക്തി വിനോദ് ഠാക്കൂർ. അവർ പറയുന്നു ഈ 2-ാം അധ്യായത്തെ ഭഗവത്ഗീതയുടെ ഉള്ളടക്കമായി സംഗ്രഹിച്ചിട്ടുണ്ട്. അപ്പൊ ഇവിടെ ഈ അധ്യായം കഴിയാണ്. ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ, ഹരേ രാമ 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 ഹരേ ഹരേ. വാഞ്ചാകൽപതരുഭ്യശ്ച കൃപാ സിന്ധുഭ്യവച പതിതാനാം പാവनेഭ്യോ വൈഷ്ണവേഭ്യോ നമോ നമഃ. अनंत कोटि वैष्णव वृंद की जय। श्रील प्रभुपाद की जय। श्रील गुरुदेव की जय। हरे कृष्णा हरे कृष्णा हरे हरे कृष्णा कृष्ण हरे कृष्ण हरे कृष्णा। माता जी हरे कृष्णा।